ഹായ് ഗൈസ്, എല്ലാവരും മൈനർ ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് എഴുതി നല്ല അടിപൊളി മാർക്കൊക്കെ മേടിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി മാർക്ക് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റ് എഴുതുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സോ എങ്ങാനും എവിടെയെങ്കിലും ഒന്ന് പതറിപ്പോയാലും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും, തിരിച്ചു വരും. തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ മൈനർ ടെസ്റ്റിന്റെ ആൻസറുകളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നമുക്ക് എവിടെയാ തെറ്റ് പറ്റിയെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നെ കേൾക്കുന്ന ആരെങ്കിലും എക്സാം എഴുതാണ്ടേ മാറി നിൽപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം നമ്മൾ ഇപ്പോഴും പേടിച്ച് എക്സാം എഴുതാതെ മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നീറ്റിന്റെ ശരിക്കുള്ള സിംഹം നമ്മുടെ മുമ്പിലോട്ട് ചാടി വീഴുമ്പോഴത്തേക്കിനും നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഭയങ്കര പാടായിരിക്കും. സോ എക്സാംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ഈ മൈനറും മേജറും എക്സാംസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നു പോകത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും നല്ല വൃത്തിയായിട്ട് എക്സാംസ് ഒക്കെ എഴുതി പോകണം. അതിനകത്ത് വരുന്ന മാർക്കുകൾ നെവർ മൈൻഡ് എന്ന് പറയത്തില്ല, പക്ഷെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്തിട്ട് എവിടെയാണ് തെറ്റ് വന്നേക്കുന്നത് നമ്മൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് ആണ് നമുക്ക് തന്നേക്കുന്നത്. നോക്കിയേ, ഹൈലം എന്ന് പറയുന്നത് എന്താ? ഹൈലം എന്ന് പറയുന്നത് നമുക്കറിയാം, സ്കാറോൺ സീഡ് കോട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹൈലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കണം. ഇവിടെ A4 ഈ ഓപ്ഷൻ വരത്തില്ല, ഇവിടെ A4 ഇത് വരത്തില്ല, ഇവിടെ A2 ഈ ഓപ്ഷൻ വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ മാച്ചിങ് നോക്കിയപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. വീണ്ടും മാച്ച് ദ ഫോളോയിങ് തന്നെയാണ്. നോക്കിയേ, നമുക്ക് ആദ്യമേ മാച്ച് ചെയ്ത് പോവാം. പെരിഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ഫ്ലവറിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ആര്, നമ്മുടെ പ്ലം പെരിഗൈനസ് ഫ്ലവർ ആണ് അല്ലെ. പ്ലം, പീച്ച് റോസ് ഒക്കെ പെരിഗൈനസ് ഫ്ലവർ ആണ്. അടുത്ത് നോക്കിയേ, എപ്പി പെറ്റാലസ് കണ്ടീഷൻ വരുന്ന ആർക്കാണ്? എപ്പി പെറ്റാലസ് കണ്ടീഷൻ വരുന്നത്, നമ്മുടെ ബ്രിഞ്ചാളിനാണ്. പിന്നെ എന്താ എഴുതിയേക്കുന്നത്, അപ്പോകാർപ്പസ് ഓവറി. അപ്പോകാർപ്പസ് ഓവറി വരുന്ന ആർക്കാ? ലോട്ടസിനാണ്. ബേസൽ പ്ലാസന്റേഷൻ വരുന്നത് സൺഫ്ലവറിനാണ്. നോക്കിയേ, ഈ മാച്ചിങ് വരുന്ന ഏതാണ്? എക്ക് 2 മാച്ചിങ് വരുന്ന 2 പേരുണ്ട്. ബിക്ക് പിന്നെ എത്രയാണ് വരേണ്ടത്? ബിക്ക് 3 ആണ് മാച്ചിങ് വരേണ്ടുന്നത്. സോ ബിക്ക് 3 മാച്ചിങ് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, അഗൈൻ മാച്ച് ദ ഫോളോയിങ് ആണ്. നമുക്ക് അവിടെ എന്താ, വാൽവേറ്റ് എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ എക്സാമ്പിൾസിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയാൽ വാൽവേറ്റ് എസ്റ്റിവേഷൻ എക്സാമ്പിൾ ആരാടാ? വാൽവേറ്റ് എസ്റ്റിവേഷൻ എക്സാമ്പിൾ മസ്റ്റാർഡ് ആണ്. അങ്ങനെ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ. ഇവിടെ എക്ക് 4 ആണ്, വരത്തില്ല. ഇവിടെ എക്ക് 4 ആണ്, വരത്തില്ല. ഇവിടെ എക്ക് 2 ആണ്, അതും വരത്തില്ല. ഇവിടെ പക്ഷെ നമുക്ക് എക്ക് 3 ആണ് കിടക്കുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ അഗൈൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് വന്നേക്കുന്നത്. നോക്കിയേ, ടാപ്പ് റൂട്ട്. ടാപ്പ് റൂട്ട് കാണിക്കുന്ന ആരാ? നമുക്കറിയാം, ടാപ്പ് റൂട്ട് കാണിക്കുന്നത് മസ്റ്റാർഡ് ആണ്. എക്ക് 4 എന്ന് വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷനെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കി 2 നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് കളയും. അടുത്ത നോക്കിയേ, ഫൈബ്രസ് റൂട്ട് കാണിക്കുന്ന നമ്മുടെ വീറ്റ് ആണ്. സോ അങ്ങനെ ബിക്ക് 1 എന്ന് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അസേഷൻ റേസർ ആണ്. അസേഷൻ, സ്റ്റെം ഡെവലപ്പ് ഫ്രം ദ ഹൈപ്പോകോട്ടൈൽ ഓഫ് എംബ്രിയോ. തെറ്റല്ലേ? തെറ്റാണ്. അടുത്ത നോക്കിയേ, ഇന്റർനോഡ് ക്രിയേറ്റ്സ് ആക്സിലറി ബഡ്. ഇന്റർനോഡിന്റെ നമുക്ക് ആക്സിലറി ബഡ് ഒന്നും കാണാൻ പറ്റത്തില്ല. സോ അതും തെറ്റാണ്. അപ്പൊ എന്താ, അസേഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. അപ്പൊ ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി, ഇഫ് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ് എന്നുള്ളതായിരിക്കും ആൻസർ വരുന്നത്. അടുത്ത നോക്കിയേ, അസേഷൻ, ദ ടാപ്പ് റൂട്ട് ഡെവലപ്പ് ഫ്രം ദ റാഡിക്കൽ. ടാപ്പ് റൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റാഡിക്കലിൽ നിന്നാണ്. കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, റാഡിക്കൽ പ്രസന്റ് റൂട്ട് പോൾ ഓഫ് ദ എംബ്രിയോ. എംബ്രിയോയുടെ റൂട്ട് പോളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, റാഡിക്കൽ കാണാനായിട്ട് പറ്റുന്നത്. അതും കറക്റ്റ് ആണ്. പക്ഷെ അതുകൊണ്ടാണ് ടാപ്പ് റൂട്ട് എന്ത് ചെയ്യുന്നത്, റാഡിക്കലിൽ നിന്ന് അറേസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? ഇഫ് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പെരിഗൈനസ് ഓവറി ഈസ് ഹാഫ് ഇൻഫീരിയർ. അത് കറക്റ്റ്. പെരിഗൈനസ് ഓവറി എന്ന് പറയുന്നത് ഹാഫ് ഇൻഫീരിയർ ആയിട്ടുള്ള ഓവറിയാണ്. അടുത്ത നോക്കിയേ, all the floral parts lie below the level of ovary in perigynous condition and therefore ovary become half inferior. എല്ലാരും ഓവറിയുടെ താഴെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്, all floral parts below lie the level of ovary. ഓവറിയുടെ താഴെയാണ് നമുക്ക് പെരിഗൈനസിൽ എല്ലാ ഫ്ലോറൽ പാർട്സിനും കാണാൻ പറ്റുന്നത്. അങ്ങനെയല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. സോ റീസൺ തെറ്റാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരെടാ? ഇഫ് അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ് എന്നുള്ള ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, മെയ്സ് ഈസ് ആൻ ആൽബുമിനസ് സീഡ്. മെയ്സ് എന്ന് പറയുന്നത് എന്താണ്? ആൽബുമിനസ് സീഡ് ആണ്. കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, എൻഡോസ്പെർം ഈസ് കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ബൈ ഗ്രോയിങ് എംബ്രിയോ. മെയ്സിന്റെ അകത്ത് എൻഡോസ്പെർം എന്ത് ചെയ്യത്തില്ല, കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യത്തില്ല. സോ എന്താ, റീസൺ തെറ്റാണ്. അപ്പൊ നമുക്ക് ഏത് കൊടുക്കണം ആൻസർ? ഇഫ് അസേഷൻ ഈസ് ട്രൂ ബട്ട് റീസൺ ഈസ് ഫാൾസ് എന്നുള്ള ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ അഗൈൻ അസേഷൻ റീസൺ ആണ്. നോക്കിയേ, പീ ഫ്ലവേഴ്സ് ആർ സൈഗോമോർഫിക്. പീ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് സൈഗോമോർഫിക് ആണ്. എങ്ങനെ ഓർത്ത് വയ്ക്കും? സൈ എന്ന് പറയുന്നത് ബൈലാറ്ററൽ, സൈ ബൈ അങ്ങനെ ഓർത്ത് വയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ അസേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, പി ഫ്ലവേഴ്സ് ക്യാൻ ബി കട്ട് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ബൈ 1 റേഡിയൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ. കറക്റ്റ് അല്ലേ? ഏതെങ്കിലും ഒരു റേഡിയൽ പ്ലെയിന്റെ അതോടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പി ഫ്ലവേഴ്സിന് 2 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇഫ് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയടാ. അസേഷൻ, ഫ്ലവർ ഇസ് ദ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഇൻ ആൻജിയോസ്പെം. ആൻജിയോസ്പെമിന്റെ അകത്തുള്ള റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആണ് എന്ത്, നമ്മുടെ ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഇറ്റ് ക്യാരീസ് സെറ്റ്സ് ഓർഗൻസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ സെറ്റ്സ് ഓർഗനെ ക്യാരി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലവേഴ്സിനെ ആൻജിയോസ്പെമിന്റെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്. സോ അസേഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ, ഇഫ് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, 2 കോട്ട്ലിഡൻസ് ഇൻ സീഡ് ആർ ദ എംബ്രിയോണിക് ലീഫ്. കോട്ട്ലിഡന്റെ അകത്തുള്ള സീഡിന്റെ അകത്തുള്ള 2 കോട്ട്ലിഡൻ എന്താണ്, എംബ്രിയോണിക് ലീഫ് ആണെന്ന് പറയുന്നു. കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, ദ എംബ്രിയോ കണ്ടെയ്ൻസ് റാഡിക്കിൾ ആൻഡ് പ്ലമ്യൂൾ. എംബ്രിയോയ്ക്കകത്ത് എന്തൊക്കെയുണ്ട്, റാഡിക്കിളും ഉണ്ട് പ്ലമ്യൂളും ഉണ്ട്. ഓക്കെ ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ആ റീസൺ അസേഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ആൻസർ എന്ത് വരുവാടാ, ഇഫ് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മോണോകാർപ്പല്ലറി ഓവറി ഈസ് ഫൗണ്ട് ഇൻ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി. ഏത് ഫാമിലിയുടെ മെമ്പേഴ്സിലാണ് നമുക്ക് മോണോകാർപ്പല്ലറി ഓവറി കാണാൻ പറ്റുന്നത്, നമുക്ക് ലെഗുമിനേസയുടെ ഇതിനകത്താണ് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും, ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബൈകാർപ്പല്ലറി സിൻകാർപ്പസ് സുപ്പീരിയർ ഓവറി വിത്ത് പരേറ്റൽ പ്ലാസന്റേഷൻ. എന്തൊക്കെയാടാ പറഞ്ഞേക്കുന്നത്, ബൈകാർപ്പല്ലറി സിൻകാർപ്പസ് സുപ്പീരിയർ ഓവറി വിത്ത് പരേറ്റൽ പ്ലാസന്റേഷൻ ആർ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഫാമിലി. ഏത് ഫാമിലിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ് ഈ പറഞ്ഞു തന്നേക്കുന്നത് നമ്മുടെ അടുത്ത്, നമുക്കറിയാം, അത് ക്രൂസിഫറയെ കുറിച്ചാണ് പറഞ്ഞു തന്നേക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാരക്ടർ ഈസ് നോട്ട് റെപ്രസെന്റഡ് ബൈ ദ ഗിവൺ ഫ്ലോറൽ ഡയഗ്രാം ഓഫ് ആൻജിയോസ്പെർം ഫാമിലി. ആൻജിയോസ്പെർം ഫാമിലിയുടെ ഏത് ഫ്ലോറൽ ക്യാരക്ടറിനെ കുറിച്ചാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ കിട്ടാത്തതെന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ബൈകാർപ്പല്ലറി ഓവറിയാണ് നമുക്ക് അറിയാൻ പറ്റും, ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷനെ കുറിച്ച് അറിയാൻ പറ്റും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്ലാസന്റേഷനെ കുറിച്ച് നമുക്ക് അറിയാനായിട്ട് പറ്റത്തില്ല. സോ ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഏതാ റെപ്രസെന്റ് ചെയ്യാത്തതെന്നാ ചോദിച്ചേക്കുന്നത്, അപ്പൊ എന്തായിരിക്കും ആൻസർ, ഓപ്ഷൻ സി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, ഫ്ലോറൽ ഫോർമുല ഓഫ് ആൻ ആൻജിയോസ്പെർമിക് ഫാമിലി ഡസ് നോട്ട് ഡീൽ വിത്ത്. ആൻജിയോസ്പെർമിന്റെ ഫാമിലിയുടെ ഫ്ലോറൽ ഫോർമുല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എന്താ കിട്ടാത്തത്, ഓവറിയുടെ പ്ലാസന്റേഷനെ കുറിച്ചാണ് നമുക്ക് ഒരു ഐഡിയയും കിട്ടാത്തത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ് 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടർ ഓഫ് ഫ്ലവർ വിച്ച് ഈസ് റെപ്രസെന്റഡ് ബൈ ഫ്ലോറൽ ഫോർമുല ബട്ട് നോട്ട് ബൈ ഫ്ലോറൽ ഡയഗ്രം ഈസ്. ഫ്ലോറൽ ഫോർമുല വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതും ഫ്ലോറൽ ഡയഗ്രം വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റാത്തതും അറിയാം നമുക്ക്, പൊസിഷൻ ഓഫ് കൈനീഷ്യത്തിനെയാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. സോ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും, ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, എക്സാമിൻ ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തന്നേക്കുന്ന ഫിഗർ നോക്കിയിട്ട് ഇൻകറക്റ്റ് ആയിട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് തിരഞ്ഞെടുത്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്. ഈ ഫിഗർ ആരുടെയാടാ, ഈ ഫിഗർ മോണോകോട്ട് സീഡിന്റെതാണ്. നോക്കിയേ, സീഡ് കോട്ട് ഈസ് മെംബ്രേനിയസ് ആൻഡ് ഫ്യൂസ്ഡ് വിത്ത് പെരികാർപ്പ്. കറക്റ്റ് അല്ലേ, സീഡ് കോട്ട് മെംബ്രേനിയസ് ആണ്, അത് പെരികാർപ്പുമായിട്ട് ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അടുത്ത് നോക്ക്, എംബ്രിയോ ഹാസ് ഷീൽഡ് ഷേപ്പ് കോട്ട്ലിഡൻ കാൾഡ് സ്ക്യൂട്ടല്ലം. എംബ്രിയോയ്ക്ക് എന്തുണ്ട്, സ്ക്യൂട്ടല്ലം എന്ന് പറയുന്ന ഷീൽഡ് ഷേപ്പ് കോട്ട്ലിഡൻ ഉണ്ട്, അതും കറക്റ്റ് ആണ്. അടുത്ത് നോക്കിയേ, അല്യൂറോൺ ലെയർ ഇസ് ദ ഇന്നർ കവറിംഗ് ഓഫ് എൻഡോസ്പെർം ആൻഡ് ഈസ് പ്രോട്ടീനേഷ്യസ്. അല്യൂറോൺ ലെയർ എന്ന് പറയുന്നത് ഇന്നർ കവറിംഗ് ആണോ, അവിടെ തെറ്റിപ്പോയി. സോ നമ്മുടെ ഇവിടുത്തെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാ, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കോക്കനട്ട് ഈസ്, കോക്കനട്ട് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഫ്രൂട്ട് ആടാ, അതൊരു ഡ്രൂപ്പ് ഫ്രൂട്ട് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ, ഫ്ലോയിഡി ലെവൽ ഓഫ് സീഡ് സ്ട്രക്ചർ ലൈക്ക് എൻഡോസ്പെർം, സ്ക്യൂട്ടല്ലം ആൻഡ് അല്യൂറോൺ ലെയർ ആർ റെസ്പെക്റ്റീവ്ലി. എൻഡോസ്പെർമിന്റെയും സ്ക്യൂട്ടല്ലത്തിന്റെയും അല്യൂറോൺ ലെയറിന്റെയും ഫ്ലോയിഡി ലെവൽ എഴുതാനാ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം എൻഡോസ്പെർം എന്ന് പറയുന്നത് എന്താ, ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. സ്ക്യൂട്ടല്ലം എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. അല്യൂറോൺ ലെയർ എന്താ, എഗെയിൻ ട്രിപ്ലോയിഡ് കണ്ടീഷൻ ആണ്. സോ ഓപ്ഷൻ ഏത് വരും, ഓപ്ഷൻ എ എന്ന് നമുക്ക് എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഡൈക്കോട്ടിലിഡൻ സീഡ്. ഡൈക്കോട്ട് സീഡിനെ സംബന്ധിച്ച് ഇൻകറക്റ്റ് ആയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ദ സീഡ് കോട്ട് ഹാസ് 2 layers, ദ ഔട്ടർ ടെസ്റ്റ് ആൻഡ് ഇന്നർ ടെഗ്മെന്റ്. കറക്റ്റ് അല്ലേ, സീഡ് കോട്ടിന് 2 ലെയർ ഉണ്ട്, ഔട്ടർ ടെസ്റ്റ് ഇന്നർ ടെഗ്മെന്റും. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഓപ്ഷൻ നോക്കിയേ, ദ മൈക്രോപൈൽ ഈസ് എ സ്മാൾ പോർ ഉണ്ട് സീഡ് കോട്ട്. കറക്റ്റ് അല്ലേ, സീഡ് കോട്ടിന്റെ അകത്തുള്ള ചെറിയ പോറിനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിക്കുന്നത്. ഓക്കെയാണ്. എംബ്രിയോ കൺസിസ്റ്റ് ഓഫ് ആൻ എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ട്ലിഡൻ. എംബ്രിയോയ്ക്കകത്ത് എംബ്രിയോണൽ ആക്സിസും ഉണ്ട്, 2 കോട്ട്ലിഡനും ഉണ്ട്, അത് കറക്റ്റ് ആണ്. ബോത്ത് പ്ലമ്യൂൾ ആൻഡ് റാഡിക്കിൾ ആർ എൻക്ലോസ്ഡ് ഇൻ ഷീറ്റ് കാൾഡ് കോളിയോപ്ലെയിൻ ആൻഡ് കോളിയോറൈസർ റെസ്പെക്റ്റീവ്ലി. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ ആരെ കുറിച്ചല്ല പറഞ്ഞേക്കുന്നത്, ഡൈക്കോട്ട് സീഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിയേ,
ഓവറി വാൾ ആൻഡ് ഓവ്യൂൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഡെവലപ്പ് റെസ്പെക്റ്റീവ്ലി ടു. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി വാൾ എന്തായിട്ട് മാറും? ഓവറി വാള് ഫ്രൂട്ട് വാൾ ആയിട്ടുള്ള എന്തായിട്ട് മാറൂടാ? പെരികാർപ്പായിട്ട് മാറും. പിന്നെയോ പിന്നെന്താ ചോദിച്ചേക്കുന്നത്? ഓവ്യൂൾ എന്തായിട്ട് മാറും? ഓവ്യൂൾ നമുക്ക് സീഡ് ആയിട്ടാണ് മാറുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ഇൻ വേസ്റ്റ് ഗ്രെയിൻ ദ ഔട്ടർ കവറിംഗ് ഓഫ് എൻഡോസ്പേം സെപ്പറേറ്റ് ദ എംബ്രിയോ ബൈ പ്രോട്ടനേഷ്യസ് ലെയർ കാൾഡ്. വേസ്റ്റ് ഗ്രെയിൻ്റെ അകത്ത് ഔട്ടർ കവറിംഗ് ആയിട്ടുള്ള എൻഡോസ്പേമിനെ ഒക്കെ തമ്മിൽ തരംതിരിക്കുന്നത് ഏത് ലെയർ ആണ്? അല്യൂറോൺ ലെയർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ സീഡ് കോട്ട് ഈസ് മെമ്പറേനിയസ് ആൻഡ് ഫ്യൂസ്ഡ് വിത്ത് പെരികാർപ്പിൻ. സീഡ് കോട്ട് മെമ്പറേനിയസും ആണ്, അത് പെരികാർപ്പുമായിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുവാണ്. അങ്ങനെയുള്ള ഏത് ഓപ്ഷനാണ് വരുന്നത്? നമുക്ക് വീറ്റിലും അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്, അതേപോലെ മെയ്സിലും അങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ ആൻസർ എന്ത് വരുവാടാ? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി എന്നുള്ളതായിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. The fruit which develop from the monocarpellary superior ovary and possess only one seed enclosed in hard endocarpus. ഇത്തരത്തിലുള്ള ഫ്രൂട്ട് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഡ്രൂപ്പ് ഫ്രൂട്ടുകൾ എന്നാണ് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ. സെലക്ട് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഫ്രൂട്ട് ഷോൺ ഇൻ ദ ഫിഗർ. തന്നേക്കുന്ന ഫിഗറിന്റെ അകത്തുള്ള ഫ്രൂട്ട് ആരാ? അത് നമ്മുടെ കോക്കനട്ട് ആണ്. അല്ലെങ്കിൽ തന്നേക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ഡ്രൂപ്പ് ഫ്രൂട്ട് ആണ്. ഓക്കെ ആണേ? നോക്കിയേ, വായിച്ചു നോക്കാം നമുക്ക്. ഡെവലപ്പ് ഫ്രം മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി. കറക്റ്റ് ആണ്. മോണോകാർപ്പലറി സുപ്പീരിയർ ഓവറി എന്നാണ് ഡ്രൂപ്പ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എപ്പികാർപ്പീസ് ഫൈബറസ് ആണോ? കോക്കനട്ടിന്റെ എപ്പികാർപ്പ് അല്ല ഫൈബറസ്, കോക്കനട്ടിന്റെ മീസോകാർപ്പ് ആണ് ഫൈബറസ്. സോ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് സച്ച് ആസ് ബനാന ഈസ് ഫോംഡ് ബൈ. പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാവുന്നത് എങ്ങനെയാ? അൺഫെർട്ടിലൈസ്ഡ് ഓവറിക്കകത്ത് നിന്നാണ് അവർ ഉണ്ടാവുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാസന്റേഷൻ the ovaries are borne on the ribs along the ventral suture of the ovary forming two rows. അത് ആരെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? പറഞ്ഞേക്കുന്നത് മാർജിനൽ പ്ലാസന്റേഷനെ കുറിച്ചാണ്. ഇതൊക്കെ NCERT-ക്കകത്ത് നിന്ന് എടുത്തിട്ടുള്ള കറക്റ്റ് അതേ ലൈൻസ് ആണ്. സോ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ്സ് ദ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ഈസ് ബേസൽ. തന്നേക്കുന്നതിന്റെ അകത്ത് ബേസൽ പ്ലാസന്റേഷൻ കാണിക്കുന്ന ആരൊക്കെ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം സൺഫ്ലവർ ബേസൽ പ്ലാസന്റേഷൻ ആണ് കാണിക്കുന്നത്. മാരിഗോൾഡ് ബേസൽ പ്ലാസന്റേഷൻ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഓപ്ഷൻ ഏത് വരുവാ? ഓൾ എക്സെപ്റ്റ് സി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ്സ് ദ ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ഈസ് പരേറ്റൽ. തന്നേക്കുന്നതിന്റെ അകത്ത് പരേറ്റൽ പ്ലാസന്റേഷൻ കാണിക്കുന്ന ആരാന്നാ ചോദിച്ചേക്കുന്നത്? ആരാ? ആർജിമോൻ ആണ് എന്ത് ചെയ്യുന്നത്? പരേറ്റൽ പ്ലാസന്റേഷൻ കാണിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ റോങ്ലി മാച്ച്ഡ് പെയർ. തന്നേക്കുന്നതിന്റെ അകത്ത് തെറ്റായിട്ട് മാച്ച് ചെയ്തേക്കുന്ന പെയർ ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ. മോണഡൽഫസ് സ്റ്റേമൻ ടി. ടിക്കകത്തുള്ളത് മോണഡൽഫസ് അല്ല, ഡയഡൽഫസ് സ്റ്റേമൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് അവിടെ തെറ്റായിട്ടുള്ള മാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ബേസൽ പ്ലാസന്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ. എവിടെയാണ് നമുക്ക് ബേസൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റുന്നത്? സൺഫ്ലവറിലും മരീഗോൾഡിലുമാണ് ബേസൽ പ്ലാസന്റേഷൻ കാണാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ. വിച്ച് ടൈപ്പ് ഓഫ് പ്ലാസന്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ ടൊമാറ്റോ ആൻഡ് ലെമൺ. ടൊമാറ്റോയ്ക്കകത്തും ലെമണിന്റെ അകത്ത് നമുക്ക് ഈ ബി ടൈപ്പ് പ്ലാസന്റേഷൻ ആണ് കാണാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആക്സൽ പ്ലാസന്റേഷൻ ഈസ് ഫൗണ്ട് ഇൻ മൾട്ടിലോക്കുലർ ഓവറി. ആക്സൽ പ്ലാസന്റേഷൻ കാണുന്നത് മൾട്ടിലോക്കുലർ ഓവറിക്കകത്താണ്. ഇൻ ദിസ് പ്ലാസന്റേഷൻ ദ ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് ടു. ഇങ്ങനെയുള്ള പ്ലാസന്റേഷന്റെ അകത്ത് ഓവ്യൂൾസ് എവിടേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഓവറിയുടെ സെൻട്രൽ ആക്സിസിലേക്കായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റാമിനോഡിയസ്. സ്റ്റാമിനോഡ് എന്ന് വിളിക്കുന്ന ആരെയാ? സ്റ്റെറൈൽ സ്റ്റേമനെയാണ് സ്റ്റാമിനോഡ് എന്ന് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫ്ലവേഴ്സ് ആൻഡ്രീഷ്യം ഈസ് സെഡ് ടു ബി സുപ്പീരിയർ. ആൻഡ്രീഷ്യം സുപ്പീരിയർ ആണെന്ന് പറയുന്നു. ഗൈനീഷ്യത്തെ കുറിച്ച് അല്ല പറയുന്നത്, ആൻഡ്രീഷ്യം സുപ്പീരിയർ ആണെന്നാണ് പറയുന്നത്. ചാടിക്കേറി ഹൈപ്പോഗൈനസ് പറഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും. ഇവിടുത്തെ ആൻസർ എന്താടാ? ഓപ്ഷൻ എ എപ്പിഗൈനസ് ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ കണ്ടീഷൻ കാൾഡ് പോളിസെപ്പാലസ് ഷോസ്. പോളിസെപ്പാലസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താ കാണിക്കുന്നത്? ആ കണ്ടീഷന്റെ അകത്ത് സെപ്പൽസ് ഫ്രീ ആയിരിക്കും, അതേപോലെ തന്നെ മോർ ദാൻ 2 സെപ്പൽസ് ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പൊ 2 സെപ്പൽസ് അധികം ഉണ്ടായിരിക്കണം. ഉണ്ടാവുന്ന സെപ്പൽസ് എങ്ങനെയായിരിക്കണം? ഫ്രീ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് പോളിസെപ്പാലസ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ. ദ ലെങ്ത് ഓഫ് ഫിലമെന്റ് ഈസ് വേരിയബിൾ ഇൻ സ്റ്റെംസ് ഓഫ്. ഇവിടെ സ്റ്റെംസ് ഓഫ് എന്ന് ആയിരിക്കത്തില്ല വരേണ്ടത്, സ്റ്റേമൻസ് ഓഫ് എന്നാണ്. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. നോക്കിയേ. ദ ലെങ്ത് ഓഫ് ഫിലമെന്റ് ഈസ് വേരിയബിൾ ഇൻ സ്റ്റേമൻസ് ഓഫ്. ആദ്യ സ്റ്റേമൻസിന്റെ അകത്താണ് ഈ ഫിലമെന്റിന്റെ ലെങ്ത് വേരി ചെയ്തിരിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഒന്ന് പഠിച്ചത് സാൽവി ആയിരുന്നു, പിന്നെ പഠിച്ചത് ഏതാ? മസ്റ്റാർഡ് ആയിരുന്നു. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏത് വരും? ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടേം പോളി അഡൽഫസ് ഈസ് റിലേറ്റഡ് ടു. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ടേമാണ് പോളി അഡൽഫസ് എന്ന് പറയുന്നത്? അത് നമ്മുടെ ആൻഡ്രീഷ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആസ് ട്രൂ ടി ഓർ ഫാൾസ് എഫ് വിത്ത് റെസ്പെക്ട് ടു ആൻഡ്രീഷ്യം, the male reproductive part of the flower and choose the options accordingly.
അപ്പൊ ആൻറ്റിഷ്യത്തെ കുറിച്ച് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാനാ പറഞ്ഞേക്കുന്നത്. നോക്കാം. ഏത് പറയുന്ന ഓപ്ഷൻ നോക്കിയേ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ടല്ലേ ആൻറ്റിഷ്യത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വളരെ ശരിയാണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ. ഈച്ച് സ്റ്റേറ്റ്മെന്റ് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റാക്ക് കാൾഡ് എ പെഡിങ്കിൾ ആൻഡ് ആൻ ആന്തർ. ആ സ്റ്റാക്കിന് നമ്മൾ വിളിക്കുന്ന ഒരു പെഡിങ്കിൾ എന്നാണോ? പെഡിങ്കിൾ എന്നല്ലായിരുന്നു വിളിച്ചത്, അതിന് നമ്മൾ ഫിലമെന്റ് എന്ന് വേണമെന്ന് വിളിക്കാൻ. സോ ഇത് ഫാൾസ് ആണ്. അടുത്ത നോക്കിയേ. ഈച്ച് ആന്തർ ഈസ് യൂഷ്വലി ബൈലോബ് ആൻഡ് ഈച്ച് ലോബ് ഹാസ് 2 pollen sac. അത് കറക്റ്റ് അല്ലേ? ഓരോ ആന്തറും ബൈലോബ്ഡ് ആണ്. ഓരോ ഇതിന്റെ അകത്ത് എന്ത് കാണും? 2 pollen sac വീതം കാണും. സോ അത് ട്രൂ ആണ്. ഇങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കിയേ. എക്ക് ട്രൂ വരണം, ബിക്ക് ഫാൾസ് വരണം. ബിക്ക് ഫാൾസ് വരുന്നത് എക്ക് ട്രൂ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് രണ്ടും എടുക്കണം. സിക്ക് എന്ത് വരണം? സി എന്ന് പറയുന്ന ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സിക്കും കൂടെ ട്രൂ ആന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. നമ്മുടെ ആൻസർ എന്താടാ? ഓപ്ഷൻ എ ആണ് നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. 40ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് പെറ്റൽ, 2 lateral petal ആൻഡ് 2 anterior fused petals in vexillary estivation is called. അപ്പൊ ആ ലാർജസ്റ്റ് പെറ്റലിൽ നമ്മൾ എന്തെന്നാ പറയുന്നത്? സ്റ്റാൻഡേർഡ് പെറ്റൽ എന്ന് പറയും. ലാറ്ററൽ പെറ്റൽസിന് സൈഡിലായിട്ട് നമുക്ക് ചിറക് കാണാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും? വിങ് പെറ്റൽസ് എന്ന് വിളിക്കും. അകത്ത് ഫ്യൂസ് ചെയ്ത് കാണുന്ന 2 പെറ്റൽസിനെ നമ്മൾ കീൽ പെറ്റൽസ് എന്ന് വിളിക്കും. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഫ്ലവർ. ഹൗ മെനി ഓഫ് ദി എബോവ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്? തന്നേക്കുന്നതിന്റെ അകത്ത് എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാ നോക്കേണ്ടത്. നോക്കിയേ. ബ്രാക്റ്റാർ റെഡ്യൂസ്ഡ് ലീവ്സ് ഫൗണ്ട് അറ്റ് ദ ബേസ് ഓഫ് ദി പെഡിസൽ. പെഡിസലിന്റെ ബേസിൽ കാണുന്ന റെഡ്യൂസ്ഡ് ലീഫിനെയാണ് നമ്മൾ ബ്രാക്ട് എന്ന് വിളിക്കുന്നത്. കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ലില്ലി ഫ്ലവർ കാലിക്സ് ആൻഡ് കൊറോള ആർ നോട്ട് ഡിസ്റ്റിങ്. ലില്ലി ഫ്ലവേഴ്സിന്റെ അകത്ത് നമുക്ക് കാലിസിനെയും കൊറോളനെയും ഡിസ്റ്റിന്റ് ആയിട്ട് അറിയാൻ പറ്റത്തില്ല. പെരിയാന്തം നമ്മൾ വിളിക്കും. അതും കറക്റ്റ് ആണ്. അടുത്ത് നോക്ക്. ഇൻ ഫ്ലവർ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ചേഞ്ച് ഇൻറ്റു ഫ്ലോറൽ മെരിസ്റ്റം. കറക്റ്റ് അല്ലേ? ഫ്ലവേഴ്സിന്റെ അകത്ത് ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം ആണ് ആരായിട്ട് മാറുന്നത്? ഫ്ലോറൽ മെരിസ്റ്റം ആയിട്ട് മാറുന്നത്. കറക്റ്റ് ആണ്. അടുത്ത് നോക്ക്. സിമെട്രിക് ഫ്ലവേഴ്സ് ആർ കാൾഡ് ഇറഗുലർ ഫ്ലവേഴ്സ്. സിമെട്രിക് ഫ്ലവേഴ്സിനെ ആണോ നമ്മൾ ഇറഗുലർ ഫ്ലവേഴ്സ് എന്ന് വിളിക്കുന്നത്? അല്ല, അസിമെട്രിക്കലിനെയാണ് വിളിക്കുന്നത്. സോ അത് തെറ്റാണ്. അടുത്ത നോക്കിയേ. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് ആർ ബൈലാറ്ററൽ സിമെട്രി. സൈഗോമോർഫിക് ബൈലാറ്ററൽ സിമെട്രി ആണ്. ബൈ അങ്ങനെ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എത്ര എണ്ണോ കറക്റ്റ് ആയിട്ട് വരുന്നത്? 4 എണ്ണം വരും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓവർ ഈസ് സെറ്റ് ടു ബി ഹാഫ് ഇൻഫീരിയർ ഇൻ ദി ഫ്ലവർ. ഏതിന്റെ അകത്താണ് നമുക്ക് ഓവർ ഹാഫ് ഇൻഫീരിയർ എന്ന് പറയാൻ പറ്റുന്നത്? പെരിഗൈനസിന്റെ അകത്താണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതിന് എക്സാമ്പിൾ ആരൊക്കെ ഉണ്ടായിരുന്നു? പ്ലം ഉണ്ട്, പീച്ച് ഉണ്ട്, റോസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആയിരിക്കും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ ഇൻ വിച്ച് സെപ്പൽസ് ഓർ പെറ്റൽസ് ഓവർലാപ്പ് വൺ അനദർ ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് ഫൗണ്ട് ഇൻ ഓൾ എക്സെപ്റ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് എന്താ? ഈ സെപ്പൽസിന്റെയോ പെറ്റൽസ് എന്ത് ചെയ്യും? ഒന്നിനോടൊന്നിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കാണപ്പെടും. അതൊരു റെഗുലർ ഓർഡറിലാണ് കാണപ്പെടുന്നത്. പറഞ്ഞേക്കുന്നത് ട്വിസ്റ്റഡ് എസ്റ്റിവേഷനെ കുറിച്ചിട്ടാണ്. ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ നമ്മൾ ആരൊക്കെ എക്സാമ്പിൾ ആയിട്ട് പഠിച്ചത്? ചൈന റോസ്, ലേഡീസ് ഫിംഗർ, കോട്ടൺ, മല്ലോ ഫാമിലിയാണ് പഠിച്ചത്. സോ നമുക്ക് ഇത് മൂന്നും അതിന് എക്സാമ്പിൾ ആണ്. കാഷിയാണ് അവിടെ എക്സാമ്പിൾ ആയിട്ട് വരാത്തത്. കാഷിയുടെ എസ്റ്റിവേഷൻ ഏതാടാ? ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ ആണ്. സോ നമ്മുടെ അവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എസ്റ്റിവേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ബി. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ സ്റ്റേറ്റ്മെന്റ് എയും ബിയും നോക്കിയിട്ട് അത് എന്ത് ടൈപ്പ് എസ്റ്റിവേഷനെ കുറിച്ച് പറഞ്ഞേക്കുന്നതെന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ. സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ വോൾ ജസ്റ്റ് ടച്ച് വൺ അനദർ അറ്റ്, ഇവിടെ അറ്റാണ്, അറ്റ് ദ മാർജിൻസ് വിത്തൗട്ട് ഓവർലാപ്പിംഗ്. ഓവർലാപ്പ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള എസ്റ്റിവേഷൻ നമ്മൾ എന്ത് വിളിക്കും? വാൽവേറ്റ് എസ്റ്റിവേഷൻ എന്ന് വിളിക്കും. അടുത്ത നോക്കിയേ. മാർജിൻസ് ഓഫ് സെപ്പൽസ് ഓർ പെറ്റൽസ് ഓവർലാപ്പ് വൺ അനദർ ബട്ട് നോട്ട് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ. ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ അല്ല അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ എന്ന് വിളിക്കും. ഈ ഇംബ്രിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പിരി പോയ പോലെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് അത് വെച്ച് ഓർത്തിരുന്നാൽ മതി. അത്രയ്ക്ക് പർട്ടിക്കുലർ ഡയറക്ഷനിലല്ല. സോ ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ. അപ്പൊ നമുക്ക് എന്ത് വരും ആൻസർ? ഓപ്ഷൻ എ നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് എടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗിവൺ എസ്റ്റിവേഷൻ ഈസ് ഡാഷ് ഫൗണ്ടേഷൻ. തന്നേക്കുന്ന എസ്റ്റിവേഷൻ ഏതാണ്? അത് ഏതിലാണ് കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. തന്നേക്കുന്ന എസ്റ്റിവേഷൻ നോക്കിയാൽ ഒന്നിന് മീതെ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്ത് കാണാൻ പറ്റുന്നു. അതൊരു അറേഞ്ച്ഡ് മാനറിലാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് എസ്റ്റിവേഷനാ? ട്വിസ്റ്റഡ് എസ്റ്റിവേഷൻ ആണ്. അതിന് എക്സാമ്പിൾ ആരാ? ചൈന റോസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പെരിഗൈനസ് ഫ്ലവേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഓൾ എക്സെപ്റ്റ്. പെരിഗൈനസ് ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്ന ആരിലൊക്കെയാ? പ്ലം, പീച്ച്, റോസ്. പ്ലമ്മിൽ കാണാൻ പറ്റും, പീച്ചിൽ കാണാൻ പറ്റും, റോസിൽ കാണാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചൈന റോസിൽ നമുക്ക് കാണാൻ പറ്റില്ല. സോ നമുക്ക് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 47ാമത്തെ ക്വസ്റ്റ്യൻ. The margin of thalamus grows upwards, enclosing the ovary completely and getting fused with it. Such condition of flowers occurs in. എവിടെയാണ് നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് കാണാൻ പറ്റുന്നത്? നമുക്ക് അത് ഗുവയിൽ കാണാൻ പറ്റും, കുക്കുംബറിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ റേ ഫ്ലോറസ് ഓഫ് സൺഫ്ലവറിൽ നമുക്ക് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ കാണാനായിട്ട് പറ്റും. സോ ആൻസർ വരുന്നത് എന്തായിരിക്കും? ഓൾ എക്സെപ്റ്റ് എ, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫിഗർ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്.
അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ഇത് എന്ത് ടൈപ്പ് ആണ് കാണിച്ചേക്കുന്നത്? എപ്പിഗൈനസ് ഫ്ലവേഴ്സിനെ കുറിച്ചാണ് ഈ കാണിച്ചേക്കുന്നത്. സോ ഇത് എപ്പിഗൈനസ് ആണ്. ഇതാണെങ്കിൽ ഹാഫ് ഇൻഫീരിയർ ആണ്. സോ ഇത് പെരിഗൈനസ് ആണ്. ഇത് മൊത്തത്തിൽ ഓവർ ഇൻഫീരിയർ ആയിട്ട് ഐ മീൻ ഗൈനസ് ഇൻഫീരിയർ ആയിട്ട് കിടക്കുവാണ്. അങ്ങനെ നമ്മൾ അതിനെ എന്ത് വിളിക്കും? നമുക്ക് തിരിഞ്ഞു പോയി ഗൈസ്. ഓപ്ഷൻ എ എപ്പിഗൈനസ് ആണോ? ഓപ്ഷൻ എയിൽ കിടക്കുന്നത് ഐ മീൻ ഫിഗർ 1 എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഇത് പെരിഗൈനസ് ആണ്. ഇത് എപ്പിഗൈനസ് ആണ്. ശ്രദ്ധിച്ച് ചെയ്യണം, തിരിക്കരുത്. നോക്കിയാൽ അങ്ങനെ വരുന്ന ഓപ്ഷൻ ഉണ്ടോ നോക്കിയാൽ. ആദ്യത്തെ ഹൈപ്പോഗൈനസ് ഫ്ലവർ ഹാവിംഗ് സുപ്പീരിയർ ഓവറി. രണ്ടാമത്തേത് പെരിഗൈനസ് ഫ്ലവർ ഹാവിംഗ് ഇൻഫീരിയർ ഓവറി. ഇൻഫീരിയർ ഓവറി ആണോ? അല്ലല്ലോ, ഹാഫ് ഇൻഫീരിയർ ഓവറി. കറക്റ്റാ. സിയിൽ എന്താ കിടക്കുന്നത്? എപ്പിഗൈനസ് ഫ്ലവർ ഹാവിംഗ് ഇൻഫീരിയർ ഓവറി. സോ നമുക്ക് കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. സെലക്ട് കറക്റ്റ് വേർഡ്സ് ഫോർ എ ആൻഡ് ബി. എക്കും ബിക്കും കറക്റ്റ് ആയിട്ടുള്ള വേർഡ്സ് എടുത്ത് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ. ഫ്ലവേഴ്സ് ഇൻ ഡാഷ് കനോട്ട് ബി ഡിവൈഡഡ് ഇൻടു 2 ഈക്വൽ റേഡിയൽ ഹാഫ്സ് ഇൻ എനി റേഡിയൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ. ഏത് പ്ലെയിനിൽ കൂടെ മുറിച്ചാലും 2 ഈക്വൽ ഹാഫ്സ് കിട്ടത്തില്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നതിനെ? അസിമെട്രിക്കൽ ഫ്ലവേഴ്സ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആരെയാടാ പഠിച്ചത്? ക്യാനയെ കുറിച്ചായിരുന്നു പഠിച്ചത്. സോ രണ്ടിടത്ത് ക്യാനയുണ്ട്. അടുത്ത നോക്കിയേ. സിമെട്രി ഇൻ ദി ഫ്ലവർ ഓഫ് ബീൻ, കാഷിയ ആൻഡ് ഗുൽമോഹറീസ്. ബീനിന്റെ അകത്തും കാഷിക്കകത്തും ഗുൽമോഹറിന്റെ അകത്തും കാണുന്ന സിമെട്രി ഏതാ? ബയലാട്രൽ സിമെട്രി ആണ്. സോ ബിക്ക് വരേണ്ടത് ബയലാട്രൽ അല്ലെങ്കിൽ സൈഗോമോർഫിക് സിമെട്രി എന്നാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാടാ ഇവിടെ? ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലില്ലി ഡസ് നോട്ട് ഷോ ഡിസ്റ്റിങ്ഷൻ ഇൻടു കാലിക്സ് ആൻഡ് കൊറോള. ലില്ലിക്ക് എന്തില്ല? കാലിക്സ് എന്നും കൊറോള എന്നും ഡിസ്റ്റിങ്ഷൻ ഇല്ല. ദീസ് നോൺ എസെൻഷ്യൽ ഫ്ലോറൽ അപ്പൻഡേജസ് ആർ ടുഗദർ കാൾഡ്. ഈ ഫ്ലോറൽ അപ്പൻഡേജസിനെ നമ്മൾ കൂട്ടി ചേർത്ത് എന്താ വിളിക്കുന്നത്? പെരിയാന്ത് എന്ന് വിളിക്കും. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. സെലക്ട് ദ പ്ലാന്റ്സ് ഹാവിംഗ് ആക്ടിനോമോർഫിക് സിമെട്രി ഇൻ ഫ്ലവർ. ഫ്ലവറിന്റെ അകത്ത് ആക്ടിനോമോർഫിക് സിമെട്രി കാണിക്കുന്ന ആരൊക്കെയാ? മസ്റ്റാർഡ് കാണിക്കും, ഡറ്റ്യൂറ കാണിക്കും, ചില്ലി കാണിക്കും. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ സി, എ, ബി ആൻഡ് ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഫ്ലവർ ക്യാൻ ബി കട്ട് ഇൻടു 2 ഈക്വൽ ഓർ ഐഡന്റിക്കൽ ഹാഫ് ഇൻ എനി റേഡിയൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ. ദിസ് ഫ്ലവർ ഈസ് സെറ്റ് ടു ബി. ഏതൊരു റേഡിയൽ പ്ലെയിനിൽ കൂടെ പാസ് ചെയ്താലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? നമ്മൾ റേഡിയൽ സിമെട്രി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് വിളിക്കും. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫ്ലോറൽ വേൾഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സ്വളൻ എൻഡ് ഓഫ് സ്റ്റാക്ക് ഈസ് കാൾഡ്. ഈ സ്റ്റാക്കിന്റെ സ്വളൻ എൻഡിലായിട്ടാണ് നമ്മൾ ഫ്ലോറൽ വേൾഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്വളൻ എൻഡിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? തലാമസ് എന്ന് വിളിക്കും. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ്. റെസിമോസ് ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിന്റെ പ്രത്യേകത എന്താ? അതിന്റെ മെയിൻ ആക്സിസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വളർന്നുകൊണ്ടേയിരിക്കും. റെസിമോസ് ഉദിച്ചുദിച്ച് പോകുന്നു നമ്മൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. റെസിമോസിൽ എന്ത് ചെയ്യും? അതിന്റെ മെയിൻ ആക്സിസ് കണ്ടിന്യൂ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ അതിന്റെ റെസിമോസ് ഇൻഫ്ലോറസൻസ് ദ മെയിൻ ആക്സിസ്. റെസിമോസ് ഇൻഫ്ലോറസൻസിലെ മെയിൻ ആക്സിസ് എന്താ പ്രത്യേകത? അതിന് അൺലിമിറ്റഡ് ഗ്രോത്ത് ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസിന്റെ അകത്ത് ഫ്ലവേഴ്സ് ആർ അറേഞ്ച്ഡ് ബേസിപ്പെറ്റലി. കറക്റ്റ് അല്ലേ? ഫ്ലവേഴ്സ് ബേസിപ്പെറ്റലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത് നോക്കിയേ. ദ മെയിൻ ആക്സിസ് ടെർമിനേറ്റ് ഇൻ എ ഫ്ലവർ. മെയിൻ ആക്സിസ് എവിടേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടാവും? ഒരു ഫ്ലവറിലേക്ക് ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ എയും ബിയും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എ നമ്പർ ഓഫ് ലീഫ്ലെറ്റ് ആർ പ്രസന്റ് ഓൺ എ കോമൺ ആക്സിസ് കാൾഡ് ദ റാച്ചസ് വിച്ച് റെപ്രസെന്റ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ അകത്ത് ആ റാച്ചസ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? മിഡ്രിബിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി നോക്കിയേ. ഐഡന്റിഫൈ ദ ഫിഗേഴ്സ് എ ആൻഡ് ബി ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. തന്നേക്കുന്ന ഫിഗേഴ്സ് എയും ബിയും ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. എ എന്ന് പറയുന്നത് എന്താടാ? എ എന്ന് പറയുന്നത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആണ്. അടുത്ത ബി എന്ന് പറയുന്നത് എന്താ? വേൾഡ് ഫിലോടാക്സി ആണ്. എക്സാമ്പിൾ അടക്കമല്ലേ കൊടുത്തേക്കുന്നത്? പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ ആരാ? സിൽക്ക് കോട്ടൺ ആണ്. നമ്മുടെ വേൾഡ് ഫിലോടാക്സിക്ക് എക്സാമ്പിൾ ആരാ? അൽസ്റ്റോണിയ ആണ്. അൽസ്റ്റോണിയ. ഓക്കെ ആണേ. നോക്കിയേ. ഇവിടെ നോക്ക്. എ എന്ന് പറയുന്നത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. പ്രസന്റ് ഇൻ അൽസ്റ്റോണിയ. അൽസ്റ്റോണിയയിലല്ല കാണുന്നത്, അതുകൊണ്ട് അത് തെറ്റി. ബി നോക്കിയേ. ബി എന്ന് പറയുന്നത് വേൾഡ് ഫിലോടാക്സി എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണ്. പ്രസന്റ് ഇൻ സിൽക്ക് കോട്ടൺ. സിൽക്ക് കോട്ടന്റെ അകത്ത് വേൾഡ് ഫിലോടാക്സി അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത് നോക്കിയേ. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. അത് അവിടെ നിന്ന് പോയി. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് അല്ലത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ആണ്. ഓപ്ഷൻ ഡി നോക്കിയേ. വേൾഡ് ഫിലോടാക്സി പ്രസന്റ് ഇൻ അൽസ്റ്റോണിയ. അൽസ്റ്റോണിയയിലായിട്ട് കാണാൻ പറ്റുന്ന വേൾഡ് ഫിലോടാക്സി ആണ് നമുക്ക് ബിയിൽ കൊടുത്തേക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പിന്നെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ അകത്ത് എന്താ പ്രത്യേകത എന്നാണ് ചോദിച്ചേക്കുന്നത്? നോക്കിയേ. ലാമിന ഈസ് നോട്ട് ഇൻസൈസ്ഡ്. അത് തെറ്റാ. ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് ടു എ കോമൺ ആക്സിസ് കാൾഡ് റാച്ചസ്. അതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഏതിലാ? പിന്നേറ്റ്ലി കോമ്പൗണ്ടിലാണ് പറയാൻ പറ്റുന്നത്. ആക്സൈൽ ഓഫ് ഈച്ച് ലീഫ്ലെറ്റ് വിയർ ബഡ്. ഓരോ ലീഫ്ലെറ്റിന്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റത്തില്ല? ബഡിനെ കാണാൻ പറ്റത്തില്ല. നോക്കിയേ. ലീഫ്ലെറ്റ് ആർ അറ്റാച്ച്ഡ് ടു ദ ടോപ്പ് ഓഫ് ദി പീറ്റിയോൾ. പീറ്റിയോളിന്റെ ടോപ്പിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ലീഫ്ലെറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ഇൻ ദ ഗിവൺ ഫിഗർ എ ബി ആൻഡ് സി ഷോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫില്ലോടാക്സി. ദീസ് ലീഫ് അറേഞ്ച്മെന്റ്സ് ആർ പ്രസന്റ്. തന്നേക്കുന്ന ഫില്ലോടാക്സ് അനുസരിച്ചിട്ട് അതിന്റെ എക്സാമ്പിൾസ് എടുത്ത് എഴുതാനാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ആദ്യമേ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യമേ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത് ആൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി ആണ്. ആൾട്ടർനേറ്റീവ് ഫില്ലോടാക്സിക്ക് നമുക്ക് എക്സാമ്പിൾ ആര് വരുവാടാ? ചൈന റോസിനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻ കിട്ടും. അടുത്ത് നോക്കിയേ, ഇത് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ആണ്. ഓപ്പോസിറ്റ് ഫില്ലോടാക്സിക്ക് എക്സാമ്പിൾ ആര് വരും? ഗുവ വരും. ഗുവയും കൂടെ വന്നത് കാലോട്രോപ്പിസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഇത് വെട്ടിക്കളയാം. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് തന്നെ ആൻസർ കിട്ടും. എന്താ? ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ഈ സീൻ. ഓപ്പോസിറ്റ് ഫില്ലോടാക്സി നമുക്ക് ആരിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്? കാലോട്രോപ്പിസിലും ഗുവയിലും ആണ് കാണാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ബി കാലോട്രോപ്പിസ് ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. തന്നേക്കുന്നതിന്റെ അകത്ത് തെറ്റായിട്ടുള്ള സെലക്ട് ദ കറക്റ്റ് മാച്ച്. തന്നേക്കുന്നതിന്റെ അകത്ത് കറക്റ്റ് ആയിട്ടുള്ള മാച്ച് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ചൈന റോസ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി കറക്റ്റ് ആണോ? അല്ല, ആൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി എന്ന് പറയുന്നത് തെറ്റാണ്. നീരിയം ആൾട്ടർനേറ്റീവ് ഫില്ലോടാക്സി തെറ്റാണ്. ഗുവ ഓപ്പോസിറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ലീഫ് ഓൺ ദ സ്റ്റെം ഓർ ബ്രാഞ്ച് ഈസ് നോൺ ആസ്. സ്റ്റെമ്മിലോ ബ്രാഞ്ചിലോ ആയിട്ട് നമ്മുടെ ലീഫിന്റെ അറേഞ്ച്മെന്റ് പാറ്റേൺ നമ്മൾ എന്താ വിളിക്കുന്നത്? ഫില്ലോടാക്സി എന്ന് വിളിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയാനാണ്. വായിച്ചു വെക്കാം. ലീഫ് ബേസ് മേ ബി ബിയർ 2 lateral small leaf-like structures called branch. അങ്ങനെ ആ ലീഫ്-like structures നമ്മൾ ബ്രാക്റ്റ് എന്നല്ല വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെന്താ? ഇത് ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത നോക്കിയേ, ഇൻ മോണോകോട്ട് ദ ലീഫ് ബേസ് എക്സ്പാൻഡ് ഇൻ ടു ഷീറ്റ് കവറിംഗ് ദ സ്റ്റെം പാർഷ്യലി ഓർ ഹോളി. മോണോകോട്ടിന്റെ അകത്ത് ഈ ലീഫ് ബേസ് എന്ത് ചെയ്യും? പാർഷ്യലി അല്ലെങ്കിൽ ഹോളി കവർ ചെയ്യുന്ന ഒരു ഷീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അത് ഫാൾസ് അല്ല. അതെന്താണ്? അത് ട്രൂ ആണ്. നോക്കിയേ, എക്ക് ഫാൾസും ബിക്ക് ട്രൂവും വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് നോക്കിയേ. എക്ക് ഫാൾസ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ബിക്ക് ട്രൂ എന്ന് വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടിയ എന്താ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി എന്താണ് പൾവേനസ് എന്ന് പറയുന്നത്? പൾവേനസ് എന്ന് പറയുന്നത് സ്വളൻ ലീഫ് ബേസിനെയാണ് അങ്ങനെ വിളിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വെൻ ലീഫ് ലാമിന ഈസ് ഇൻസൈസ്ഡ് ആൻഡ് ഇൻസിഷൻ ഡു നോട്ട് ടച്ച് ദ മിഡ്രിബ്. ഇൻസൈസ്ഡ് ആണ്, പക്ഷെ ആ ഇൻസിഷൻ എന്ത് ചെയ്തിട്ടില്ല? മിഡ്രിബിലേക്ക് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? അതിനെ നമ്മൾ സിമ്പിൾ ലീഫ് എന്നേ വിളിക്കൂ. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാണ് 67ാമത്തെ ക്വസ്റ്റ്യൻ. പാരലൽ വിനേഷൻ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോസ്റ്റ്. ആരുടെ പാരലൽ വിനേഷൻ? മോണോകോട്ട് ലീഫാണ് കൂടുതലായിട്ടും പാരലൽ വിനേഷൻ കാണിക്കുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ലീഫ്. ലീഫുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെവലപ്സ് അറ്റ് നോഡ് കറക്റ്റ് ആണ്. ലീഫ് ഡെവലപ്പ് ചെയ്യുന്ന നോഡിലാണ്. ബിയേഴ്സ് എ ബഡ് ഇൻ ഇറ്റ്സ് ആക്സൈൽ. ആക്സൈലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ബഡ് ബിയർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അടുത്ത് നോക്കുക, മോസ്റ്റ് കോമൺ വെജിറ്റേറ്റീവ് ഓർഗൻസ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിനുള്ള മോസ്റ്റ് കോമൺ വെജിറ്റേറ്റീവ് ഓർഗൻ ആണ് ആര്? നമ്മുടെ ലീഫ് എന്ന് പറയുന്നത്. ഇനി എന്താ എഴുതിയേക്കുന്നത്? മോണോകോട്ട് ലീഫ് പോസസ് റെട്ടിക്കുലേറ്റീവ് വിനേഷൻ. റെട്ടിക്കുലേറ്റീവ് വിനേഷൻ ആണോ മോണോകോട്ട് കാണിക്കുന്നത്? അല്ല, അവർ കാണിക്കുന്നത് പാരലൽ വിനേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് അവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ സ്ട്രക്ചർ ലേബിൾഡ് ആസ് എ എന്ന് ലേബിൾ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ഇത് നമ്മുടെ NCERT-ക്കകത്ത് തന്നേക്കുന്ന കറക്റ്റ് ഫിഗർ ആണ്. ഇവിടെ അത് ഏതായെന്ന് കൊടുത്തേക്കുന്നത്? സ്റ്റിപ്യൂളിനെയാണ് നമ്മൾ എന്ന് കൊടുത്തേക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ലീഫ് ഒറിജിനേറ്റ് ഫ്രം ഡാഷ് മെരിസ്റ്റം. ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് മെരിസ്റ്റത്തിന്റെ അകത്തുനിന്നാണ്? ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിന്റെ അകത്തുനിന്നാണ്. ആൻഡ് ദ അറേഞ്ച്മെന്റ് ഈസ്. അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഏത് മാനറിലാണ്? അക്രോപെറ്റൽ മാനറിലാണോ അതോ ബേസിപെറ്റൽ മാനറിലാണോ? അവിടെ നമുക്ക് അറേഞ്ച്മെന്റ് വരുന്നത് അക്രോപെറ്റൽ മാനറിലാണ്. സോ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും? ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇൻ പ്ലാന്റ്സ് ലൈക്ക് മിന്റ് ആൻഡ് ജാസ്മിൻ എ സ്ലെൻഡർ ലാറ്ററൽ ബ്രാഞ്ച് arises from the base of main axis and. ശരിക്കും പറഞ്ഞാൽ ഈ സെന്റൻസ് നമ്മുടെ പഴയ NCERT-ക്കകത്ത് ഉള്ളതാണ്. പുതിയ NCERT-ക്കകത്ത് നോക്കിയാൽ നമുക്കതിനെ കാണാൻ പറ്റൂല. ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആഫ്റ്റർ ഗ്രോയിങ് ഏരിയലി ഫോർ സം ടൈം ആസ് ഡൗൺവേർഡ്സ് ടു ടച്ച് ദ ഗ്രൗണ്ട്. പക്ഷെ ഇത് നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇട്ടേ ഉള്ളൂ. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ, ഇത് നമുക്ക് ഡിലീറ്റ് ആയി പോയി എന്ന് പറയാൻ പറ്റത്തില്ല. സോ ഇട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കിയേ, ഫോളോയിങ് ആർ മോഡിഫിക്കേഷൻസ് ഓഫ് ആക്സിലറി ബഡ് എക്സെപ്റ്റ്. തന്നേക്കുന്നതിന്റെ അകത്ത് ആക്സിലറി ബഡിന്റെ മോഡിഫിക്കേഷൻ അല്ലാത്തത് ആരെന്നാ ചോദിച്ചേക്കുന്നത്? ടെൻഡ്രിൽസ് ഓഫ് പി എന്ന് പറയുന്നത് ആക്സിലറി ബഡിന്റെ മോഡിഫിക്കേഷൻസ് അല്ല. സോ നമുക്ക് അതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ആയിരിക്കും അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ഓൾ ഓഫ് ദി ഫോളോയിങ് ആർ സ്റ്റെം മോഡിഫിക്കേഷൻ എക്സെപ്റ്റ്. തന്നേക്കുന്നതിന്റെ അകത്ത് എല്ലാ സ്റ്റെം മോഡിഫിക്കേഷൻസ് ആണ്. ഒരാളൊഴികെ. ആരാ? പിക്ചർ ഓഫ് ഡെഫറൻസസ്. ഡെഫറൻസസിന്റെ പിക്ചർ എന്ന് പറയുന്നത് ലീഫ് മോഡിഫിക്കേഷൻ ആണ്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ. അടുത്ത സ്റ്റെം ഡെവലപ്പ് ഫ്രം ദ റാഡിക്കൽ പാർട്ട് ഓഫ് ദി എംബ്രിയോ. തെറ്റ്. റൂട്ട് ആണ് എന്ത് ചെയ്യുന്നത്? റാഡിക്കൽ പാർട്ടിനെ അറേസ് ചെയ്യുന്നത്. അടുത്ത നോക്കിയേ, ബിയേഴ്സ് നോഡ്, ഇന്റർനോഡ് ആൻഡ് ബഡ്. ഇന്റർനോഡും നോഡും ബഡും ഒക്കെ ഉള്ളത് നമ്മുടെ സ്റ്റെമ്മിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ,
എക്സാമിൻ ദ ഫിഗർ ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ റൂട്ട് ഗിവൺ ഇൻ ദി ഫിഗർ. തന്നേക്കുന്നതിന്റെ അകത്ത് ആ റൂട്ടിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള പേര് എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. അത് പ്രോപ്പ് റൂട്ട് അല്ല, സ്റ്റിൽറ്റ് റൂട്ട് അല്ല, അതെന്താണ്, ന്യൂമാറ്റോഫോർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഒത്തിരി വട്ടം ഡിസ്കസ് ചെയ്ത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മാർക്ക് ദ കറക്റ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു സ്റ്റിൽറ്റ് റൂട്ട്. സ്റ്റിൽറ്റ് റൂട്ടിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനാ പറഞ്ഞേക്കുന്നത്. എറേസസ് ഫ്രം ബേസ് ഓഫ് ദ സ്റ്റെം. സ്റ്റിൽറ്റ് റൂട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് സ്റ്റെമ്മിന്റെ ബേസിൽ എറേസ് ചെയ്യുന്ന രീതിയിലാണ്, കറക്റ്റ് ആണ്. പ്രൊവൈഡ് സപ്പോർട്ട് ആസ് ദേ ആക്ട് ലൈക്ക് എ റോപ്പ് ഓഫ് എ ടെന്റ്. അത് നമുക്ക് പ്ലാന്റ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പ്ലാന്റിനാണ് കൊടുക്കുന്നത്, മെയ്സിലും ഷുഗർ കെയിനിലുമാണ് നമുക്ക് സ്റ്റിൽറ്റ് റൂട്ടിനെ കാണാൻ പറ്റുന്നത്. സോ സിയും കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ. പ്രൊവൈഡ് സപ്പോർട്ട് ആസ് ദേ ആർ ഹാങ്ങിങ് ഫ്രം ബ്രാഞ്ചസ്. ബ്രാഞ്ചസിൽ ഹാങ് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ആരാ, സ്റ്റിൽറ്റ് റൂട്ട് ആണോ? അല്ല, സ്റ്റിൽറ്റ് റൂട്ട് അല്ല, അത് ആരാന്ന് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എന്ത് വരുവാ, എയും ബിയും സിയും ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രോപ്പ് റൂട്ട് ഓർ പില്ലർ റൂട്ട് ഇൻ ബെനിയൻ ട്രീസ് ആർ. പ്രോപ്പ് റൂട്ട് അല്ലെങ്കിൽ പില്ലർ റൂട്ട്, ബെനിയൻ ട്രീസിന്റെ അകത്ത് കാണാൻ പറ്റുന്ന പ്രോപ്പ് റൂട്ടിനെയും പില്ലർ റൂട്ടിനെയൊക്കെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്, അതിനെയൊക്കെ അഡ്വന്റേഷ്യസ് റൂട്ട് എന്നാണ് വിളിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്, ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് 77ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഐഡന്റിഫൈ ദ റീജൻ ഓഫ് റൂട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് അത് റൂട്ടിന്റെ ഏത് റീജൻ ആണ് ഐഡന്റിഫൈ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. നോക്കിയേ. സെൽസ് ഓഫ് ദിസ് റീജൻ ആർ വെരി സ്മാൾ, തിൻ വാൾഡ് ആൻഡ് വിത്ത് ഡെൻസ് പ്രോട്ടോപ്ലാസം. ഏത് റീജന്റെ അകത്താണ് കാണാൻ വരുന്നത്, റീജൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയിലാണ് കാണാൻ വരുന്നത്. അങ്ങനത്തെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്തു പോകും, ക്യാൻസൽ ആയി പോകും. അടുത്ത നോക്കിയേ. സെൽസ് ഓഫ് ദിസ് റീജൻ ആർ റെസ്പോൺസിബിൾ ഫോർ ഗ്രോത്ത് ഓഫ് ദ റൂട്ട് ഇൻ ലെങ്ത്. ലെങ്ത് കൂടുന്നതിന് കാരണം ഏത് റീജൻ ആ, റീജൻ ഓഫ് ഇലോങ്ങേഷൻ ആണ്. അപ്പൊ ഇതും പോയി. അന്നേരം നമുക്ക് ആൻസർ കിട്ടിയ എന്താ, ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ ഈസ് ഡൺ ബൈ റൂട്ട് ഹെയർസ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദി സോൺ ഓഫ്. എവിടെയായിട്ടാ, റൂട്ടിന്റെ ഏത് സോണിലാണ് നമുക്ക് ഈ റൂട്ട് ഹെയർസിനെ കാണാൻ വരുന്നത്, റീജൻ ഓഫ് മെച്ചുറേഷനിലാണ് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം സെൽ ഡിഫറൻസിയേഷന്റെ റീസണിലാണ് കാണാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ. റൂട്ട് ഹെയർസ് ആർ. റൂട്ട് ഹെയർസ് എന്ന് പറയുന്നത് എന്താ, യൂണിസെല്ലുലാർ ആണ്, അതേപോലെ എക്സോജീനസ് ആണ്. ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. 81ാമത്തെ ക്വസ്റ്റ്യൻ. ഗിവൻ ബിലോ ആർ ദ റീജൻസ് ഓഫ് റൂട്ട്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ലേബൽസ് എ ബി സി ആൻഡ് ഡി. എ ബി സി ഡി എന്ന് പറഞ്ഞ് ലേബിൾ ചെയ്ത് കൊടുത്തേക്കുന്നതിന്റെ അകത്ത് മാച്ച് ചെയ്യാതെ വരുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. ആദ്യമേ ഡീനെ കുറിച്ച് പറഞ്ഞേക്കുന്നു. ഡി എന്ന് പറയുന്നത് ആരാടാ, അത് നമ്മുടെ റൂട്ട് ക്യാപ്പ് ആണ്. സിമ്പിൾ ലൈക്ക് സ്ട്രക്ചർ വിച്ച് പെർഫോം ദ ഫംഗ്ഷൻ ഓഫ് ഗ്രാവി പെർസെപ്ഷൻ. അത് കറക്റ്റ് അല്ലേ, കറക്റ്റ് ആണ്. അടുത്ത് നോക്കിയേ. ബി എന്ന് പറയുന്നത് എന്താ, സെൽ ഓഫ് ദിസ് റീജൻ അണ്ടർഗോസ് റാപ്പിഡ് ഇലോങ്ങേഷൻ ആൻഡ് എൻലാർജ്മെന്റ്. റീജൻ ഓഫ് ഇലോങ്ങേഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, കറക്റ്റ് ആണ്. അടുത്ത് നോക്കിയേ. സെൽ ഓഫ് ദിസ് റീജൻ ഡിവൈഡ് റിപ്പീറ്റഡ്ലി. സി എന്ന് പറയുന്നത് ഏത് റീജൻ ആടാ, സി എന്ന് പറയുന്നത് റീജൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്ത് ചെയ്യും, സെൽസ് ഇങ്ങനെ ഭയങ്കര റിപ്പീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും, അതും കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ. റീജൻ ഓഫ് റൂട്ട് പ്രോക്സിമൽ ടു ദ റീജൻ ഓഫ് ദ മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി. എന്നും പറഞ്ഞു കൊടുത്തേക്കുന്ന റീജൻ ഓഫ് റീജൻ ഓഫ് മെച്ചുറേഷൻ ആണ്. റീജൻ ഓഫ് മെച്ചുറേഷൻ എന്ന് പറയുന്നത് ആർക്ക് പ്രോക്സിമൽ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്, റീജൻ ഓഫ് ഇലോങ്ങേഷൻ ആണ് പ്രോക്സിമൽ ആയിട്ട് കാണാൻ പറ്റുന്നത്, അല്ലാണ്ട് ആർക്കല്ല, മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിക്ക് അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു റൂട്ട്. റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. നോക്ക്. സ്റ്റോർസ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. കറക്റ്റ് അല്ലേ, റൂട്ട് റിസർവ് ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാറുണ്ട്. പോസിറ്റീവ്ലി ജിയോട്രോപിക് ആണ്, നെഗറ്റീവ്ലി ഫോട്ടോട്രോപിക് ആണ്, കറക്റ്റ് ആണ്. റൂട്ട് യൂഷ്വലി പൊസസ് ബഡ്സ്. റൂട്ടുകൾ ഏതെങ്കിലും ഒരെണ്ണം ബഡിനെ പൊസസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുമോ, പറ്റത്തില്ല. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. കൺസിഡർ ദ ഫോളോയിങ്. എ റീജൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി, ബി റീജൻ ഓഫ് ഇലോങ്ങേഷൻ, സി റീജൻ ഓഫ് മെച്ചുറേഷൻ. വാട്ട് വിൽ ബി ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഡിഫറെന്റ് റീജൻസ് ഓഫ് റൂട്ട് ഫ്രം അപ്പക്സ്. അപ്പക്സിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ ആരെ കാണാൻ പറ്റുന്നത്, ആദ്യം നമുക്ക് റീജൻ ഓഫ് മെച്ചുറേഷനെ കാണാൻ പറ്റും, അത് കഴിഞ്ഞ് റീജൻ ഓഫ് ഇലോങ്ങേഷനെ കാണാൻ പറ്റും, അത് കഴിഞ്ഞ് റീജൻ ഓഫ് മെറിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിനെ കാണാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്ത് വരും, സി ബി എന്ന് കിടക്കുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ഫൈബറസ് റൂട്ട് സിസ്റ്റം ഈസ് എക്സലന്റ് ഫോർ. ഫൈബറസ് റൂട്ട് സിസ്റ്റം എന്തിനാണ് എക്സലന്റ് ആയിട്ടുള്ളത്, നമുക്ക് സ്റ്റോറേജ് ഓഫ് ഫുഡ് മെറ്റീരിയൽ. ഫൈബറസ് റൂട്ട് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അടുത്ത നോക്കിയേ. അബ്സോർപ്ഷൻ ഓഫ് മിനറൽ ഫ്രം ഡീപ്പർ ലെയർ ഓഫ് സോയിൽ. അത് അത്രത്തോളം ഒന്നും ആഴത്തിൽ ഇറങ്ങി പോകത്തില്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, അത്രയും അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ് ഒന്നും നടക്കത്തില്ല ഡീപ്പർ ലെയറിൽ. അടുത്ത് നോക്ക്. പ്രൊവൈഡിങ് ഗുഡ് ആൻകറേജ് ടു പ്ലാന്റ്സ്. അത് ഓക്കെയാണ്, പ്ലാന്റ്സിന് എന്ത് ചെയ്യും, ഗുഡ് ആൻകറേജ് കൊടുക്കും. സോ നമ്മുടെ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റൂട്ട്സ് ആർ ഡിസ്റ്റിംഗ്വിഷബിൾ ഫ്രം സ്റ്റെമ്മിൽ. റൂട്ടിനെ നമുക്ക് എങ്ങനെ സ്റ്റെമ്മിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റും, ഒന്ന് പ്രസൻസ് ഓഫ് റൂട്ട് ക്യാപ്പ്, കറക്റ്റ് ആണ്.
പ്രസൻസ് ഓഫ് യൂണിസെല്ലുലാർ റൂട്ട് ഹെയർസ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള റൂട്ട് ഹെയർസ് ഉള്ളത് റൂട്ടിന് മാത്രമാണ്. പിന്നെ നോക്കിയേ ആബ്സെൻസ് ഓഫ് നോഡ് ആൻഡ് ഇന്റർനോഡ്, നോഡും ഇന്റർനോഡും ഒക്കെ പ്രസന്റ് ആയിട്ടുള്ളത് സ്റ്റെമ്മിനാണ്, അത് ആബ്സെന്റ് ആയിട്ടുള്ളത് റൂട്ടിനാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് എന്ന് പറയുന്നതായിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത നോക്കിയേ അഡ്വന്റീഷ്യസ് റൂട്ട്സ് ആർ പ്രസന്റ് ഇൻ ഓൾ എക്സെപ്റ്റ്. അഡ്വന്റീഷ്യസ് റൂട്ട് താഴെ തന്നിരിക്കുന്നതിന്റെ അകത്ത് എല്ലാം പ്രസന്റ് ആണ്, ഒരാളിൽ ഒഴികെ. ആരാണ് ആ ഒരാളെന്ന് നോക്കിയേ? അഡ്വന്റീഷ്യസ് റൂട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മോൺസ്റ്റേറയിൽ കാണാൻ പറ്റും, ബെന്യൻ ട്രീയിൽ കാണാൻ പറ്റും, ഗ്രാസസിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് അവിടെ എവിടെ കാണാൻ പറ്റത്തില്ല? മസ്റ്റാർഡിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഈ അഡ്വന്റീഷ്യസ് റൂട്ട് സിസ്റ്റം എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഇതെന്താണ് ആലോചിച്ച് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഓർത്തെടുക്കണം. മാസ്റ്റർ ക്ലാസ് നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക് ആയിരുന്നു ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ ദ ഫംഗ്ഷൻ ഓഫ് എ ടിപ്പിക്കൽ റൂട്ട് സിസ്റ്റം. തന്നേക്കുന്നതിന്റെ അകത്ത് ടിപ്പിക്കൽ റൂട്ട് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമുക്ക് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദ സോയിൽ, കറക്റ്റ് അല്ലേ? ആണ്. പ്രൊവൈഡിങ് എ പ്രോപ്പർ ആൻകറേജ് ടു ദ പ്ലാന്റ്, അതും കറക്റ്റ് അല്ലേ? പ്ലാന്റിന് പ്രോപ്പർ ആൻകറേജ് കൊടുക്കേണ്ടതും റൂട്ടിന്റെ ഫംഗ്ഷൻ ആണ്. അടുത്ത നോക്കിയേ സിന്തസിസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്. പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് സിന്തസൈസ് ചെയ്യുന്നതും ആരുടെ ധർമ്മമാണ്? റൂട്ട് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ ആണ്. സോ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആയിരിക്കും നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ ഇൻ ഡാഷ് ദ പ്രൈമറി റൂട്ട് ഈസ് ഷോർട്ട് lived and replaced by a large number of roots which originated from the base of a stem and constitute dash. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ആറിലോ പ്രൈമറി റൂട്ട് ഷോർട്ട് ലീവ്ഡ് ആണെന്ന് പറഞ്ഞേക്കുന്നു. ഈ തന്നേക്കുന്നതിൽ ആറിലാണ് പ്രൈമറി റൂട്ട് ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ളത്? വീറ്റിലാണ്. ഓക്കെ ആണേ. പിന്നെന്താ പറഞ്ഞേക്കുന്നത്? എന്നിട്ട് അതിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചേക്കുന്നു. വീട്ടില് പ്രൈമറി റൂട്ടിനെ എന്ത് വെച്ചായിരുന്നു റീപ്ലേസ് ചെയ്തത്? ഫൈബറസ് റൂട്ട് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ പ്രൈമറി റൂട്ട് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് കോൺസ്റ്റിറ്റ്യൂട്ട്. പ്രൈമറി റൂട്ടും അതിന്റെ ബ്രാഞ്ചസും കൂടെ ചേർന്നാലാണ് നമുക്ക് ആരുണ്ടാവുന്നത്? ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ടാവുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പാട്ടും പാടി പഠിച്ചതല്ലേ, നമുക്ക് ഓർമ്മയുണ്ട്. അടുത്ത നോക്കിയേ ദ ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് ദി റാഡിക്കൽ ഇൻ ഡാഷ് ഗിവ്സ് ദ ഫോർമേഷൻ ഓഫ് ഡാഷ്, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ഫോർ എ ആൻഡ് ബി. റാഡിക്കൽ ഡയറക്റ്റ് ആയിട്ട് ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രൈമറി റൂട്ട് ഉണ്ടാവുന്നത്. അത് ആരിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? മെജോറിറ്റി ഓഫ് ഡൈക്കോട്ടിലും നമുക്ക് അങ്ങനെയാ കാണാൻ പറ്റുന്നത്. അപ്പൊ എങ്ങനെ വായിക്കുന്നതിനെ? ദ ഡയറക്റ്റ് ഇലോങ്ങേഷൻ ഓഫ് റാഡിക്കൽ ഇൻ മെജോറിറ്റി ഓഫ് ഡൈക്കോട്ട് ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി റൂട്ട് എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. സോ 90ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ത് വരുവാ? ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് 90ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതോടുകൂടി നമുക്ക് മൈനറിന്റെ അകത്ത് വരുന്ന ബയോളജിയുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ എടുക്കാനുള്ളത്? കെമിസ്ട്രിയിലേക്ക് പോവാം. സോ ഇനി നമ്മൾ കെമിസ്ട്രിയിലോട്ട് കയറാൻ പോവാണ്. നോക്കിയേ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ഈസ് മാക്സിമം ഇൻ. ഓർബിറ്റൽ ഓവർലാപ്പിംഗ് ആറിലായിരിക്കും മാക്സിമം ആയിട്ട് കാണാൻ പറ്റുന്നത്? നമുക്കറിയാം PP ഓവർലാപ്പിംഗ് ആണ് എന്തിനെക്കാട്ടിലും കൂടുതൽ? SP ഓവർലാപ്പിനെക്കാട്ടിലും എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതൽ കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ആണ്. ഇവിടെ നോക്കിയേ ഇവിടെ നമ്മൾ Cl2-നകത്ത് കാണാൻ പറ്റുന്നത് PP ഓവർലാപ്പിംഗ് ആണ്. ഇവിടെ ബാക്കി 3 പേരിലും ഉള്ളത് SP ഓവർലാപ്പിംഗ് ആണ്. സോ എക്സ്റ്റെന്റ് ഓഫ് ഓവർലാപ്പിംഗ് കൂടുതൽ PP-യിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഓൾ ദ 4 സിഗ്മ ബോൺസ് ഇൻ പെർക്ലോറേറ്റ് അയോൺ ആർ ഫോംഡ് ബൈ വിച്ച് ഓർബിറ്റൽ. ഏത് ഓർബിറ്റലുമായിട്ട് ചേർന്നിട്ടാണ് ഈ പെർക്ലോറേറ്റ് അയോണിന്റെ അകത്ത് 4 സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. പെർക്ലോറേറ്റ് അയോൺ എങ്ങനെ ഇരിക്കും നോക്കിയേ. പെർക്ലോറേറ്റ് എന്ന് പറയുമ്പോൾ ക്ലോറിനും 4 ഓക്സിജനും വരും. പക്ഷെ 3 ഓക്സിജൻ എന്തായിരിക്കും? ഡബിൾ ബോണ്ടഡ് ഓക്സിജൻ ആയിരിക്കും. ഇതാണ് പെർക്ലോറേറ്റ് അയോൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് 4 സിഗ്മ ബോണ്ടും ഇവിടേക്കല്ലേ ക്ലോറിനുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ ഓപ്ഷൻ ഡി sp3 ആയിരിക്കും അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ sp3d hybridization is considered to be a combination of 2 hybridization. sp3d എന്ന് പറയുന്നത് 2 ഹൈബ്രിഡൈസേഷന്റെ കോമ്പിനേഷൻ വഴി ഉണ്ടാവുന്നതാണ്. അതായിരിക്കാം sp2 ആൻഡ് pd എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് എങ്ങനെയാ വന്നതെന്നൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ഡ്യൂറിംഗ് ദ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് മീഥേൻ CH4 what changes in hybridization does the carbon atom undergo? അപ്പൊ മീഥേൻ കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റൻ നടത്തി കഴിഞ്ഞാൽ കാർബൺ ആറ്റത്തിന് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ മീഥേൻ എന്ന് പറയുന്നത് CH4 ആണ്. കംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റൻ നടത്തണം എന്നുണ്ടെങ്കിൽ അതിന് 2 ഓക്സിജൻ വേണം. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. എത്ര കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും? 1 കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. പിന്നെ നമുക്ക് വാട്ടർ കിട്ടും. എത്ര എണ്ണം കിട്ടും? ബാലൻസ് ചെയ്ത് എഴുതിയാൽ 2 വാട്ടർ നമുക്ക് കിട്ടും. ഇവിടെ നോക്കിയേ മീഥേന്റെ അകത്ത് കാർബണിന്റെ അവസ്ഥ എന്താ? കാർബൺ എല്ലാം sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിലേക്ക് വരുമ്പോഴോ അത് sp ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് മാറും. എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ sp3 to sp എന്ന് പറയുന്നതായിരിക്കും ആൻസർ. അത് എവിടെയാണ് കിടക്കുന്നത്? sp3 to sp എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ എ ആണ്. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ എ ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോംഡ് ആണ്. ഇവിടെ ഫോംഡ് ഫ്രം s ആൻഡ് p ഓർബിറ്റൽ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു. s ഓർബിറ്റലും p ഓർബിറ്റലും കൂടെ ചേർന്നുണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റലിന്
ഏത് ബോണ്ടിങ്ങിലേക്ക് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? സിഗ്മ ബോണ്ടിങ്ങിലേക്ക് മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്ലോറൈഡ് ഹാസ് കൺസിഡറബിൾ കോവാലന്റ് ക്യാരക്ടർ? തന്നിരിക്കുന്നതിന്റെ അകത്ത് ആർക്കാണ് കൺസിഡറബിൾ കോവാലന്റ് ക്യാരക്ടർ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഈ 4 പേരിൽ ഏറ്റവും കുഞ്ഞെന്ന് പറയുന്നത് ലിഥിയം പ്ലസ് ആണ്. സോ അയാൾക്കായിരിക്കും അവിടെ ഏറ്റവും കൺസിഡറബിൾ ആയിട്ടുള്ള കോവാലന്റ് ക്യാരക്ടർ ഒക്കെ കാണിക്കാൻ പറ്റുന്നത്. ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ പഠിച്ചായിരുന്നു? മാസ്റ്റർ ക്ലാസ്സിലെല്ലാം വൃത്തിയായിട്ട് പഠിച്ചതാ. ഇനിയും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ല, അപ്പൊ പൊക്കളയും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ദ കോമ്പൗണ്ട് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ അയോണിക് ബോണ്ട് ഈസ്. തന്നേക്കുന്നതിന്റെ അകത്ത് അയോണിക് ബോണ്ട് കണ്ടെയ്ൻ ചെയ്യാത്ത കോമ്പൗണ്ട് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇതിനകത്ത് HCl-ലാണ് എന്തില്ലാത്തത്? അയോണിക് ബോണ്ട് ഇല്ലാത്തത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. അടുത്ത നോക്കിയേ. മോസ്റ്റ് അയോണിക് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ് ഈസ്. ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് ആൻസർ ഇവിടെ കിട്ടും. ഇവിടെ നോക്കിയേ, സോഡിയം ഫ്ലൂറൈഡ് ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, സോഡിയം ബ്രോമൈഡ് ഉണ്ട്, സോഡിയം അയഡൈഡ് ഉണ്ട്. ഇതിൽ ആരായിരിക്കും ഏറ്റവും കൂടുതൽ അയോണിക് കോമ്പൗണ്ട് ഏറ്റവും കൂടുതൽ അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആരാ? സോഡിയം ഫ്ലൂറൈഡ് അല്ലേ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട്സ് ബൈ 2s2s 2p2p ആൻഡ് 2p2s ഓവർലാപ്പ് ഹാസ് ദ ഓർഡർ. ഇതിന്റെ അകത്ത് ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ നല്ല സ്ട്രെങ്ത് ഉള്ളത്? 2p2p ഓവർലാപ്പിംഗിനായിരിക്കും, അല്ലെങ്കിൽ TP ഓവർലാപ്പിംഗിനായിരിക്കും നല്ല സ്ട്രെങ്ത് ഉള്ളത്. അത് കഴിഞ്ഞാൽ PS ഓവർലാപ്പിംഗിനായിരിക്കും വരുന്നത്. ഏറ്റവും കുറവായിരിക്കും ആർക്ക് വരുന്നത്? SS ഓവർലാപ്പിംഗിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് ഇൻ ബെൻസീൻ ആർ. ബെൻസീന്റെ അകത്ത് എത്ര സിഗ്മ ബോണ്ട് ഉണ്ടെന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ എങ്ങനെ ചെയ്യും? നമ്മൾ ബെൻസീന്റെ സ്ട്രക്ചർ വരച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചേക്കുന്ന സാധനമാണ് സാധാരണ. എത്രയാ? 12 സിഗ്മയും 3 പൈയുമാണ് അവിടെ ഉള്ളത്. നോക്കിയേ, ഇങ്ങനെയാണ് നമുക്ക് ബെൻസീൻ വരുന്നത്. ഞാൻ ആ ഹൈഡ്രജനെ ഒന്ന് നൂത്ത് വരച്ചതാണ്. ഇവിടെ ഹൈഡ്രജൻ, പിന്നെ എന്ത് ചെയ്യും? ആൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ടും വരും. അപ്പൊ ഇതാണ് 3 പൈ ബോണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ. പിന്നെ എത്ര എണ്ണം വരും? ഇത് മൊത്തത്തിൽ 6 എണ്ണം ഉണ്ട്. ഹൈഡ്രജനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 6 സിഗ്മ ബോണ്ട്, പിന്നെ അവർക്ക് ഇടയിൽ വരുന്ന 6 സിഗ്മ ബോണ്ട്. അങ്ങനെ മൊത്തത്തിൽ 12 സിഗ്മ ബോണ്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. മാക്സിമം കോവാലൻസി ഓഫ് കാർബൺ ഈസ്. കാർബണിന്റെ മാക്സിമം കോവാലൻസി എത്രയാ? 4 ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷൻ പ്രസന്റ് ഇൻ SO2 ആൻഡ് SO3 ആർ റെസ്പെക്റ്റീവ്ലി. SO2ന്റെ അകത്തും SO3ക്കകത്തും ഉള്ള ഹൈബ്രിഡൈസേഷൻ ഏതാടാ? SO2ന്റെ അകത്തുള്ളത് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. SO3ക്കകത്ത് വരുന്നതും sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിയടാ. പൊട്ടാസ്യം ഫോംസ് എ ഹൈലി അയോണിക് കോമ്പൗണ്ട് വെൻ ഇറ്റ് കമ്പൈൻസ് വിത്ത്. പൊട്ടാസ്യം ആരുമായിട്ട് ചേരുമ്പോഴാണ് ഹൈലി അയോണിക് കോമ്പൗണ്ട് വരുന്നത്? നമുക്കറിയാം, ഫ്ലൂറൈഡുമായിട്ട് ഫ്ലൂറിനുമായിട്ട് ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പൊട്ടാസ്യം ഹൈലി അയോണിക് കോമ്പൗണ്ട് തരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. വിച്ച് ഹൈബ്രിഡ് സ്റ്റേറ്റ് കനോട്ട് ബി ഷോൺ ബൈ കാർബൺ. താഴെ തന്നിരിക്കുന്നതിന്റെ അകത്ത് കാർബൺ കാണിക്കാൻ പറ്റാത്ത ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാണുമ്പോഴേ അറിയാം, sp3d ആണ് കാണിക്കാൻ പറ്റാത്തത്. കാര്യം എന്താ? കാർബൺ d ഓർബിറ്റൽ ഇല്ല, അതുകൊണ്ടാണ് നമുക്ക് sp3d കാണിക്കാൻ പറ്റാത്തത്. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ട് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഒരു ഇലക്ട്രോവാലന്റ് കോമ്പൗണ്ടിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാ? ഇലക്ട്രിക്കലി ചാർജ്ഡ് ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്. അതല്ലേ നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആ ക്വസ്റ്റിന് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. ഹൈലി അയോണിക് കോമ്പൗണ്ട് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എലമെന്റ്സ് ബിലോങ്ങിങ് ടു. ഹൈലി അയോണിക് കോമ്പൗണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ളവരാണ് അടുത്തടുത്ത് വരേണ്ടത്? മോസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ളവരും അതേപോലെ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളവരും തമ്മിലുള്ള കോമ്പിനേഷനിലാണ് നമുക്ക് ഹൈലി അയോണിക് കോമ്പൗണ്ടുകൾ കിട്ടുന്നത്. അങ്ങനെയുള്ള ആരുണ്ട് ഇവിടെ? നമുക്കറിയാം, ഗ്രൂപ്പ് 1A-യും ഗ്രൂപ്പ് 7A-യും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈലി അയോണിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ കൊണ്ടുതരാൻ പറ്റും. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസറ്റിലീൻ വെൻ സബ്ജക്റ്റഡ് ടു ഹൈഡ്രോജനേഷൻ ദ ഹൈബ്രിഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ചേഞ്ചസ് ഇൻ ദി ഓർഡർ. അപ്പം അസറ്റിലീൻ എന്ന് പറയുന്നത് ആരാ? അസറ്റിലീൻ എന്ന് പറയുന്നത് CH ട്രിപ്പിൾ ബോണ്ട് CH-നെയാണ് നമ്മൾ അസറ്റിലീൻ എന്ന് പറയുന്നത്. ഇയാളെ ഹൈഡ്രോജനേഷന് വിധേയമാകുന്നു എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ ചെയ്യുന്നത്? ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ CH2 ഡബിൾ ബോണ്ട് CH2 ആവും. അത് കഴിഞ്ഞാൽ അയാൾ എന്തായിട്ട് മാറും? CH3 സിംഗിൾ ബോണ്ട് CH3 ആയിട്ട് മാറും. ഇവിടെ നോക്കിയേ, ഇത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ ആകുമ്പോൾ എന്താവും? sp2 ഹൈബ്രിഡൈസ്ഡ് ഫോമിലേക്കും ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് ഫോമിലേക്കും മാറും. സോ നോക്കിയ ആൻസർ വരുന്നത് sp-യിൽ നിന്നും sp2ലേക്ക് പിന്നെ sp3യിലേക്ക്. അങ്ങനെ വരുമ്പോഴത്തേക്കിനും ഓപ്ഷൻ ഡി ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഇലക്ട്രോ നെഗറ്റിവിറ്റീസ് ഓഫ് 2 എലമെന്റ് ആർ 0.7 and 3. ദ ബോണ്ട് ഫോംഡ് ബിറ്റ്വീൻ ദം വുഡ് ബി. അപ്പം ഇലക്ട്രോ നെഗറ്റിവിറ്റീസ്, 2 എലമെന്റിന്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയൊക്കെയാന്ന് പറയുന്നുണ്ട്? 0.7-ഉം 3-യും ആണ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണ് അത് രണ്ടുകൂടെ കൂട്ടുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എത്രയാടാ? 3.7 ആണ് കിട്ടുന്നത്. ഈ 1.7-നെക്കാട്ടിലും കൂടുതലാണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂ എന്നുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്ന എന്ത് ടൈപ്പ് ഓഫ് ബോണ്ട് ആയിരിക്കും?
അയോണിക് ബോണ്ട് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ നമുക്കിവിടെ ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ഇൻ എ ചേഞ്ച് ഫ്രം PCl3 to PCl5 ദ ഹൈബ്രിഡ് സ്റ്റേറ്റ് ഓഫ് ഫോസ്ഫറസ് ചേഞ്ചസ് ഫ്രം. PCl3ക്കകത്ത് ഫോസ്ഫറസിന്റെ ഹൈബ്രിഡ് സ്റ്റേറ്റ് എന്താ? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. PCl5ലേക്ക് വരുമ്പോഴത്തേക്കും അത് sp3d ഹൈബ്രിഡൈസ്ഡ് ആയിട്ട് മാറും. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. sp3 to sp3d എന്ന് വരണം. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് മോളിക്യൂളാർ. ഹൈഡ്രജൻ സയനൈഡ് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ H3 എന്ന് വരും. ഇതിനകത്ത് എത്ര ഇലക്ട്രോൺ പെയർ ഉണ്ടടാ? 4 ഇലക്ട്രോൺ പെയർ അല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി 4 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് sp2 ഹൈബ്രിഡൈസേഷൻ? താഴെ തന്നിരിക്കുന്നതിന്റെ അകത്ത് ആരിലാണ് sp2 ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ആള് C2H6. C2H6 എന്ന് പറയുമ്പോൾ കാർബൺ കാർബൺ, പിന്നെ ഇവിടെ H3 ആയിരിക്കും, ഇവിടെ H3 ആയിരിക്കും. ഇത് sp3 ഹൈബ്രിഡൈസ്ഡ് അല്ലേ? ആണ്. അടുത്ത നോക്കിയേ. C2H4. C2H4 ആകുമ്പോഴത്തേക്കും ഇവിടെ H2 വരും, ഇവിടെ H2 വരും. ബാലൻസ് കറക്റ്റ് ആണെങ്കിൽ ഡബിൾ ബോണ്ട് കൊടുക്കണം. അപ്പൊ ഇത് എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ് ഇവിടെ വരുന്നത്? അവിടെ നമുക്ക് sp2 ഹൈബ്രിഡൈസേഷൻ എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. വാട്ടർ മോളിക്യൂൾസ് കണ്ടെയ്ൻ ഡാഷ് ബോണ്ട്സ് ആൻഡ് ഡാഷ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ. വാട്ടർ മോളിക്യൂളിന്റെ അകത്ത് എത്ര ബോണ്ടും എത്ര ലോൺ പെയർ ഓഫ് ഇലക്ട്രോണും ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ടർ മോളിക്യൂളിന്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാ? H2O, HOH വരും. ഇവിടെ ഒരു ലോൺ പെയർ വരും, ഇവിടെ ഒരു ലോൺ പെയർ വരും. ഇങ്ങനല്ലേ വാട്ടർ മോളിക്യൂൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ. ഇവിടെ എത്ര ബോണ്ടുകൾ ഉണ്ട്? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 2 ബോണ്ടുകളെ അല്ലേ? 2 സിഗ്മ ബോണ്ടുകളെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എത്ര ലോൺ പെയർ ഉണ്ട് അവിടെ? അവിടെ നമുക്ക് 2 ലോൺ പെയർ അല്ലേ കാണാൻ പറ്റുന്നത്. സോ 2 ലോൺ പെയറിനെയാണ് കാണാൻ പറ്റുന്നത്. നോക്കിയേ. 2 സിഗ്മ, 2 സിഗ്മ ബോണ്ട് ഉണ്ട്. ഇത് ലോൺ അല്ല, ഇവിടെ T ആണ്, TW. 2 ലോൺ പെയർസിനെയാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി വരും. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. ബെർലിയം ആറ്റം ഇൻ ബെർലിയം ഫ്ലൂറൈഡ്. ബെർലിയം ഫ്ലൂറൈഡിന്റെ അകത്ത് ബെർലിയം ആറ്റം എന്ത് ഹൈബ്രിഡൈസേഷൻ ആണെന്ന് ചോദിച്ചേക്കുന്നത്. നോക്കിയേ. ബെർലിയം ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ BF2 എന്നാണ് വരുന്നത്. സ്ട്രക്ചർ ഏകദേശം ഇങ്ങനെ വരും. ഇവിടെ 2, ഇവിടെ പിന്നെ പോയിട്ട് 6 ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? ഇവിടെ 6 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ ആണ്. ഇവിടെ പക്ഷെ എന്ത് കാണത്തില്ല? ലോൺ പെയർസ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ബെർലിയത്തിന്റെ കേസിൽ അവിടെ നമുക്ക് 2 ബോണ്ട് പെയർസും 0 ലോൺ പെയർസും ആണ് കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ഹൈബ്രിഡൈസേഷൻ അത്? sp ഹൈബ്രിഡൈസ്ഡ് അല്ലേ? സോ ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ദ സെൻട്രൽ ആറ്റം ഹാസ് 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ? താഴെ തന്നിരിക്കുന്നതിനകത്ത് ആർക്കാണ് സെൻട്രൽ ആറ്റത്തിന് 3 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉള്ളതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്ക്. അമോണിയ എന്ന് പറയുമ്പോൾ NH3. അമോണിയയുടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും? 5 + 3 ഡിവൈഡ് ബൈ 2. 5 3 8 2 4. 4ല് എത്രയാടാ? 3 ബോണ്ട് പെയറുകളും അതേപോലെ 1 ലോൺ പെയറും ആണ് വരുന്നത്. നമുക്ക് വേണ്ടുന്നത് എത്രയായിരുന്നു? 3 ലോൺ പെയർ ആണ്. സോ ഇത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അടുത്ത നോക്കിയേ. xenon ഡൈഫ്ലൂറൈഡ്. xenon ഡൈഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ HCF2 എന്ന് വരും. xenon ഡൈഫ്ലൂറൈഡ്. സോ xenon വരുമ്പോഴത്തേനും 8 ആണ്. 8 2 10 ബൈ 2 5 അല്ലെ? 8 2 10 ബൈ 2 5. 5ന്റെ അകത്ത് നമുക്ക് എങ്ങനെയാ വന്നേക്കുന്നത്? 2 ബോണ്ട് പെയറുകളും ബാക്കി നിൽക്കുന്നത് ലോൺ പെയറും എന്നാണ് വന്നേക്കുന്നത്. സോ നമുക്ക് വേണ്ടതും 3 ലോൺ പെയർസിനെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി xenon ഡൈഫ്ലൂറൈഡ് ആയിരിക്കും അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. ദ ഹൈബ്രിഡൈസേഷൻ ഇൻ PF3. PF3ക്കകത്ത് കാണാൻ പറ്റുന്ന ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. PF3 എന്ന് പറയുമ്പോഴത്തേക്കിനും ഫോസ്ഫറസ് അതിൻ്റെ അകത്തേക്കും 3 ഫ്ലൂറിൻ സിംഗിൾ ബോണ്ടിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നെ അവിടെ എന്തുണ്ടാവും? ഒരു ലോൺ പെയറും കൂടെ കാണും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ ഏതാണ് വരുന്നത്? sp3 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ. സെലക്ട് ദ കറക്റ്റ് ഹൈബ്രിഡൈസേഷൻ ഓഫ് നൈട്രജൻ ആറ്റം ഇൻ ഹൈഡ്രജൻ മോളിക്യൂൾ. NH2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അത് ശരിക്കും ഇങ്ങനെയാണ് നിൽക്കുന്നത്. നൈട്രജൻ സിംഗിൾ ബോണ്ട്, പിന്നെ 2 ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് നിൽക്കും. ഓക്കെ ആണ്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് എന്ത് നിൽക്കും? ഒരു ലോൺ പെയറും കൂടെ നിൽക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരിടത്ത് കാണിക്കുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും അവിടെ കാണിക്കുന്നത്. സോ ഓരോ നൈട്രജൻ ആറ്റത്തിനും ഉള്ളത് sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 pairs of electron present in valence shell of carbon and methane. മീതേന്റെ അകത്ത് കാർബണിന്റെ വാലൻസ് ഷെല്ലിനകത്തുള്ള 4 പെയർ ഓഫ് ഇലക്ട്രോണും എന്തിലാണ് ചോദിച്ചേക്കുന്നത്? ആ 4 പെയർ ഓഫ് ഇലക്ട്രോണും എന്തിലാ? ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സോ നമുക്ക് എന്ത് പറയാം? ഓൾ ബോണ്ട് പെയർസ് എന്ന് പറയാം. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് n s orbitals and m p orbitals take part in hybridization, the hybrid orbitals obtained will be. n s ഓർബിറ്റലും m p ഓർബിറ്റലും കൂടെ ചേർന്ന് ഹൈബ്രിഡൈസേഷൻ നടത്തുകയാണെങ്കിൽ
അവിടെ കിട്ടുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ എണ്ണം എത്രയായിരിക്കും? രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും. ഓപ്ഷൻ എ n+m ആയിരിക്കും നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? തന്നിരിക്കുന്നതിന്റെ അകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ഓർബിറ്റൽസ് ഓഫ് സിംഗിൾ ആറ്റം ഒൺലി വുഡ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ. എന്താ, സിംഗിൾ ആറ്റത്തിന്റെ ഓർബിറ്റൽസ് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഹൈബ്രിഡൈസേഷന് വിധേയമാകത്തുള്ളൂ. കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, there should be very little difference in energies of involved orbitals. അവിടെ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്ന ഓർബിറ്റൽസ് തമ്മിൽ ചെറിയ ചെറിയ എനർജി ഡിഫറൻസേ വരാവൂ. കറക്റ്റ് ആണ്. ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻവോൾവ്. അവിടെ എത്ര ഓർബിറ്റൽസ് പങ്കെടുത്തിട്ടുണ്ടോ അതാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് കണ്ടത്. അതും കറക്റ്റ് ആണ്. അടുത്ത നോക്കിയേ, ദ ഇലക്ട്രോൺസ് അണ്ടർഗോ ഹൈബ്രിഡൈസേഷൻ ആൻഡ് നോട്ട് ദ ഓർബിറ്റൽസ്. അത് തെറ്റല്ലേ? ഇലക്ട്രോൺസ് ആണോ ഹൈബ്രിഡൈസേഷനകത്ത് പങ്കെടുക്കുന്നത്? അല്ല, ഓർബിറ്റൽസ് ആണ് പങ്കെടുക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ തെറ്റായിട്ടുള്ള ആൻസർ. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളതും ഓപ്ഷൻ ഡി ആണ്. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, ഇവിടെ ഡി ഓപ്ഷൻ നോക്കിയേ, ഓർബിറ്റൽസ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ പൊസസ് ഓൺലി സിംഗിൾ ഇലക്ട്രോൺ. അത് തെറ്റല്ലേ? ഓർബിറ്റൽസ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ പൊസസ് ഓൺലി സിംഗിൾ ഇലക്ട്രോൺ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരുവാടാ? ഓപ്ഷൻ ഡി വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് അയോണിക് ക്യാരക്ടർ. തന്നിരിക്കുന്നതിന്റെ അകത്ത് ആർക്കാണ് ഹയസ്റ്റ് അയോണിക് ക്യാരക്ടർ എന്നാ ചോദിച്ചേക്കുന്നത്. നമുക്കിത് കാണുമ്പോഴേ അറിയാം, BaCl2 നാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ അയോണിക് ക്യാരക്ടർ വരുന്നത്. പജൻസ് റൂൾസ് വെച്ചൊക്കെയാണ് നമ്മളത് പറയേണ്ടുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ജസ്റ്റ് ആൻസർ മാത്രം പറഞ്ഞു പോയാൽ മതി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താ? മിക്സിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ഇൻ ആൻ അയോണിക് കോമ്പൗണ്ട് A+H- ദ ഡിഗ്രി ഓഫ് കോവാലന്റ് ബോണ്ടിങ് ഈസ് ഗ്രേറ്റർ ദാൻ. A+H- എന്ന് പറയുന്ന ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ അകത്ത് അതിന്റെ കോവാലന്റ് ബോണ്ടിങ്ങിന്റെ ഡിഗ്രി കൂടുതലായിരിക്കും. എപ്പോഴാ? അവിടെ നമുക്ക് A+ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജുള്ള അയോൺ ചെറുതായിരിക്കണം, അതേപോലെ നെഗറ്റീവ് ചാർജുള്ള അയോൺ എന്തായിരിക്കണം? വലുതായിരിക്കണം, ലാർജ് ആയിരിക്കണം. അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. A+ ആൻഡ് H- അയോൺസ് അത് വരത്തില്ല. A+ ഈസ് സ്മാൾ ആൻഡ് H- അയോൺ ഈസ് ലാർജ്. അതല്ലേ നമുക്ക് വരേണ്ടത്? A+ ഈസ് സ്മാൾ ആൻഡ് H- അയോൺ ഈസ് ലാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ, നമ്പർ ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺസ് ഇൻ ഈഥേൻ മോളിക്യൂളാർ. ഈഥേൻ മോളിക്യൂളിന്റെ അകത്തുള്ള നമ്പർ ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. ഈഥേൻ എന്ന് പറയുമ്പോൾ C പിന്നെ നമുക്ക് 3 ഹൈഡ്രജൻ ഇവിടെ വരും. CH3 അല്ലേ ഈഥേൻ എന്ന് പറയുന്നത്. സോ ഇവിടെ 3 ഹൈഡ്രജൻ വരും. എനിക്ക് ഇലക്ട്രോൺ എണ്ണാനുള്ള എളുപ്പത്തിലാണ് ഇങ്ങനെ എഴുതിയത്. ഇനി എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കിയേ. 1 2 3 4 5 6 7 ബോണ്ട് ഉണ്ട്. അതായത് അവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 14 ഇലക്ട്രോണുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, മോളിക്യൂൾസ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് കോവാലന്റ് ബോണ്ടീസ്. മാക്സിമം നമ്പർ കോവാലന്റ് ബോണ്ട് കാണിക്കുന്ന മോളിക്യൂൾ തന്നേക്കുന്നത് ആരാന്നാ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം യൂറിയക്കകത്ത് CONH2 എന്ന് പറയുന്ന ആരാ? അത് യൂറിയയാണ്. യൂറിയക്കകത്ത് എത്രയാണ് കോവാലന്റ് ബോണ്ട് വരുന്നത്? 8 കോവാലന്റ് ബോണ്ടുകളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. സോ ഇതിലും മാക്സിമം ഒരു കോവാലന്റ് ബോണ്ട് തന്നേക്കുന്നതിന്റെ അകത്ത് ഒന്നിലും നമുക്ക് കാണാൻ പറ്റില്ല. നോക്കിയേ, NH4OH നോക്കുവാണെങ്കിൽ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, NH4++ OH- എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 കോവാലന്റ് ബോണ്ട് ഉണ്ട്. ഈ NH4+ന്റെ അകത്ത് 4 കോവാലന്റ് ബോണ്ടും OH- അകത്ത് ഒരു കോവാലന്റ് ബോണ്ട് കൂടെ ചേർത്തിട്ട് നമുക്ക് അവിടെ 5 ബോണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. NH4Cl നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണുമ്പോഴേ അറിയാം എത്ര കോവാലന്റ് ബോണ്ടേ കാണത്തുള്ളൂ? 4 കോവാലന്റ് ബോണ്ടുകളെ കാണത്തുള്ളൂ. CH3OH നോക്കുവാണെങ്കിൽ എങ്ങനെ എഴുതും? CH3 എന്ന് പറയുമ്പോൾ 3 ഹൈഡ്രജൻ ഇങ്ങനെ വരും, പിന്നെ OH കൂടി ഇങ്ങനെ വരും. അപ്പൊ എത്ര വരും? 5 കോവാലന്റ് ബോണ്ടുകളായിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ ഇതിലെ മാക്സിമം നമ്പർ ഓഫ് കോവാലന്റ് ബോണ്ട് കാണുന്നത് ആരല്ല? യൂറിയക്കകത്താണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ സി വരും. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ് ഫോളോസ് ദ ഒക്ടറ്റ് റൂൾ ഫോർ ഓൾ ഓഫ് ഇറ്റ്സ് ആറ്റം. തന്നേക്കുന്നതിന്റെ അകത്ത് എല്ലാ ആറ്റങ്ങളും ഒക്ടറ്റ് റൂൾ അനുസരിക്കുന്നത് ഏത് മോളിക്യൂളിലാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇതിനകത്ത് നമുക്ക് C2F6 എന്ന് ചെയ്തു വെക്കാം. C2F6 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? കാർബൺ, സിംഗിൾ ബോണ്ട് കാർബൺ, പിന്നെ ഇവിടെ 3 എടുത്ത് നമുക്ക് ഫ്ലൂറിൻ ഇങ്ങനെ കിടക്കുന്ന കാണാൻ പറ്റും. നോക്കിയേ, ഫ്ലൂറിൻ. അതിന്റെ അകത്ത് ഔട്ടർ മോസ്റ്റ് എത്ര വരണം? 7 വരണം. ഒരെണ്ണം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. സോ ബാക്കി ഞാൻ 6 ഇട്ടു. അതേപോലെ ബാക്കിയുള്ളിടത്ത് എല്ലാം എന്ത് കാണും? 6 ഇലക്ട്രോൺസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും ഔട്ടർ മോസ്റ്റ് ഷെല്ലില്. നോക്കിയേ, അന്നേരം മൊത്തത്തിൽ എണ്ണി നോക്കിയേ, ആ ഫ്ലൂറിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയേ. ഫ്ലൂറിന്റെ ചുറ്റും 8 ഇലക്ട്രോൺസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2 4 6, ഈ ബോണ്ടിലുള്ള 2 കൂടെ ചേർത്ത് 8. ഒരു കാർബണിന്റെ അകത്ത് എത്ര വരും? 2 4 6 8 വരും. അപ്പൊ അവിടെ എന്താ? അവിടെ എല്ലാ ആറ്റംസും എന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഓർ സ്പീഷീസ് ഈസ് ഹാവിംഗ് മാക്സിമം നമ്പർ ഓഫ് ലോൺ പെയർ ഇൻ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ. ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിന്റെ അകത്ത് മാക്സിമം നമ്പർ ഓഫ് ലോൺ പെയർസ് കാണിക്കുന്ന സ്ട്രക്ചർ ആരാന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ആദ്യം നമുക്ക് BH4- ചെയ്ത് വെക്കാം. BH4- എന്ന് പറയുമ്പോൾ ബോറോണും അതിന് ചുറ്റും
4 ഹൈഡ്രജനും വരണം. ഓക്കെ ആണ്, 4 ഹൈഡ്രജനും വരണം. ഇവിടെ എല്ലാം ബാക്കി ആ ഹൈഡ്രജന്റെ എന്തിന്റെ എണ്ണോ നമ്മുടെ ഇലക്ട്രോൺസിന്റെ എണ്ണം എല്ലാം കറക്റ്റ് ആണ്, വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം എല്ലാം കറക്റ്റ് ആണ്. ഇവിടെ നമുക്ക് മൈനസ് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം എത്ര ലോൺ പെയർ ഉണ്ട്, അവിടെ ലോൺ പെയർ ഒന്നും തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. സോ അത് 0 ലോൺ പെയർ ആണ്. അടുത്ത് നോക്കിയേ, BF4 ചെയ്യുന്ന സമയത്ത് ബോറോൺ പിന്നെ അതിന്റെ ചുറ്റും 4 ഫ്ലൂറിൻ മോളിക്യൂൾസ് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു ഫ്ലൂറിൻ മോളിക്യൂളിന്റെ അകത്ത് എത്ര ഇലക്ട്രോൺ ആണ് ഉള്ളത് ഔട്ടർ മോസ്റ്റ് ഷെല്ലില്? 7 എണ്ണമാണ് വരുന്നത്. സോ ഇവിടെ ബാക്കി 6 എണ്ണം ദാ ഇങ്ങനെ നിൽക്കും. അത് എല്ലായിടത്തും ഫ്ലൂറിന്റെ അകത്തും എന്ത് കാണും? അങ്ങനെ നിൽക്കുന്ന ആ 6 അൺപെയർഡ് ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസ് കാണും. അല്ലെങ്കിൽ അവിടെ എല്ലായിടത്തും നമുക്ക് 3 ലോൺ പെയേഴ്സിനെ വെച്ച് കാണാനായിട്ട് പറ്റും. BF4 എന്ന് മാത്രം എഴുതാൻ പറ്റത്തില്ല, BF4 മൈനസ് എന്ന് എഴുതണം. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ എത്ര ലോൺ പെയർ ഉണ്ട് ടോട്ടലി നമുക്ക് ഒരു ഫ്ലൂറിന്റെ അകത്ത് 3 എണ്ണം, അങ്ങനെ 4 ഫ്ലൂറിൻ. അപ്പൊ മൊത്തത്തില് 12 ലോൺ പെയേഴ്സ് നമുക്ക് BF4 മൈനസിന്റെ അത് കാണാൻ പറ്റും. ഇനി നമ്മൾ CN മൈനസ് ചെയ്ത് നോക്കിയാലും എന്തായാലും 12 ലോൺ പെയേഴ്സ് CN മൈനസിന്റെ അകത്തില്ല. അതേപോലെ CO Cl2 ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ വരും, C ഡബിൾ ബോണ്ടോ പിന്നെ എത്ര 2 ക്ലോറിനും കൂടി ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ നോക്കിയാൽ 2 എണ്ണം ഓൾറെഡി വന്ന്, അപ്പൊ ഇനി ബാക്കി എന്ത് ചെയ്യണം? 4 ഇലക്ട്രോണും കൂടെ പുറത്തേക്ക് വരണം. അതേപോലെ ക്ലോറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വീണ്ടും 6 എണ്ണം വരണം. ഇവിടെ എന്ത് വരണം? 6 എണ്ണം വരണം. ഇവിടെ എത്ര പേർ ലോൺ പെയർ ഉണ്ടെന്ന് നോക്കിയേ, 1 2 3 4 5 6 7 8 ലോൺ പെയർസ് അല്ലേ ഉള്ളൂ. സോ ഇതും 12-നെക്കാട്ടി കുറവാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഓപ്ഷൻ ബി, BF4 മൈനസിന്റെ അകത്താണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ലോൺ പെയർസ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൗ മെനി നമ്പർ ഓഫ് സ്പീഷീസ് ആർ ഹൈപ്പോവാലന്റ്? ഹൈപ്പോവാലന്റ് എന്താ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താ ഹൈപ്പോവാലന്റ് എന്ന് പറയുന്നത്? സെൻട്രൽ ആറ്റത്തിന്റെ ചുറ്റും 8 ഇലക്ട്രോണിനെക്കാട്ടിലും കുറവാണ് ഇലക്ട്രോണിന്റെ എണ്ണമെങ്കിൽ അത്തരത്തിലുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈപ്പോവാലന്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സ്പീഷീസ് ഹൈപ്പോവാലന്റ് ആണെന്നാ ചോദിച്ചേക്കുന്നത്? നമുക്ക് ചെയ്തു നോക്കാം. BeCl2 എന്ന് പറയുമ്പോഴത്തേക്കും BE, പിന്നെ ഇവിടെ ഒരു ക്ലോറിൻ വരും, ഇവിടെ ഒരു ക്ലോറിൻ വരും. നടുക്കത്താക്ക് എത്ര ഇലക്ട്രോൺ ഇല്ല? 8 ഇലക്ട്രോൺ ഇല്ല. സോ ഇവിടെ എത്ര എണ്ണം ഉണ്ടാ? 2 4 ഇലക്ട്രോൺ അല്ലേ വരത്തുള്ളൂ. അപ്പൊ അയാള് ഹൈപ്പോവാലന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരാളെ കിട്ടി. അടുത്ത നോക്കിയേ, BCl3 ചെയ്ത് നോക്കിയേ. BCl3 എന്ന് പറയുമ്പോഴത്തേക്കിനും ബോറോൺ നടുക്ക്, പിന്നെ ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. എത്ര ഉണ്ട് ബോറോണിന്റെ ചുറ്റും എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയേ? 2 4 6 ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ അതും എന്താണ്? ഹൈപ്പോവാലന്റ് ആണ്. രണ്ടാമത്തെ ആളെ കിട്ടി. അടുത്തത് CCl4 ചെയ്ത് നോക്കണോ? CCl4 ആകുമ്പോഴത്തേക്കും കാർബണിന്റെ ചുറ്റും എത്ര വരും? ഇങ്ങനെ ഇരിക്കും. ക്ലോറിൻ ക്ലോറിൻ ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ ഇരിക്കും. 2 4 6 8 ഇലക്ട്രോൺ വരും. ഇയാൾ എന്തല്ല? ഇയാൾ ഹൈപ്പോവാലന്റ് അല്ല. അടുത്ത PCl3 നോക്കിയേ. ഫോസ്ഫറസ്, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ, ഇവിടെ ക്ലോറിൻ. ഫോസ്ഫറസിന് എന്തുണ്ട്? ലോൺ പെയർ വരും, 2 ഇലക്ട്രോൺ അങ്ങനെ വരും ഇല്ലേ? എത്ര വരും? 1 2 3 4 5. ഫോസ്ഫറസിന്റെ മൊത്തത്തിൽ ഔട്ടർ മോസ്റ്റ് എത്ര വരുന്നത്? 5 ഇലക്ട്രോൺ ആണ് വരുന്നത്. സോ ഇതിനകത്ത് എത്ര എണ്ണം വരും നോക്കിയാൽ 2 4 6 ഈ രണ്ടും കൂടെ ചേർത്തിട്ട് 8 ഇലക്ട്രോൺ നമുക്ക് അവിടെ ബോണ്ടിങ് കഴിയുമ്പോഴത്തേക്കും 8 ഇലക്ട്രോൺ ഫോസ്ഫറസിന്റെ ചുറ്റും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അയാളും എന്തല്ല? ഹൈപ്പോവാലന്റ് അല്ല. പിന്നെ ഓക്സിജൻ ഹൈപ്പോവാലന്റ് അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അടുത്ത ഹൈഡ്രജൻ നോക്കിയേ. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H സിംഗിൾ ബോണ്ട് H എന്നല്ലേ വരുന്നത്. ഇവിടെ മൊത്തത്തിൽ 2 ഇലക്ട്രോൺസ് അല്ലേ ബോണ്ടിങ്ങിൽ പങ്കെടുക്കുന്നുള്ളൂ. അപ്പൊ ഹൈഡ്രജൻ ചുറ്റും 2 ഇലക്ട്രോൺസിനെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ ഹൈഡ്രജനും എന്താണ്? ഹൈപ്പോവാലന്റ് ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ 1 2 3 പേരാണ് നമുക്ക് ഇവിടെ ഹൈപ്പോവാലന്റ് ആയിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ എന്ത് വരും? ഇവിടെ ഓപ്ഷൻ ബി വരും നമുക്ക് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ്പാൻഡഡ് ഒക്ടറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ദി സെൻട്രൽ ആറ്റം. ആരിലാണ് നമുക്ക് എക്സ്പാൻഡഡ് ഒക്ടറ്റ് കാണാൻ പറ്റുന്നതെന്ന് ചോദിച്ചേക്കുന്നത്? ഇവിടെ തന്നേക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. PCl5ന്റെ അകത്താണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? എക്സ്പാൻഡഡ് ഒക്ടറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് മോളിക്യൂൾ ഡീവിയേറ്റ് ഫ്രം ഒക്ടറ്റ് റൂൾ വിത്ത് റെസ്പെക്ട് ടു സെൻട്രൽ ആറ്റം? സെൻട്രൽ ആറ്റത്തിനെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒക്ടറ്റ് റൂളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചേക്കുന്നത്? PCl3 ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യുന്നതാണ് നമുക്കറിയാം. H2S ഒബേ ചെയ്യും, അമോണിയ NH3 ഒബേ ചെയ്യും. അതെല്ലാം ഓക്കെയാണ്. പക്ഷെ HCl4 എന്ത് ചെയ്യത്തില്ല? ഒക്ടറ്റ് റൂൾ ഒബേ ചെയ്യാനെ കൊണ്ട് പറ്റത്തില്ല. ഇവിടെ സെനോണിന്റെ ചുറ്റും നമുക്ക് 10 ഇലക്ട്രോണിന്റെ വാലൻസ് ഷെല്ലിൽ കാണാനായിട്ട് പറ്റും. സോ അതെന്ത് ചെയ്യത്തില്ല? ഒരിക്കലും ഒബേ ചെയ്യത്തില്ല എന്ന് പറയാം. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മോളിക്യൂൾ ദാറ്റ് ഡീവിയേറ്റ് ഫ്രം ദ ഒക്ടറ്റ് റൂൾ. ഒക്ടറ്റ് റൂളിന്റെ അകത്ത് ഡീവിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്ന മോളിക്യൂൾ ഏതാ തന്നേക്കുന്നതില്? നമുക്കറിയാം BeCl2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. വേരിയബിൾ വാലൻസി ഈസ് എ പ്രോപ്പർട്ടി ഓഫ്. ആരുടെ പ്രോപ്പർട്ടി വേരിയബിൾ വാലൻസി എന്ന് പറയുന്നത്? ഓഫ് കോഴ്സ് അത് ട്രാൻസിഷൻ മെറ്റൽസിന്റെ ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാലൻസി ഓഫ് മെറ്റൽ ആറ്റം വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ ഈസ് മാക്സിമം. തന്നേക്കുന്നതിന്റെ അകത്ത് ഏത് മെറ്റൽ ആറ്റത്തിനാണ് ഓക്സിജനോട്ട് നോക്കുമ്പോഴത്തേക്കും മാക്സിമം വാലൻസ് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്? നമുക്ക് ചെയ്തു നോക്കാം. Mn2O7 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഇവിടെ H എന്നും ഇവിടെ -2 എന്ന് എടുത്തു കഴിഞ്ഞാൽ 2H - 14 = 0 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? H = 7 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അടുത്ത നോക്കിയേ. OSO4 ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? ഇവിടെ H -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും H = +8 എന്ന് കിട്ടും. ഈ 8ൽ കൂടുതൽ നമുക്ക് അവിടെ എന്ത് വരത്തില്ല? വാലൻസ് വരത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും? മാക്സിമം വാലൻസ് കാണിക്കുന്നത് OSO4 ആണെന്ന് എഴുതാം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, മെറ്റൽ എം ഫോംസ് എ പെറോക്സൈഡ് ഓഫ് ടൈപ്പ് MO2. എം എന്ന് പറയുന്ന ഒരു മെറ്റൽ MO2 ടൈപ്പ് ഒരു പെറോക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാലൻസി ഓഫ് ദി മെറ്റൽ വിത്ത് റെസ്പെക്ട് ടു ഓക്സിജൻ, ആ മെറ്റലിന് ഓക്സിജനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഉള്ള വാലൻസി എത്ര വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. MO2 ടൈപ്പ് പെറോക്സൈഡിന്റെ വാലൻസി എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത് നമുക്കറിയാം. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ജോമെട്രി ഓഫ് ഇലക്ട്രോൺ വെയ്സ് അറൌണ്ട് ഐ ഇൻ IF5s. നമ്മുടെ IF5ന്റെ അകത്ത് ഐക്ക് ചുറ്റുമുള്ള ഇലക്ട്രോൺ വെയ്സിന്റെ ജോമെട്രി ആണ് ചോദിച്ചേക്കുന്നത്. ഐക്ക് ചുറ്റും എങ്ങനെ വരുവടാ, എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്തു നോക്കാം. ഐഡിന്റെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറമെ 7 വരും. പിന്നെ അവിടെ ബോണ്ടഡ് ആയിട്ടുള്ളത് 5 ഡിവൈഡഡ് ബൈ 2, 6 6 12/2 എന്ന് പറയുമ്പോൾ നമുക്ക് 6 വരും. 6ല് 5 ലോൺ പെയേഴ്സും ഒരു ബോണ്ട് പെയറും എന്നാണ് എഴുതിയേക്കുന്നത്. ഇത് ശരിക്കും പറയുവാണെങ്കിൽ ഈ സാധനത്തിന്റെ ജോമെട്രി നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോൺ പെയറിനെയും ബോണ്ട് പെയറിനെയും പരിഗണിക്കും. ഞാൻ അവിടെ എഴുതിയത് മണ്ടത്തരമാണ്. 5 ലോൺ പെയർ അല്ല, അവിടെ 5 ബോണ്ട് പെയറാ വരുന്നത്. 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ് വരുന്നത്. ശരിക്കും നമ്മൾ ജോമെട്രി പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ലോൺ പെയറിനെയും കൂടി പരിഗണിക്കും. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒക്ടാഹിഡ്രൽ ആയിട്ടായിരിക്കും ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. സോ ഇതോടുകൂടി നമുക്ക് മൈനറിന്റെ അകത്ത് വരുന്ന കെമിസ്ട്രിയുടെ സെക്ഷനും തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഫിസിക്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാടാ, എ പാർട്ടിക്കിൾ മൂവ്സ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് v along a circular path of radius r and completes the circle in time t. The acceleration of the particle is. നമ്മുടെ അടുത്ത് വെച്ച് പറഞ്ഞേക്കുന്നത് എന്താ? ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് v വെലോസിറ്റിയിൽ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നു. സർക്കുലർ പാത്തിന്റെ റേഡിയസ് r ആന്ന് പറയുന്നു. അത് ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തേക്കുന്ന ടൈം എത്രയാന്ന് പറയുന്നു? t ആന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. ശരിക്കും നമുക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ v ഒമേഗ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അത് എങ്ങനെയാ വരുന്നത് നോക്കിയേ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് r ഒമേഗ സ്ക്വയർ ആണ്. വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി എന്ന് പറയുന്നത് r ഒമേഗയാണ്. ഇവിടുന്ന് മാറ്റി എഴുതാൻ പറ്റും. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു r ഒമേഗ ഇൻറ്റു ഒമേഗ. r ഒമേഗ എന്ന് പറയുന്ന v ആണ്. അപ്പൊ v ഇൻറ്റു ഒമേഗ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ വെലോസിറ്റി തന്നിട്ടുണ്ട്, എത്രയാണ്? v ആണ് തന്നിട്ടുണ്ട്. ഒമേഗ എന്ന് പറയുന്നത് എന്താ? 2π/t ആണ് നമ്മുടെ ഒമേഗ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ത് വരും? v ഇൻറ്റു 2π/t എന്ന് വരും. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ, v ഇൻറ്റു 2π/t. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ കാണണം. v ഇൻറ്റു 2π/t. അതാ നടക്കുന്നു. 2πv/t എന്ന് പറയുന്ന ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, an electric fan has blades of length 30 cm as measured from the axis of rotation. If the fan is rotating at 1200 rpm, the acceleration of the point on the tip of the blade is about. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഇലക്ട്രിക് ഫാൻ ഉണ്ട്, അതിന്റെ ലീഫിന്റെ ലെങ്ത് 30 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ഒരു സർക്കുലർ മോഷൻ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ തന്നേക്കുന്നതിനെ റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെന്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ 30 ഇൻറ്റു 10⁻⁻² മീറ്റർ ആണ് നമുക്ക് എടുക്കാം. ഓക്കെ ആണേ. ഇനി എന്താ പറയുന്നത്? ആ ഫാൻ റൊട്ടേറ്റ് ചെയ്യുന്നത് 1200 rpm ലാന്ന് പറയുന്നു. അതായത് തന്നേക്കുന്നത് എന്താ? ഒമേഗയാണ് തന്നേക്കുന്നത് 1200 rpm എന്ന്. ഓക്കെ അല്ലേ? ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? റേഡിയൻ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? 1200 ഇൻറ്റു 2π/60 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടും. ഈ 2 0 പോവും. ഇവിടെ നീ 6 12 വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 220 നമ്മുടെ ആൻസർ കിട്ടും. 220 എന്നല്ല, വെറും 20 ആൻസർ കിട്ടും. 20 ഇൻറ്റു 2 എന്ന് പറയുന്നത് 40 ആണ്. 40π റേഡിയൻ പെർ സെക്കൻഡിന് നമുക്ക് അവിടുത്തെ എന്ത് കിട്ടും? ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി എന്താ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നത്? അതിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ആക്സിലറേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? r ഒമേഗ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് കിട്ടും. ആറിന്റെ വാല്യൂ എത്രയാണ്? 30 ഇൻറ്റു 10⁻⁻² ആണ്. ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പം 40 സ്ക്വയർ, 40 ഇൻറ്റു 40 ഇൻറ്റു പൈയുടെ സ്ക്വയറിനെ ഞാൻ 10 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്ത് എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2 0യും ഈ 10⁻⁻² പോവും. 4 16, 16 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 18, ജസ്റ്റ് 1 3 1 4 4 8, പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട് 0, പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട് 4800 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്കത് എത്രയെന്ന് എടുക്കാം? 4800 എന്ന് എടുക്കാം. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരുവാടാ? 4740 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, certain neutron stars are believed to be rotating about 1 revolution per second. If such a star has a radius of 20 km, the acceleration of the object on the equator of the star will be. നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ചില ന്യൂട്രോൺ സ്റ്റാറുകളുണ്ട്, അവരെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഒമേഗ എന്ന് പറയുന്നത് 1 revolution per second ആന്ന് പറയുന്നു. 1 revolution per second എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ എഴുതൂടാ? 1 ഇൻറ്റു 2π/1 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് എഴുതി കൂടെ? അവിടെ എനിക്ക് എന്ത് കിട്ടും? 2π റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് സച്ച് എ സ്റ്റാർ ഹാസ് റേഡിയസ്, അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നു? 20 കിലോമീറ്റർ ആണെന്ന് പറയുന്നത്. 20 കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോഴത്തേക്ക് 20 ഇൻറ്റു 10⁻³ മീറ്റർ എന്ന് വരും. എന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നു ആ സ്റ്റാറിന്റെ ഇക്വേറ്ററിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കുന്നു. ആക്സിലറേഷൻ എത്രയായിരിക്കും ഇവിടെ? r ഒമേഗ സ്ക്വയർ ആയിരിക്കും അവിടുത്തെ ആക്സിലറേഷൻ വരുന്നത്. റേഡിയസിന്റെ വാല്യൂ ഉണ്ട് എത്രയാണ്? 20 ഇൻറ്റു
10⁻³ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കിനും എത്ര 2πയുടെ സ്ക്വയർ, ഇവിടെ പൈയുടെ ഒക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കുവാണ്. സോ 2π എന്ന് പറയുമ്പോഴത്തേക്ക് 4 ഇൻറ്റു പൈ സ്ക്വയറിനെ ഞാൻ അപ്രോക്സിമേറ്റ്ലി 10 ആക്കി എടുക്കുന്നു. 4 2 8, 8ൽ തുടങ്ങുന്ന ഒറ്റ ആൻസർ ഓപ്ഷൻ ബിക്കകത്തുള്ള 8 ഇൻറ്റു 10⁵ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും നമുക്ക് അവിടുത്തെ ആക്സലറേഷൻ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്റ്റോൺ ടൈഡ് ടു ദ എൻഡ് ഓഫ് എ സ്ട്രിംഗ് ഓഫ് 1 meter long is whirled in a horizontal circle with a constant speed. If the stone makes 22 revolution in 44 seconds, what is the magnitude and the direction of acceleration of the stone is? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, നമ്മളൊരു കല്ല് 1 മീറ്റർ ലെങ്ത് ഉള്ള ഒരു സ്ട്രിംഗിൽ കെട്ടിട്ട് ഇങ്ങനെ ഹൊറിസോണ്ടൽ സർക്കിളിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോൺ 44 സെക്കൻഡിൽ 22 റെവല്യൂഷൻസ് എന്ന രീതിയിലാണ് കറങ്ങുന്നത്. അതിന്റെ എന്തിന്റെ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് ആദ്യമേ ഡയറക്ഷൻ പറയാൻ പറ്റും. ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് വരുന്നത്? എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദ സെന്റർ എന്ന് പറയുന്നിടത്തേക്കായിരിക്കും നമുക്ക് ഡയറക്ഷൻ കാണാൻ പറ്റുന്നത്. റേഡിയസിലൂടെ സെന്ററിലേക്കല്ലേ നമുക്ക് ആക്സിലറേഷൻ ഡയറക്ഷൻ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഓപ്ഷൻസ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിയേ. എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദ സെന്റർ എന്ന് പറയുന്നത് ഒന്ന് ഇവിടെ ഉണ്ട്, എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദ സെന്റർ. അതേപോലെ ഇവിടെ ഉണ്ട് എലോങ് ദ റേഡിയസ് ടുവേഴ്സ് ദ സെന്റർ. ബാക്കി രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്ത് കളയാനായിട്ട് പറ്റും. ഇനി നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡോടെ കണ്ടുപിടിച്ചാൽ മതി. നോക്കിയേ, ഇവിടെ തന്നിട്ടുണ്ട് റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇനി 22 റെവല്യൂഷന് എത്ര സമയം എടുത്തു എന്ന് പറയുന്നു? 44 സെക്കൻഡിൽ 22 റെവല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ കാണുവടാ? ഒരു സെക്കൻഡിലാകുമ്പോഴത്തേനും 22 ഡിവൈഡഡ് ബൈ 44 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/2 റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് വരുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒമേഗനെ റേഡിയൻ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അതെങ്ങനെ മാറ്റും? 1/2 ഇൻറ്റു 2π ഡിവൈഡഡ് ബൈ 1 റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെ നമുക്ക് ഈ 2 2 ക്യാൻസൽ ചെയ്തിട്ട് പറയാം പൈ റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്ത് വരുന്നത്? അവിടുത്തെ ഒമേഗയുടെ വാല്യൂ നമുക്ക് വരുന്നത്. ഇവിടുന്ന് ആക്സിലറേഷൻ ഈസി ആയിട്ട് പറഞ്ഞൂടെ? എന്താ ആക്സിലറേഷന്റെ വാല്യൂ? r ഒമേഗ സ്ക്വയർ ആണ്. നോക്കിയാൽ r എന്ന് പറയുന്നത് 1 ആണ്, ഒമേഗ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കിനും പൈ സ്ക്വയർ എന്ന് വരും. സോ നമുക്ക് അവിടുത്തെ മാഗ്നിറ്റ്യൂഡും കിട്ടി എത്ര? പൈ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നായിരിക്കും വരുന്നത്. നോക്കിയാൽ അങ്ങനത്തെ ആൻസർ കിടക്കുന്നത് എവിടെയാണ്? ഇവിടെ π/4 ആണ് കിടക്കുന്നത്. പൈ സ്ക്വയർ ബൈ 4 ആണ് കിടക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇവിടെ നമുക്ക് പൈ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എ കാർ മൂവിംഗ് വിത്ത് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് ഓൺ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 500 മീറ്റർ. If speed is increasing at a rate of 2 meter per second square, the acceleration of the car is. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു കാറ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നു. അത് മൂവ് ചെയ്യുന്നത് ഒരു സർക്കുലർ പാത്തിലാണ്. അതിന്റെ റേഡിയസ് എത്രയാന്ന് പറയുന്നു? 500 മീറ്റർ ആണ് റേഡിയസ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നു. അതായത് അവിടെ തന്നേക്കുന്നത് 80ന്റെ വാല്യൂ ആണ്. അത് എത്രയാന്ന് പറയുന്നുണ്ട്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് കാറിന്റെ ആക്സലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. കാറിന്റെ ആക്സലറേഷൻ നമുക്ക് AC എന്ന് കൊടുക്കണ്ട. കാറിന്റെ ആക്സലറേഷൻ നമുക്ക് ജസ്റ്റ് A എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ആക്സലറേഷൻ എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത്. അവിടെ കിട്ടുന്നത് ഒരു നെറ്റ് ആക്സലറേഷൻ ആയിരിക്കും. ആരുടെയൊക്കെ നെറ്റ് ആയിരിക്കും? AC-യുടെയും AT-യുടെയും റിസൾട്ടന്റ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന ആക്സലറേഷൻ A എന്ന് പറയുന്നത്. സോ നമുക്ക് എഴുതാം AC സ്ക്വയർ പ്ലസ് AT സ്ക്വയർ ആയിരിക്കും നമുക്ക് അവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത്. ഇതിൽ AT നമുക്കറിയാം എത്രയെന്ന്? 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? AC-നെ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ആക്സലറേഷന്റെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? r ഒമേഗ സ്ക്വയർ എന്നായിരുന്നു കണ്ടുപിടിച്ചത്. ഞാൻ ഇവിടെ r-നെ അങ്ങ് സ്ക്വയർ ചെയ്തു, താഴെ ഒരു r കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ ആണേ. r ഒമേഗ എന്ന് പറയുന്നത് എന്താ? വെലോസിറ്റി v ആണ്. സോ എനിക്ക് ഇവിടെ എന്ത് എഴുതാം? v സ്ക്വയർ ബൈ r എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ AC എന്ന് പറയുന്നതിന്റെ വാല്യൂ എനിക്ക് എത്ര വരുവാടാ? v സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 30യുടെ സ്ക്വയർ 30 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്നത് എത്രയാ? 500 ആണ്. സോ ഈ രണ്ട് സീറോയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര വരും? 9 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. അപ്പൊ ഇവിടെ എനിക്ക് എന്ത് എഴുതാം? 9ന്റെ എത്രയാടാ? 81 വരും. ഡിവൈഡഡ് ബൈ 5ന്റെ 25 വരും. പ്ലസ് AT സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കിനും 2ന്റെ സ്ക്വയർ ആണ്. 2ന്റെ സ്ക്വയർ എത്ര വരും? 4 എന്ന് വരും. ഇത് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എത്ര വരും എന്ന് നോക്കിയേ. 25 ഇൻറ്റു 4 100 ആണ്. അപ്പൊ 181 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് 2.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആൻസർ കിട്ടും. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. ഉണ്ട്. ഓപ്ഷൻ ഡിയിൽ 2.7 ആണ് കിടക്കുന്നത്. സോ നമുക്ക് അതായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്റ്റോൺ ഈസ് ടൈഡ് ടു one end of string 50 centimeter long and is whirled in a horizontal circle with constant speed. If the stone makes 10 revolution in 20 seconds, then what is the magnitude of acceleration of the stone is? അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു സ്റ്റോൺ 50 സെന്റിമീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ്ങിൽ കെട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഹൊറിസോണ്ടൽ സർക്കുലർ മോഷൻ നടത്തുമായിരുന്നു. എന്നിട്ട് അത് 10 റെവല്യൂഷൻസ് 20 സെക്കൻഡിൽ 10 റെവല്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റോണിന്റെ ആക്സലറേഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഇവിടെ തന്നേക്കുന്നതിന് അനുസരിച്ച് നമുക്ക് റേഡിയസ് എന്തെന്ന് എടുക്കാം? 50 സെന്റിമീറ്റർ എന്ന് എടുക്കാം. മീറ്ററിലോട്ട് മാറ്റണ്ട, കാര്യം ആൻസർ എല്ലാം കിടക്കുന്നത് സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ട? അതിനെ മീറ്ററിലോട്ട് മാറ്റണ്ട. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്?
10 റെവല്യൂഷൻ 20 സെക്കൻഡിൽ എടുക്കുന്നു, അല്ലെങ്കിൽ 20 സെക്കൻഡിൽ എത്ര റെവല്യൂഷൻ എടുക്കുന്നുണ്ട്? 10 റെവല്യൂഷൻ എടുക്കുന്നുണ്ട്. അതായത് ഒരു സെക്കൻഡിൽ അത് ഹാഫ് റെവല്യൂഷൻ പൂർത്തിയാക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഒമേഗയുടെ വാല്യൂ എത്ര വരുവാടാ? ഹാഫ് ഇൻറ്റു 2π. നമ്മൾ നേരത്തെ ചെയ്തതാണ്, അതോടെ സ്ക്വയർ ചെയ്ത് വരും. അപ്പൊ ഹാഫ് ഇൻറ്റു 2π എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒമേഗയുടെ വാല്യൂ പൈ റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ ആണേ. ഇനി ആക്സിലേഷൻ കണ്ടുപിടിക്കണം. ആക്സിലേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആർ ഒമേഗ സ്ക്വയർ ആണ് ആക്സിലേഷൻ എന്ന് പറയുന്നത്. റേഡിയസിന്റെ വാല്യൂ 50 സെന്റിമീറ്റർ ആണ്. ഇൻറ്റു പൈ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കിനും പൈ സ്ക്വയർ ആണ്. അത്രയും റേഡിയൻ പെർ സെക്കൻഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. എന്താടാ 50 ഇൻറ്റു പൈ സ്ക്വയറിന്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. പൈ സ്ക്വയറിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും ഞാൻ അതിനെ 10 ആക്കി എടുക്കുന്നു എന്ന് വെച്ചോ. 10 ആക്കി എടുക്കുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 500 എന്ന് ആൻസർ കിട്ടും. ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് ഞാൻ ഈ പൈ സ്ക്വയറിനെ അപ്രോക്സിമേറ്റ് ചെയ്തല്ലേ എടുത്തത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ആൻസർ എന്തെടുക്കാം? 493 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും അവിടുത്തെ ആക്സലേഷൻ വരുന്നതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് അറൌണ്ട് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം ആംഗുലർ സ്പീഡ് ഒമേഗ. ദ റേഡിയസ് ഓഫ് സർക്കുലർ പാത്ത് ഈസ് ആർ. ദ ആക്സലറേഷൻ ഓഫ് പാർട്ടിക്കിൾ ഈസ്. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിൽ കൂടെ മൂവ് ചെയ്യുന്നത് ഒമേഗ ആംഗുലർ സ്പീഡിലാന്ന് പറയുന്നു. അതിന്റെ റേഡിയസ് എത്രയാന്ന് പറയുന്നുണ്ട്? ആണ് അതിന്റെ റേഡിയസ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താ? ആർ ഒമേഗ സ്ക്വയർ ആണെന്ന് അറിയാം. ഇനി വെലോസിറ്റി എന്ന് പറയുന്നത് എന്താടാ? ആർ ഒമേഗയാണ്. ഇവിടെ നമുക്ക് വെലോസിറ്റിയുടെ ഒക്കെ ടേംസ് കിടപ്പുണ്ട്. സോ വെലോസിറ്റി എന്ന് പറയുന്നത് ആർ ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ആർ ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് എടുത്തിട്ട് ഇവിടെ വി ഒമേഗ എന്ന് കൊടുക്കാനായിട്ട് പറ്റും. എന്ത്? ആക്സലറേഷന്റെ വാല്യൂ വി ഒമേഗ നമുക്ക് ഓപ്ഷൻ്റെ അകത്തുണ്ട്. സോ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ മോട്ടോർ കാർ ഈസ് ട്രാവലിംഗ് അറ്റ് 60 മീറ്റർ പെർ സെക്കൻഡ് ഓൺ എ സർക്കുലർ റോഡ് ഓഫ് റേഡിയസ് 1200 മീറ്റർ. ഇപ്പൊ ഒരു മോട്ടോർ കാർ മൂവ് ചെയ്യുന്ന സ്പീഡ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 60 മീറ്റർ പെർ സെക്കൻഡിലാണ് അത് മൂവ് ചെയ്യുന്നത് സർക്കുലർ റോഡിലാണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 1200 മീറ്റർ ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണേ. ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ഇറ്റ് സ്പീഡ് അറ്റ് എ റേറ്റ് ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതെന്താണ് പറഞ്ഞേക്കുന്നത്? 80നെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. അത് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. ദ ആക്സലറേഷൻ ഓഫ് ദ കാർ ഈസ്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ആക്സലറേഷൻ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് ആക്സലറേഷൻ വിൽ ബി ഈക്വൽ ടു AT സ്ക്വയർ പ്ലസ് AC സ്ക്വയർ എന്ന് വരും. ഇതൊക്കെ എങ്ങനെ വരുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, മാസ്റ്റർ ക്ലാസ്സിൽ പറയുന്നുണ്ട്. സോ നമ്മൾ ക്ലാസ് നന്നായിട്ട് കാണണം. ഓക്കെ ആണേ. നമുക്ക് ഇവിടെ AT സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 4ന്റെ സ്ക്വയർ എത്ര വരും? 16 എന്ന് വരും. പ്ലസ് നമ്മൾ AC സ്ക്വയർ കണ്ടുപിടിക്കണം. AC കണ്ടുപിടിക്കണം. AC നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ആർ ഒമേഗ സ്ക്വയർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആർ ഒമേഗ സ്ക്വയർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് നമുക്ക് തോന്നും, പക്ഷെ കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയാൽ ഞാൻ ഇവിടെ ഒരു സ്ക്വയർ ഇട്ടു, ഇവിടെ ഒരു ആർ ഇട്ടു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? വി സ്ക്വയർ ബൈ ആർ ആണ് അവിടുത്തെ AC എന്ന് പറയുന്നത്. സോ വിയുടെ വാല്യൂ എനിക്കറിയാം 60 ആണ്. സോ 60 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 1200 എന്ന് വരും. ഈ സീറോയും ഇതും ക്യാൻസൽ ആയി പോകും. ഇവിടെ വരുമ്പോൾ 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന ആൻസർ കിട്ടും. സോ 16 പ്ലസ് 3ന്റെ സ്ക്വയർ ആകുമ്പോഴത്തേക്കും 9 എന്ന് വരും. അത്രയും അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റൂട്ട് ഓഫ് 25 എന്ന് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ ഏതാടാ? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആൻസർ. ഇവിടെ രണ്ടിടത്ത് നമുക്ക് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് അതിന്റെ 0.5 നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 25 സെന്റിമീറ്റർ അറ്റ് 2 റെവല്യൂഷൻ പെർ സെക്കൻഡ്. ദ ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വിൽ ബി. അപ്പൊ നമ്മൾ ആക്സലറേഷൻ കണ്ടുപിടിക്കണം. നേരത്തെ കണക്ക് തന്നെ ആക്സലറേഷന്റെ ഇക്വേഷൻ എന്താണ്? ആർ ഒമേഗ സ്ക്വയർ എന്നാണ്. ഇവിടെ നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട് എത്രയാണ്? 25 സെന്റിമീറ്റർ തന്നേക്കുന്നു. സോ 25 ഇൻറ്റു 10⁻⁻² മീറ്റർ ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? 2 റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒമേഗേനെ എന്താക്കി എഴുതാം? ഒമേഗേനെ റേഡിയൻ പെർ സെക്കൻഡിലേക്ക് ആക്കുമ്പോഴത്തേക്കും 2 ഇൻറ്റു 2π ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4π റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ എത്ര കിട്ടുമെന്ന് നോക്കിയേ. 25 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു ഒമേഗ സ്ക്വയർ. നമുക്കിവിടെ പൈ സ്ക്വയർ എന്നുള്ള ടൈമിലാണ് വാല്യൂ കിടക്കുന്നത്. സോ 4ന്റെ സ്ക്വയർ എത്ര വരും? 16 ഇൻറ്റു പൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ ആണ്. ഇത് രണ്ടും കൂടെ വെട്ടുമ്പോഴത്തേക്കും നമുക്ക് 4 എന്ന് കിട്ടും. 4ഉം 16 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. സോ 4π സ്ക്വയർ ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ആൻസർ എന്താ? ഓപ്ഷൻ സി ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. എ ബോഡി ഈസ് മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഇറ്റ് ഹാസ്. ഒരു ബോഡി ഒരു സർക്കുലർ പാത്തിൽ കൂടെ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ എന്തായിരിക്കും കോൺസ്റ്റന്റ്? അതിന്റെ ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഓപ്ഷൻ സി ആൻഡ് ആക്സലറേഷൻ ഓഫ് കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ ദ വെലോസിറ്റി വെക്ടർ ആൻഡ് ആക്സലറേഷൻ വെക്ടർ. യൂണിഫോം സർക്കുലർ മോഷൻ ആണെങ്കിൽ വെലോസിറ്റി വെക്ടറും ആക്സലറേഷൻ വെക്ടറും എങ്ങനെയായിരിക്കും? പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഈസ് ഗിവൺ ബൈ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഇക്വേഷൻ എന്താണ്? വി സ്ക്വയർ ബൈ ആർ ആണ്. ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. വെൻ എ പാർട്ടിക്കിൾ മൂവ്സ് ഇൻ എ യൂണിഫോം സർക്കുലർ മോഷൻ ഇറ്റ് ഹാസ്. ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ
അതിന് എങ്ങനത്തെ വെലോസിറ്റി ഉണ്ടാവുന്നത്? ടാൻജൻഷ്യൽ വെലോസിറ്റിയും അതേപോലെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? റേഡിയൽ ആക്സലറേഷനും ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ടാൻജൻഷ്യൽ വെലോസിറ്റി ആൻഡ് റേഡിയൽ ആക്സലറേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ദ ആവറേജ് ആക്സലറേഷൻ വെക്ടർ ഫോർ എ പാർട്ടിക്കിൾ ഹാവിംഗ് എ യൂണിഫോം സർക്കുലർ മോഷൻ ഓവർ എ കംപ്ലീറ്റ് റെവല്യൂഷൻ ഈസ്. അപ്പൊ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഒരു പാർട്ടിക്കിൾ കംപ്ലീറ്റ് ഒരു റെവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വരുന്ന ആവറേജ് ആക്സലറേഷന്റെ ആവറേജ് ആക്സലറേഷൻ വെക്ടർ എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയേ, കംപ്ലീറ്റ് ആയിട്ട് ഒരു റെവല്യൂഷൻ നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയി എന്നാണ് അർത്ഥം. അതായത് പിന്നെ ഇവിടെ എന്തുണ്ടാവത്തില്ല, അവിടെ നമുക്ക് ആക്സലറേഷന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വെക്ടർ ഒന്നും ഉണ്ടാവത്തില്ല. ഇനി വെക്ടർ ഫോമിൽ പറയണമെങ്കിൽ നമുക്ക് പറയാം എന്തായിരിക്കും, അതൊരു നൾ വെക്ടർ ആയിരിക്കും എന്ന് പറയാം. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ പാർട്ടിക്കിൾ റിവോൾവ്സ് അറൗണ്ട് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ്, ദ ആക്സലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ്. ഇപ്പൊ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ എന്താ ഒരു സർക്കുലർ പാത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? എലോങ് ദ റേഡിയസിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആക്സലറേഷൻ ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് y is equal to ax minus bx square where a and b are constants of motion. Match the quantities in column 1 with the relations in column 2. നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? നമുക്ക് പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താ? y is equal to ax minus bx square ആണ് പ്രൊജക്ടൈലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നു. എയും ബിയും അവിടുത്തെ കോൺസ്റ്റന്റുകളാന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കോളംസ് തമ്മിൽ മാച്ച് ചെയ്യാനായിട്ട് ചോദിച്ചേക്കുന്നത്. നമുക്ക് മാച്ച് ചെയ്യാം. നോക്കിയേ, ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ഈ തന്നേക്കുന്ന അനുസരിച്ച് നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റിനെ എങ്ങനെ എഴുതാടാ? റൂട്ട് ഓഫ് ജി ഇൻറ്റു 1 പ്ലസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b എന്ന് നമുക്ക് എടുക്കാം. ഇതൊക്കെ എങ്ങനെയാ വരുന്നത് നമ്മൾ ക്ലാസ്സിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ ഡിറൈവ് ചെയ്തിരുന്ന എന്ത് ചെയ്യണ്ട, സമയം കളഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അടുത്ത നോക്കിയേ, ദ ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് എ ഡിവൈഡഡ് ബൈ ബി ആണ് നമുക്ക് അവിടുത്തെ റേഞ്ച് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അടുത്ത നോക്കിയേ, മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്ടൈൽ. ആ പ്രൊജക്ടൈൽ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് എ സ്ക്വയർ ബൈ 4b ആയിരിക്കും. അത്രയും ആകുമ്പോഴത്തേന് ആൻസർ കിട്ടുമെന്ന് നോക്കിയേ. യു എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് എസിലേക്ക് പോകണം. അങ്ങനത്തെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. ബി എന്ന് പറയുന്നത് പിയിലേക്കാണോ പോയേക്കുന്നത്? എ ബൈ ബി ആണ് റേഞ്ച് വരേണ്ടുന്നത്. ഓക്കെ ആണ്. ബി എന്ന് പറയുന്നത് പിയിലേക്കാണ് പോയേക്കുന്നത്. സി എന്താടാ? സി നോക്കിയേ, മാക്സിമം ഹൈറ്റ് അല്ലായിരുന്നോ? മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് എന്ന് പറയുന്നത് എത്ര? എ സ്ക്വയർ ഡിവൈഡ് ബൈ 4b ആണ്. സോ സിക്ക് 6 വരണം. സിക്ക് 6 വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ, എ പ്ലെയർ കിക്സ് എ ബോൾ അറ്റ് എ സ്പീഡ് ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് സോ ദാറ്റ് ഇറ്റ്സ് ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് മാക്സിമം. അപ്പൊ എന്ത് ചെയ്യാണ്? ഒരു പ്ലെയർ 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ബോളിനെ കിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം എന്ന് പറയുന്നുണ്ട്. ആർ മാക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ നമുക്കറിയാം. ആർ മാക്സ് എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ ജി ആണ്. യു സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ? 20 ഇൻറ്റു 20 ഡിവൈഡ് ബൈ ജിന്ന് ഞാൻ 10 ആക്കി എടുക്കുന്നു. സോ എനിക്ക് അവിടെ എന്ത് കിട്ടൂടാ? 40 മീറ്റർ ആണ് അതിന്റെ റേഞ്ച് എന്ന് കിട്ടും. അതായത് അയാൾ ഇതാ ഇവിടുന്ന് ആ പന്ത് ഇങ്ങനെ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പന്ത് അങ്ങനെ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഈ മാക്സിമം റേഞ്ച് വരുന്നത് എത്രയായിരിക്കും? 40 മീറ്റർ ആയിരിക്കും എന്നാണ് ഇപ്പൊ പറഞ്ഞത്. ഇങ്ങോട്ടേക്ക് യു വെലോസിറ്റി ഉണ്ടെന്നും പറഞ്ഞു, അല്ലെങ്കിൽ 20 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണേ. ഇനി another player 24 meter away in the direction of kick starts running in the same direction at the same instant of hit. അതായത് ഇവിടെ ഈ പുള്ളിക്കാരൻ പന്ത് അടിച്ച അതേ സമയത്ത് ഇവിടുന്ന് ഇതിന്റെ ഈ പന്ത് നിൽക്കുന്ന പോയിന്റിൽ നിന്ന് 24 മീറ്റർ മാറി നിൽക്കുന്ന ഇയാൾ എന്ത് ചെയ്തു? ഇയാൾ ഓടാനായിട്ട് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? ആ പന്ത് ക്യാച്ച് പിടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇഫ് ഹി ഹാസ് ടു ക്യാച്ച് ദ ബാൾ ജസ്റ്റ് ബിഫോർ ഇറ്റ് റീച്ചസ് ദി ഗ്രൗണ്ട്. അത് ആ പന്ത് എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അയാൾക്ക് ആ ബോളിനെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് റൺ വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു, അയാൾ ഓടേണ്ട വെലോസിറ്റി എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യുവാടാന്ന് ചോദിക്കാൻ നമുക്കറിയാം. എന്താ ഇത്രയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം. ആർ മാക്സ് കണ്ടുപിടിച്ചു. നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. ഓക്കെ ആണ്. ഇനി നോക്കിയാൽ ഞാൻ പറയുവാണ്, ഇവിടുന്ന് 24 മീറ്റർ മാറിയിട്ടായിരുന്നു ആര് നിന്നത്? അയാൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് മൊത്തത്തിൽ പോകുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇയാള് ഇങ്ങോട്ടേക്ക് ഓടുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് 40 മൈനസ് 24 ആയിരിക്കും. ദാറ്റ് വിൽ ബി 16 മീറ്റർ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ ട്രാവൽ ചെയ്ത് അപ്പുറത്ത് പോയിട്ട് ആ പന്തിനെ ക്യാച്ച് പിടിക്കേണ്ടത്. ഇനി ഇയാൾ ഇവിടെ എത്തുന്ന അതേ സമയം കൊണ്ട് തന്നെയല്ലേ പന്ത് ഇതാ ഇവിടുന്ന് പ്രൊജക്ട് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുന്നത്? ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആയിട്ടുള്ള ടി ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ബൈ ജി വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് അവിടുത്തെ ടൈം പീരീഡ് കണ്ടുപിടിക്കാം. ഓക്കെ ആണേ. 2 ഇൻറ്റു യു എന്ന് പറയുന്നത് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സൈൻ തീറ്റ ഇവിടുന്ന് മാക്സിമം റേഞ്ച് പോകണമെങ്കിൽ തീറ്റ എത്രയായിരിക്കണം? ഉറപ്പായിട്ടും 45 ഡിഗ്രി ആയിരിക്കണം തീറ്റ വരുന്നത്.
അങ്ങനെയാണെങ്കിൽ സൈൻ 45 എന്ന് പറയുന്നത് എത്രയാ 1/√2 ആണ് ഡിവൈഡഡ് ബൈ ജി എന്ന് പറയുന്നത് 10 എടുക്കുവാണ് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും 2√2 എന്ന് എനിക്ക് ആൻസർ കിട്ടത്തില്ലേ അത്രയും സെക്കൻഡ് ആണ് എന്ത് ചെയ്തത് ഇവിടുന്ന് ഈ പന്ത് ഇപ്പുറത്തേക്ക് പോകാൻ എടുത്ത സമയം അല്ലെങ്കിൽ ഇയാൾ ഇവിടേക്ക് ഓടിയ സമയം എന്ന് പറയുന്നത് ഇയാൾ ഇവിടേക്ക് ഓടിയിട്ടുള്ള സമയമാണ് എനിക്ക് കിട്ടിയത് എത്രയാണ് 2√2 എന്ന് പറയുന്നത് ഇതേ 2√2 തന്നെയാണ് ഈ പന്ത് ട്രാവൽ ചെയ്തെടുത്തിട്ടുള്ള സമയം ഓക്കെ ആണേ ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ ഇയാളുടെ വെലോസിറ്റി എത്രയാണെന്നാ ചോദിച്ചേക്കുന്നത് നോക്കിയാടാ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 16 മീറ്റർ ആണ് നമുക്കറിയാം അതുപോലെ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു അയാൾ ഓടാൻ എടുത്ത സമയം എന്ന് പറയുന്നത് എത്രയാ 2√2 സെക്കൻഡ് ആണ് കണ്ടുപിടിച്ചു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് വി കണ്ടുപിടിച്ചൂടെ എന്താ ഈ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ എസ് ഇസ് ഈക്വൽ ടു വി ടി എന്ന് വരും അവിടുന്ന് വി ഷുഡ് ബി ഈക്വൽ ടു എസ് ബൈ ടി ആണ് എസ് ബൈ ടി എന്ന് പറയുമ്പോഴത്തേനും 16 ഡിവൈഡ് ബൈ 2√2 എന്ന് വരും 8 നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് എഴുതാം 4√2 മീറ്റർ പെർ സെക്കൻഡ് അവിടെ നമുക്ക് ആൻസർ കിട്ടും ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതാടാ ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ 4 bodies A, B, C and D are projected with equal speeds having angle of projection 15 degree, 30 degree, 45 degree and 60 degree with the horizontal respectively. The body having the shortest ranges. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത് എ ബി സി ഡി എന്ന് പറയുന്ന 4 ബോൾ ഉണ്ട് അതിനെ നമ്മൾ തന്നേക്കുന്ന ആംഗിളുകളിൽ പ്രൊജക്ട് ചെയ്യുന്നു അവരിൽ ആർക്കാണ് ഏറ്റവും കുറവ് റേഞ്ച് വരുന്നതാണ് ചോദിച്ചേക്കുന്നത് നമുക്കറിയാം റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ 2θ ബൈ ജി അല്ലേ ആണ് അവിടെ നമുക്ക് എന്ത് എഴുതാം റേഞ്ച് വിച്ച് ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ നമുക്ക് അവിടെ നിന്ന് എഴുതാനായിട്ട് പറ്റും അതായത് ആംഗിൾ എത്രത്തോളം കൂടുന്നു നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത് എത്രത്തോളം കൂടുതൽ ആംഗിളിലാണോ പ്രൊജക്ട് ചെയ്യുന്നത് അത്രത്തോളം എന്തും കൂടുതലായിരിക്കും റേഞ്ചും കൂടുതലായിരിക്കും നമുക്ക് വേണ്ടുന്നത് എന്താ ഷോർട്ടസ്റ്റ് റേഞ്ച് ആണ് നമുക്ക് വേണ്ടുന്നത് സോ അവിടെ ഏറ്റവും കുറവ് ആംഗിൾ ആർക്കാണെന്ന് നോക്കണം 15 ഡിഗ്രി അല്ലേ ഉള്ളതിൽ ഏറ്റവും കുറവ് അത് ഏത് ബോഡിയിൽ നമ്മൾ 15 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്നത് എ എന്ന് പറയുന്ന ബോഡിനെയാണ് 15 ഡിഗ്രിയിൽ പ്രൊജക്ട് ചെയ്യുന്നത് സോ നമുക്ക് ഇവിടുത്തെ ആൻസർ കിട്ടും ഓപ്ഷൻ എ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ ദ സ്പീഡ് ഓഫ് എ പ്രൊജക്ടൈൽ അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ് ഈസ് √3/2 ടൈംസ് ഓഫ് ഇറ്റ്സ് ഇനിഷ്യൽ സ്പീഡ് ഇഫ് ദ റേഞ്ച് ഓഫ് ദി പ്രൊജക്ടൈൽ ഈസ് p ടൈംസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ഇറ്റ് then p is equals to അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത് നമ്മുടെ പറഞ്ഞേക്കുന്നു മാക്സിമം ഹൈറ്റിലുള്ള വെലോസിറ്റി അതായത് u cos θ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് ഇനിഷ്യൽ വെലോസിറ്റിയുടെ √3/2 ടൈംസിനോട് ഈക്വൽ ആണ് അപ്പൊ u ഇൻറ്റു √3/2 നമുക്ക് എഴുതാം ഇവിടുത്തെ യുവും യുവും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും തീറ്റ എന്ന് പറയുന്നത് എത്രയാണ് 30 ഡിഗ്രി ആണ് കിട്ടും അതായത് ആ പ്രൊജക്ടൈൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് 30 ഡിഗ്രിയിലാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ എന്താ ചോദിച്ചേക്കുന്നത് ഈ പ്രൊജക്ടൈലിന്റെ റേഞ്ച് എത്രയാണ് റേഞ്ച് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിന്റെ p ടൈംസ് ആണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ p യുടെ വാല്യൂ എത്രയാണ് നമ്മുടെ ചോദിച്ചേക്കുന്നത് എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ നമുക്ക് റേഞ്ചിന്റെ ഇക്വേഷൻ അറിയാം ഹൈറ്റിന്റെ ഇക്വേഷൻ അറിയാം ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും p യുടെ വാല്യൂ നമുക്ക് കിട്ടും റേഞ്ചിന്റെ ഇക്വേഷൻ എന്താടാ പറഞ്ഞേ യു സ്ക്വയർ സൈൻ 2θ ബൈ ജി ആണ് നമുക്ക് റേഞ്ചിന്റെ ഇക്വേഷൻ വരുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു p ഇൻറ്റു ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ ഇവിടുന്ന് ജിയും ജിയും ക്യാൻസൽ ആയി പോവും യു സ്ക്വയറും ക്യാൻസൽ ആയി പോവും പിന്നെ എന്തുണ്ട് സൈൻ 2θ ഉണ്ട് സൈൻ 2θ നമുക്ക് എങ്ങനെ എഴുതാം 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് എഴുതിക്കൂടെ എഴുതാം 2 സൈൻ തീറ്റ കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു p ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഓക്കെ ആണേ p ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും ഇവിടുന്ന് ഒരു സൈൻ തീറ്റയും ഒരു സൈൻ സ്ക്വയർ തീറ്റയ്ക്കകത്ത് ഒരു സൈൻ തീറ്റയും കൂടെ ക്യാൻസൽ ആയി പോവും അങ്ങനെയാണെങ്കിൽ എന്ത് വരും p യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് വരും അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം 2 ഇൻറ്റു അല്ലല്ലോ ഇവിടെ ഒരു 2 ഇല്ലേ അവിടെ ഒരു 2 ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യും ആ 2 ഇപ്പുറത്ത് വരുമ്പം ഇവിടെ 4 ആവണം 4 കോസ് തീറ്റ ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ന് വരും അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും 4 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്ന് വരും ടാൻ തീറ്റ എത്രയാടാ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ് സോ നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കിനും 4√3 എന്ന് ആൻസർ കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ p യുടെ വാല്യൂ എത്രയാ 4√3 ആണ് സോ ആൻസർ ഏതാ ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ 2 particles are projected in air with a speed of u at angle θ1 and θ2 both are acute to the horizontal respectively if the height reached by the first particle is greater than that of second then which one of the following is correct അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത് രണ്ട് പാർട്ടിക്കിളെ നമ്മൾ θ1 θ2 ആംഗിൾ നമ്മൾ പ്രൊജക്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ പാർട്ടിക്കിൾ റീച്ച് ചെയ്ത ഹൈറ്റ് അതായത് h1 എന്ന് പറയുന്നത് h2നെക്കാട്ടിലും കൂടുതലാന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഓക്കെ ആണേ അങ്ങനെയാണെങ്കിൽ താഴെ തന്നേക്കുന്നതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിച്ചേക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ് ഹൈറ്റിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ ആണ് അവിടെ നമുക്ക് എന്ത് എഴുതാം h ഈസ് പ്രപ്പോർഷണൽ ടു തീറ്റ എന്ന് എഴുതാം അതായത് ആർക്കാണോ ഹൈറ്റ് കൂടുതലുള്ളത് അയാൾക്കായിരിക്കും എന്ത് കൂടുതൽ ആംഗിളും കൂടുതൽ ഇപ്പം h1 കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായിരിക്കണം θ1 കൂടുതലായിരിക്കണം ഇനി ഇവിടെ ടൈമിന്റെ കാര്യം കൂടെ പറയുന്നുണ്ട് അതും കൂടെ നമുക്ക് നോക്കാം ടൈം എന്ന് പറയുന്നത് എന്താ 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ g ആണ് ഇവിടെ നമുക്ക് കിട്ടും ടൈം പ്രപ്പോർഷണൽ ടു തീറ്റ ആണ്
ആർക്കാണോ ആംഗിൾ കൂടുതൽ അയാൾക്കായിരിക്കണം ടൈമും കൂടുതൽ. ഇപ്പം നമുക്ക് ക്വസ്റ്റിൻ്റെ അകത്ത് എന്താ പറഞ്ഞേക്കുന്നത്, H1 ഈസ് ഗ്രേറ്റർ ദാൻ H2 എന്ന് പറയുന്നുണ്ട്. ഈ റിലേഷൻ്റെ അകത്ത് എനിക്ക് എന്ത് എഴുതാം, θ1 വിൽ ബി ഗ്രേറ്റർ ദാൻ θ2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ T ഈസ് പ്രൊപ്പോർഷണൽ ടു θ എന്ന് എനിക്ക് ഇവിടുന്ന് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് എഴുതാം, T1 എന്ന് പറയുന്നത് T2നെക്കാട്ടിലും കൂടുതലാണെന്ന് എഴുതാം. ഇത് മൂന്നുമാണ് നമുക്ക് ആൻസറിന്റെ അകത്ത് വരേണ്ട സാധനങ്ങൾ. ഒന്ന് തീറ്റ തമ്മിലുള്ള റിലേഷൻ നോക്കിയേ, ഇവിടെ θ1 ഗ്രേറ്റർ ദാൻ θ2 എന്നുണ്ട്. പിന്നെ ബോത്ത് 1 and 2 എന്നുള്ള ആൻസർ ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ ആണെന്ന് തന്നെ പറയാം. പിന്നെ T ആയിട്ടുള്ള റിലേഷൻ നോക്കിയേ, ഇവിടെ T1 ഗ്രേറ്റർ ദാൻ T2 എന്നായിരുന്നു വരേണ്ടത്, പക്ഷെ ഇവിടെ തിരിച്ചാണ് നടക്കുന്നത്. ഈ ഡി ഓപ്ഷൻ എന്തായാലും വരത്തില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ത് വരും, ഓപ്ഷൻ എ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, two balls are projected at an angle theta and 90 minus theta to the horizontal with the same speed. The ratio of their maximum vertical height is. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരേ സ്പീഡില് രണ്ട് ബോഡി പ്രൊജക്ട് ചെയ്യുവാണ്. ആദ്യത്തെ ആളിനെ പ്രൊജക്ട് ചെയ്തത് തീറ്റ ആംഗിളിലും രണ്ടാമത്തെ ആളിനെ പ്രൊജക്ട് ചെയ്തത് 90 മൈനസ് തീറ്റ ആംഗിളിലും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റിന്റെ റിലേഷൻ എന്താണെന്നാ ചോദിച്ചേക്കുന്നത്. ഇത് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചേക്കുന്ന റിസൾട്ട് ആണ്. ടാൻസ്കോർ തീറ്റ ഈസ് ടു 1 ആണ് ആൻസർ വരുന്നത്. ഇനി അത് എങ്ങനെ വരുന്നതെന്നുള്ളത് നമ്മൾ മാസ്റ്റർ ക്ലാസ്സിൽ പറയുന്നുണ്ട്, എന്നാലും കാണിച്ചു തരാം. നോക്കി, H1/H2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. H1 എന്ന് പറയുന്നത് ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്, യു സ്ക്വയർ സൈൻ സ്ക്വയർ. ഇവിടുത്തെ തീറ്റ എത്രയാ, ഒന്നാമത്തെ ബോഡി പോയത് തീറ്റ ആംഗിളിലാണ്. സോ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്ന് വരും. H2 എന്ന് പറയുന്നത് എത്രയാ, H2 എന്ന് പറയുന്നത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ 90 മൈനസ് തീറ്റയാണ്. സോ 90 മൈനസ് തീറ്റ ഡിവൈഡ് ബൈ 2g എന്ന് വരും. ഇവിടെ നമുക്ക് H2 എന്ത് എഴുതാൻ പറ്റും, യു സ്ക്വയർ ഉണ്ട്. സൈൻ സ്ക്വയർ 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് സ്ക്വയർ തീറ്റ ആയിട്ട് മാറും. സോ കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g എന്ന് വരും. അങ്ങനെയാണെങ്കിൽ H1 ഡിവൈഡ് ബൈ H2 നമുക്ക് ചെയ്തു നോക്കാം. യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ഇൻറ്റു 2g ഡിവൈഡഡ് ബൈ യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, 2g ക്യാൻസൽ ചെയ്തു. സൈൻ സ്ക്വയർ തീറ്റ ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താ, ടാൻ സ്ക്വയർ തീറ്റ ആണ്. ഈസ് ടു 1 ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ ഹൈക്കർ സ്റ്റാൻഡ്സ് ഓൺ ദ എഡ്ജ് ഓഫ് എ ക്ലിഫ് 490 മീറ്റർ എബോവ് ദ ഗ്രൗണ്ട് ആൻഡ് ത്രോസ് എ സ്റ്റോൺ ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് 15 മീറ്റർ പെർ സെക്കൻഡ്. ദ ടൈം ടേക്കൺ ബൈ ദ സ്റ്റോൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ഈസ്. നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ഹൈക്കർ ഒരു ക്ലിഫിന്റെ മുകളിൽ നിൽക്കുമായിരുന്നു. ക്ലിഫിന്റെ ഹൈറ്റ് നമ്മുടെ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്, 490 മീറ്റർ ആണ് ക്ലിഫിന്റെ ഹൈറ്റ് എന്ന് നമ്മുടെ പറയുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു സ്റ്റോൺ അവിടുന്ന് ഹൊറിസോണ്ടലി എറിയുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി എത്രയാടാ, 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം. എന്താ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, T is equal to √2h/g അല്ലേ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 into h എന്ന് പറയുന്നത് എത്രയാ, 490 ആണ്. ഡിവൈഡ് ബൈ g നെ ഞാൻ ഇവിടെ തൽക്കാലത്തേക്ക് 10 ആയിട്ട് എടുക്കുന്നില്ല, കാര്യം ഇവിടെ 490 അല്ലേ വന്ന് നടക്കുന്നത്. സോ 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാൻ അതിനെ 980 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുവാണ്. ഞാൻ ആ 100നെ ഇനി മേലോട്ട് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ എന്ത് വരും, 2 എന്ന് വരും. ഈ രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ √100 ദാറ്റ് വിൽ ബി 10 സെക്കൻഡ് എന്നായിരിക്കും എനിക്ക് അവിടെ സമയം കിട്ടുന്നത്. ആൻസർ ഏതാടാ, ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ TF ആൻഡ് ദ ടൈം ടു റീച്ച് ദ മാക്സിമം ഹൈറ്റ് TM ഈസ്. നോക്കിയാൽ നമ്മുടെ എന്താ ചോദിച്ചേക്കുന്നത്, ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റും അതേപോലെ മാക്സിമം ഹൈറ്റിലേക്ക് റീച്ച് ചെയ്യാനുള്ള ടൈമും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം മാക്സിമം ഹൈറ്റിലേക്ക് റീച്ച് ചെയ്യേണ്ട ടൈം, അതിനെ നമ്മളിവിടെ TM എന്നാണ് എടുത്തേക്കുന്നത്. അതേ ഇൻറ്റു 2 ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മാസ്റ്റർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ കൺഫ്യൂഷന്റെ ഒന്നും ആവശ്യമല്ല. ആൻസർ ചെയ്ത് വരുവാടാ, ഓപ്ഷൻ എ ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ, ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഓഫ് എ പ്രൊജക്ടൈൽ ആർ ഗിവൻ ബൈ h is equal to 36 t meter and 2y is equal to 96 t minus 9.8 t square meter. The angle of projection is. അപ്പൊ നമ്മുടെ പറഞ്ഞേക്കുന്നത് എന്താ, ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. എക്സ് ആക്സിസിലുള്ള വാല്യൂ തന്നിട്ടുണ്ട് 36 t ആണെന്ന് പറയുന്നു. വൈയിലുള്ളത് 2y ആണ് തന്നേക്കുന്നത്. ഞാൻ ഇവിടുന്ന് വൈനെ എഴുതുവാണ്, രണ്ടും കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. സോ വൈയുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും, വൈയുടെ വാല്യൂ എനിക്ക് കിട്ടും 48 t minus 4.9 t square എന്ന് കിട്ടും. ഓക്കെ ആണേ, ഓക്കെ. ഇനി നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഇവിടെ രണ്ടിടത്തെയും വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. UH എന്ന് പറയുന്നത് എന്താ, ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എന്താ, h/t dh/dt ചെയ്താൽ മതി. dh/dt ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ കിട്ടും 36 എന്ന് കിട്ടും. UH എന്ന് പറയുന്നത് എന്താ, നോർമലി പ്രൊജക്ടൈലിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആരാടാ, u cos θ ആണ്. സോ എനിക്ക് എഴുതാം u cos θ will be equal to 36 എന്ന് കിട്ടും. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ y ആക്സിസിലുള്ള വെലോസിറ്റി uy കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് ഇവിടെ 48 കിട്ടും. 48 മൈനസ് 2 into 4.9 2 into 4.9 t എന്ന് കിട്ടും. ഈ ടിക്ക് നമുക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എടുക്കാം. കാര്യം എന്താ, ഞാൻ ഇനിഷ്യലി ഉള്ള വാല്യൂസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ക്യാൻസൽ ആയി പോകും. അവിടെ നിന്ന് എനിക്ക് കിട്ടും എന്ത്, uy എന്ന് പറയുന്നത് 48 ആണ്. uy എന്ന് പറഞ്ഞാൽ എന്താടാ, u sin θ ആണ്. സോ u sin θ will be equal to 48 എന്ന് കിട്ടും. ഇനി ഈ u sin θ ഡിവൈഡ് ബൈ u cos θ എടുക്കാം. അപ്പൊ എനിക്ക് tan θ കിട്ടും. അവിടെ നിന്ന് എനിക്ക് θ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണേ, അപ്പം u sin θ
ഡിവൈഡഡ് ബൈ യു കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എത്ര വരും? 48 ഡിവൈഡ് ബൈ 36 എന്ന് വരും. യും ക്യാൻസൽ ആയി പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എത്രയാ? ടാൻ തീറ്റയാണ്. ഇതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുവാടാ? 4/3 എന്ന് എനിക്കിവിടെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഏതാ? 3, 4, 5 ട്രയാങ്കിൾ. അപ്പൊ ഇത് 3 ആണ്, 4 ആണ്, 5 ആണ്. ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ്. എന്താ ടാൻ തീറ്റ എന്ന് പറയുന്നത്? സോ ഇതായിരിക്കും നമ്മുടെ തീറ്റ വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടാൻ തീറ്റ എന്ന് പറയുന്നത് 4/3 ആണ് കിട്ടി. തന്നേക്കുന്നതെല്ലാം സൈനിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സൈൻ തീറ്റ എഴുതണം. ഇതിൽ സൈൻ തീറ്റ എഴുതിക്കൂടെ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് വെച്ച് സൈൻ തീറ്റ എഴുതാം. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 4/5 എന്ന് നമുക്ക് കിട്ടും. അവിടെ നിന്ന് എന്ത് എഴുതാടാ? തീറ്റ വിൽ ബി ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ. സൈൻ ഇൻവേഴ്സ് 4/5 ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 particles are projected simultaneously in the same vertical plane from the same point, both with different speed at a different angle with a horizontal. The path followed by the one as seen by the other is. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? 2 പാർട്ടിക്കിൾ ഉണ്ട്. അതിനെ രണ്ടിനെ നമ്മൾ ഒരേ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് ഒരേപോലെ എന്ത് ചെയ്യാണ്? പ്രൊജക്ട് ചെയ്യുവാണ്. പക്ഷെ എന്ത് വ്യത്യാസമുണ്ട്? ഒരേ പോയിന്റിൽ നിന്നുമാണ് പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ അവരുടെ സ്പീഡിൽ നമ്മൾ വ്യത്യാസം വരുത്തുന്നുണ്ട്. ഇനിഷ്യൽ സ്പീഡ് വ്യത്യാസമാണ്. അതേപോലെ അവർ എറിയുന്ന ആംഗിളുകളും വ്യത്യാസമാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഫോളോ ചെയ്യുന്ന പാത്ത് മറ്റേ ആൾ നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും കാണാൻ പറ്റുന്നത്? എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കാണാൻ പറ്റുന്നത്. പക്ഷെ അത് എന്ത് മേക്ക് ചെയ്യുന്നുണ്ടാവും? ഹൊറിസോണ്ടലുമായിട്ടൊരു കോൺസ്റ്റന്റ് ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഒരാള് മറ്റേ ആളിനെ അവിടെ കാണുന്നത്. സോ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി വരും. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് ആൻ ആംഗിൾ തീറ്റ ടു ദ ഹൊറിസോണ്ടൽ ദെൻ. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ബോഡി ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കി എന്ത് ചെയ്യാണ്? പ്രൊജക്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ താഴെ പറഞ്ഞേക്കുന്നതിൽ ഏതാണ് അതിന് ആപ്റ്റ് ആയിട്ട് വരുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ. ഇറ്റ്സ് വെലോസിറ്റി ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് ആക്സിലറേഷൻ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അത് എപ്പോഴും അതിന്റെ ആക്സിലറേഷനുമായിട്ട് പെർപെൻഡിക്കുലർ ഒന്നും ആയിരിക്കത്തില്ല. അത് തെറ്റാണ്. അടുത്ത നോക്കിയേ. ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 0 അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റിലെ വെലോസിറ്റി 0 ആവും. പക്ഷെ അത് ഏത് വെലോസിറ്റി ആണ് സ്പെസിഫൈ ചെയ്ത് പറയണമായിരുന്നു. സോ അത് എടുക്കാൻ പറ്റൂല. അടുത്ത നോക്കിയേ. ഇറ്റ്സ് വെലോസിറ്റി മേക്സ് 0 ആംഗിൾ വിത്ത് ദ ഹൊറിസോണ്ടൽ അറ്റ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. അത് കറക്റ്റ് അല്ലേ? മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ഹൊറിസോണ്ടലുമായിട്ട് അവിടുത്തെ വെലോസിറ്റി മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. സോ ഓപ്ഷൻ സി നമുക്ക് അവിടെ കറക്റ്റ് ആയിട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ കേസ് ഓഫ് എ പ്രൊജക്ടൈൽ മോഷൻ, വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ്? ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഇങ്ങോട്ടേക്കായിരിക്കും. ഇപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു പ്രൊജക്ടൈൽ ആണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി അങ്ങോട്ടേക്കായിരിക്കും. അങ്ങോട്ടേക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കായിരിക്കും. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ ബോംബ് ഈസ് റിലീസ്ഡ് ബൈ എ ഹൊറിസോണ്ടൽ ഫ്ലൈയിങ് എയറോപ്ലെയിൻ. ദ ട്രജക്ടറി ഓഫ് ദ ബോംബ് ഈസ് എന്തായിരിക്കും ചോദിച്ചത്? ഒരു ഹൊറിസോണ്ടലി പറന്നു പോകുന്ന ഒരു എയറോപ്ലെയിൻ്റെ അകത്തുനിന്ന് ഒരു ബോംബ് ഇടുവാണ്. അങ്ങനെയാണെങ്കിൽ ആ ബോംബിന്റെ ട്രജക്ടറി എന്തായിരിക്കും? ഉറപ്പായിട്ടും അതൊരു പരാബോള ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ റിഗാർഡിംഗ് പ്രൊജക്ടൈൽ മോഷൻ? പ്രൊജക്ടൈൽ മോഷനെ കുറിച്ച് സത്യസന്ധമായിട്ട് പറയുന്ന കാര്യം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് കോൺസ്റ്റന്റ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ? ഇങ്ങോട്ടേക്ക് വന്ന വെലോസിറ്റി ആണ്. അത് എപ്പോഴും എന്ത് തന്നെയായിരിക്കും? യു കോസ് തീറ്റ തന്നെയായിരിക്കും. അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. സോ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത്. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഓഫ് എ പ്രൊജക്ടൈൽ എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ എയറോപ്ലെയിൻ ഫ്ലൈയിങ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് ഓഫ് 360 km/h releases a bomb at a height of 490 meter from the ground. If g is equal to 9.8 meter per second square, it will strike the ground. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു എയറോപ്ലെയിൻ ഹൊറിസോണ്ടലി ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിന്റെ സ്പീഡ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 360 km/h ആണ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 360 × 5/18 എന്ന് വരും. ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ 2 എന്ന് വരും. 5 × 2 എത്രയാണ്? 10 എന്ന് വരും. 100 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടുത്തെ ഇനിഷ്യൽ വെലോസിറ്റി നമുക്ക് കിട്ടുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? അതിന്റെ അകത്തുനിന്ന് അത് പറക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് h എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നു? 490 മീറ്റർ ആണ് നമ്മുടെ അടുത്ത് പറയുന്നു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g നെ നമുക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്ട്രൈക്ക് ദ ഗ്രൗണ്ട്. അത് ഗ്രൗണ്ടിനെ സ്ട്രൈക്ക് ചെയ്യാനെ കൊണ്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അഥവാ നമ്മുടെ അവിടെ ചോദിച്ചേക്കുന്നത് എന്താ? റേഞ്ചിനെ കുറിച്ചാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുന്നത്? റേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയാം u × √2h/g വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? റേഞ്ചിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എല്ലാ വാല്യൂസും ഉണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ന്റെ വാല്യൂ എത്രയാ? 100 ആണ്. *√2 ഹൈറ്റ് എത്രയാ? ഹൈറ്റ് പറയുന്നില്ലേ? ഉണ്ട്. 490 ഉണ്ട്. ഡിവൈഡഡ് ബൈ g എന്ന് പറയുന്നത് എത്രയാ? 9.8 ആണ്. സോ ഞാൻ അതിനെ 980 × 100 എന്ന് കൊടുക്കുന്നു. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 വരും. ഇത് രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എത്ര വരും? √100 എന്ന് വരും. അപ്പൊ 100 × √100 എത്രയാണ്? 10 ആണ്. റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 1000 മീറ്റർ എന്ന് കിട്ടും. അഥവാ 1 കിലോമീറ്റർ എന്ന് കിട്ടും. ആൻസർ ഉണ്ടോ എന്ന് നോക്കിയേ.
ആൻസർ ഉണ്ട്. ഓപ്ഷൻ സി 1 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ക്രിക്കറ്റർ ക്യാൻ ത്രോ എ ബാൾ ടു എ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 100 മീറ്റർ വിത്ത് ദ സെയിം സ്പീഡ് ഹൗ മച്ച് ഹൈ എബവ് ദ ഗ്രൗണ്ട് ക്യാൻ ദ ക്രിക്കറ്റർ ത്രോ ദ സെയിം ബാൾ. നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ക്രിക്കറ്ററിന് ഒരു ബോൾ എറിയാൻ പറ്റുന്ന മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്, മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞേക്കുന്നു, 100 മീറ്റർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതേ സെയിം വെലോസിറ്റിയിൽ, സെയിം ഇനിഷ്യൽ വെലോസിറ്റി കൊടുത്തുകൊണ്ട് ആ ക്രിക്കറ്റർക്ക് എത്രത്തോളം ഹൈറ്റിൽ, എത്ര മാക്സിമം ഹൈറ്റിൽ ആ പന്ത് എറിയാൻ പറ്റുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഞാൻ ഇത് കാണുമ്പോഴേ ആൻസർ പറയും. ഓപ്ഷൻ എ 50 മീറ്റർ ആണ് ആൻസർ എന്നറിയാം. എങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാത്സ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. നോക്കിക്കേടാ, മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാ, മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് u²/g അല്ലേ മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ ആണ്. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ വരുന്നതോ ഈ ആർ മാക്സിന് പ്രപ്പോർഷണൽ ആയിട്ടുള്ള മാക്സിമം ഹൈറ്റ് കാര്യമല്ല അവിടെ ചോദിക്കുന്നത്. ഇത്രയും 100 മീറ്റർ ആണ് അയാൾക്ക് എറിയാൻ പറ്റുന്ന മാക്സിമം റേഞ്ച് എങ്കിൽ അയാളെ കൊണ്ട് എറിയാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ നമുക്ക് u²/2g എന്നാണ് വരുന്നത്. ഇതേ ഡിവൈഡഡ് ബൈ 2 അല്ലേ, ഇതെന്ന് പറയുന്നത് എന്താ, u²/g എന്ന് പറയുന്നത് 6 ആണ്. മാറ്റി ഒന്നുകൂടെ എഴുതി കഴിഞ്ഞാൽ r/2 ആണ് h മാത്സ് എന്ന് എഴുതാം. ഈ ക്വസ്റ്റ്യൻ നോക്കി വെച്ചേക്കണം. ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നമുക്ക് അവിടെ ഓപ്ഷൻ എ 50 മീറ്റർ എന്ന് ആൻസർ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ അറ്റ് എ സ്പീഡ് ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് ഇൻ എ ഡയറക്ഷൻ 30 ഡിഗ്രി എബോവ് ദ ഹൊറിസോണ്ടൽ. ഇപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു ക്രിക്കറ്റ് ബോൾ എറിയുന്ന സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. അയാൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്ന് പറഞ്ഞേക്കുന്നു, 30 ഡിഗ്രി എന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദ ടൈം ടേക്കൺ ബൈ ദ ബോൾ ടു റിട്ടേൺ ടു ദ സെയിം ലെവൽ, ആ സെയിം ലെവലിലേക്ക് ബോൾ തിരിച്ചു വരാൻ എടുത്തിട്ടുള്ള ടൈം ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ടൈമിന്റെ ഇക്വേഷൻ എന്താണ്, 2u sin θ ഡിവൈഡഡ് ബൈ g അല്ലേ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. 2 × u എന്ന് പറയുന്നത് 30 ആണ്, sin 30 എന്ന് പറയുന്നത് എത്രയാ 1/2 ആണ്, ഇൻറ്റു g എന്ന് പറയുന്നത് 10 ആക്കി എടുക്കുന്നു. സോ ഈ 0 ക്യാൻസൽ ആയി പോകും, 2 × 2 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആണെന്ന് കിട്ടും. ഒരു മിനിറ്റ്, ടൈം എത്രയാന്ന് കിട്ടൂടാ, 3 സെക്കൻഡ് ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഏതാ ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഗലീലിയോ റൈറ്റ്സ് ദാറ്റ് ഫോർ ആംഗിൾസ് ഓഫ് പ്രൊജക്ഷൻ ഓഫ് എ പ്രൊജക്ടൈൽ അറ്റ് ആംഗിൾസ് 45 പ്ലസ് തീറ്റ ആൻഡ് 45 ഡിഗ്രി മൈനസ് തീറ്റ ദ ഹൊറിസോണ്ടൽ റേഞ്ചസ് ഡിസ്ക്രൈബ്ഡ് ബൈ ദ പ്രൊജക്ടൈൽ ആർ ഇൻ ദ റേഷ്യോ ഓഫ്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, 45 പ്ലസ് തീറ്റയിൽ ഒരു പ്രൊജക്ടൈലും 45 മൈനസ് തീറ്റയിൽ വേറൊരു പ്രൊജക്ടൈൽ എറിയുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അവരുടെ റേഞ്ചുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് എന്തായിട്ടാണ് എപ്പോഴും പറയുന്നതെന്നാ ചോദിച്ചേക്കുന്നത്. അത് എപ്പോഴും നമുക്ക് അറിയാവുന്ന കണക്ക് 1:1 ആയിരിക്കും. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 2 projectiles are fired from the same point with the same speed at angles of projection 60 degree and 30 degree respectively. Which one of the following is true? എന്താ ചോദിച്ചേക്കുന്നത്, 2 പ്രൊജക്ടൈൽ എറിയുന്നത് ഒരേ സ്പീഡിലാണ് നമ്മൾ 2 പ്രൊജക്ടൈൽ പ്രൊജക്ട് ചെയ്യുന്നത്. പക്ഷെ അവരുടെ ആംഗിൾ ഒരെണ്ണത്തിന്റെ 60 ഡിഗ്രിയും അടുത്ത ആളുടെ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ താഴെ തന്നേക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാ ചോദിച്ചേക്കുന്നത്. നോക്കിയേ, ദ റേഞ്ച് വിൽ ബി സെയിം. കറക്റ്റ് അല്ലേ, കാര്യം 60 30 6 3 കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 9 കിട്ടും. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 90 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. സോ അങ്ങനെ വരുന്ന ആംഗിളുകളിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ആര് ഈക്വൽ ആയിരിക്കും, അവരുടെ രണ്ടുപേരുടെയും റേഞ്ച് ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഓപ്ഷൻ എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. When air resistance is taken into account while dealing with the motion of a projectile, which of the following properties of the projectile shows an increase? അപ്പൊ നമ്മൾ എയർ റെസിസ്റ്റൻസും കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഒരു പ്രൊജക്ടൈൽ മോഷന്റെ അകത്ത് താഴെ തന്നേക്കുന്നതിന്റെ അകത്ത് ഏതിലാണ് ഒരു ഇൻക്രീസ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ റേഞ്ചിൽ നമുക്ക് അവിടെ ഡിക്രീസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. മാക്സിമം ഹൈറ്റ് എന്ത് ചെയ്യും, കുറയുന്നതായിട്ട് കാണാൻ പറ്റും. സ്പീഡ് അറ്റ് വിച്ച് ഇറ്റ് സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്, അത് വന്ന് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു സ്പീഡും കുറയുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അവർ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ, ദ ആംഗിൾ അറ്റ് വിച്ച് ദ പ്രൊജക്ടൈൽ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടുമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന ആംഗിൾ മാത്രം കൂടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവിടുത്തെ ആൻസർ വരുന്ന ഏതാടാ, ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ആർ ആൻഡ് എച്ച് റെപ്രസെന്റ് ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്ടൈൽ, then the angle of projection with the horizontal is. നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്, ആർ എന്ന് പറയുന്നത് അവിടുത്തെ ഹൊറിസോണ്ടൽ റേഞ്ച് ആണെന്ന് പറഞ്ഞേക്കുന്നു, എച്ച് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ആണെന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എത്ര വരുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ടാൻ ഇൻവേഴ്സ് 4h/r എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യനും നമ്മൾ നേരത്തെ കണ്ട ആ 100 മീറ്ററിന്റെ ക്വസ്റ്റ്യനും കൂടെയാണ് തിരിഞ്ഞു പോരുന്നത് എപ്പോഴും പറയുന്നത്. ഇവിടെ കണ്ടു, ഇവിടെ റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ഹൈറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. മറ്റേത് മാക്സിമം റേഞ്ചും മാക്സിമം ഹൈറ്റിന്റെയും പ്രോബ്ലം ആണ് വരുന്നത്. ഇവിടെ എന്തായാലും നമുക്ക് ആൻസർ വരുന്നത് എന്താ, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ സീലിംഗ് ഓഫ് എ ഹാൾ ഈസ് 40 മീറ്റർ ഹൈ ഫോർ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ദ ആംഗിൾ അറ്റ് വിച്ച് ദ ബോൾ മേ ബി ത്രോൺ
വിത്ത് എ സ്പീഡ് ഓഫ് 56 മീറ്റർ പെർ സെക്കൻഡ് വിത്തൗട്ട് ഹിറ്റിംഗ് ദ സീലിംഗ് ഓഫ് ഹാളീസ്. അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? 40 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു സീലിംഗ് ഉണ്ട്, ഒരു ഹാൾ ഉണ്ട്. ആ ഹാളിന്റെ സീലിംഗിലേക്കുള്ള ഹൈറ്റ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 40 മീറ്റർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിഷ്യൽ വെലോസിറ്റി യു എന്ന് പറയുന്നത് 56 മീറ്റർ പെർ സെക്കൻഡ് കൊടുത്തിട്ട് ഒരു ബോർഡിനെ പ്രൊജക്ട് ചെയ്യുവാണ്. അങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഇത് ആ സീലിംഗിൽ തട്ടാതെ പോകണമെങ്കിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യേണ്ട ആംഗിൾ എത്രയാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്? നമുക്ക് തീറ്റയാണ് അവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഹൈറ്റ് ഉണ്ട്, ഇനിഷ്യൽ വെലോസിറ്റി ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഹൈറ്റിന്റെ ഇക്വേഷൻ എടുക്കാം. h is equal to u square sin square theta divided by 2g. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് തീറ്റ ഈസി ആയിട്ട് കിട്ടും. നോക്കിയേ, ഹൈറ്റ് എന്ന് പറയുന്നത് 40 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 56 into 56 u square sin square theta divided by 2g. 2 into g എന്ന് പറയുന്നത് എത്രയാടാ? 9.8 ഞാൻ 10 ആക്കി എടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? sin square theta എന്ന് പറയുന്നത് 1/4 ആന്ന് കിട്ടും. sin theta എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ എത്ര വരും? 30 ഡിഗ്രി എന്ന് എനിക്ക് അവിടുന്ന് തീറ്റയുടെ വാല്യൂ കിട്ടും. സോ ഓപ്ഷൻ ബി 30 ഡിഗ്രി ആയിരിക്കും എനിക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ പാർട്ടിക്കിൾ ഈസ് മൂവിംഗ് ഓൺ എ സർക്കുലർ പാത്ത് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് ദെൻ ഇറ്റ്സ് ആക്സലറേഷൻ വിൽ ബി. ഇപ്പൊ ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിൽ കോൺസ്റ്റന്റ് സ്പീഡിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ആക്സലറേഷൻ എങ്ങോട്ടേക്കായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നത്? റേഡിയലി ഇൻവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലിനിയർ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ ആർ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് 5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ നമ്മുടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ലിനിയർ ആക്സലറേഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞടാ? 5 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് നമ്മുടെ പറയുന്നുണ്ട്. ഇറ്റ് വിൽ ബി അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഗിവൺ ബൈ. അപ്പൊ നമുക്ക് അവിടുത്തെ റേഡിയസ് r ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ് ആക്സലറേഷൻ a is equal to r ആൽഫ. അവിടെ നമുക്ക് r ന്റെ വാല്യൂ കിട്ടുമല്ലോ. a divided by alpha will be equal to r. a എന്ന് പറയുന്നത് എത്ര? 10 ആണെന്ന് പറയുന്നുണ്ട്. ആൽഫ എന്ന് പറയുന്നത് 5 ആണ്. സോ രണ്ടുകൂടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. അപ്പൊ 2 മീറ്റർ ആയിരിക്കും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. For a particle in a non-uniform accelerated circular motion, non-uniform accelerated circular motion അകത്ത് ഉള്ള ഒരു പാർട്ടിക്കിളിനെ സംബന്ധിച്ച് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അത് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, വെലോസിറ്റി ഈസ് റേഡിയൽ ആൻഡ് ആക്സലറേഷൻ ഈസ് ടാൻജൻഷ്യൽ ഒള്ളി. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അടുത്ത നോക്കാം, വെലോസിറ്റി ഈസ് ടാൻജൻഷ്യൽ ആൻഡ് ആക്സലറേഷൻ ഈസ് റേഡിയൽ ഒള്ളി. അതും പറയാൻ പറ്റൂല. അടുത്ത നോക്കിയേ, വെലോസിറ്റി ഈസ് റേഡിയൽ ആൻഡ് ആക്സലറേഷൻ ഹാസ് ബോത്ത് റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണന്റ്. അതെടുക്കാൻ പറ്റുമോ? അതും നമുക്ക് എടുക്കാൻ പറ്റൂല. അടുത്ത നോക്ക്, വെലോസിറ്റി ഈസ് ടാൻജൻഷ്യൽ ആൻഡ് ആക്സലറേഷൻ ഹാസ് ബോത്ത് റേഡിയൽ ആൻഡ് ടാൻജൻഷ്യൽ കമ്പോണന്റ്സ്. അതായിരിക്കത്തില്ല ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. വെലോസിറ്റി ടാൻജൻഷ്യൽ ആയിരിക്കണം, അതേപോലെ ആക്സലറേഷൻ എന്ത് വേണം? റേഡിയൽ കമ്പോണന്റും വേണം, അതേപോലെ ടാൻജൻഷ്യൽ കമ്പോണന്റും വേണം. എവിടെയാ? നോൺ യൂണിഫോം ആക്സലറേറ്റഡ് സർക്കുലർ മോഷൻ ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ആംഗുലർ ആക്സലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ മൂവിംഗ് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ് ഈസ്. ഇപ്പോൾ ഒരു സർക്കുലർ പാത്തിൽ കൂടെ യൂണിഫോം സ്പീഡിൽ പോകുന്ന ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലർ ആക്സലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എ ഫ്ലൈ വീൽ റൊട്ടേറ്റിംഗ് അറ്റ് 600 revolution per minute ഈസ് ബ്രോട്ട് അണ്ടർ യൂണിഫോം ഡീസിലറേഷൻ ആൻഡ് സ്റ്റോപ്ഡ് ആഫ്റ്റർ 2 minutes. Then what is the angular deceleration in radian per second square? അപ്പൊ നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഫ്ലൈയിങ് വീൽ ഉണ്ടായിരുന്നു, അത് ആദ്യമേ കറങ്ങിക്കൊണ്ടിരുന്ന സ്പീഡ് എന്ന് പറയുന്നത് എത്രയാന്ന് പറയുന്നു? 600 revolution per minute ആണ് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്. അതിന് നമ്മൾ റേഡിയൻ പെർ സെക്കൻഡിലോട്ട് ആക്കണമെങ്കിൽ എന്ത് ചെയ്യും? 600 into എത്ര വരും ഇവിടെ? 2π/60 നമുക്ക് എടുക്കാൻ പറ്റും. ഇത് 2 ആണ്, 6 അല്ല. 2π/60 എടുക്കാൻ പറ്റും. ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് എത്ര വരും? ഇവിടെ നമുക്ക് 20π will be നമ്മുടെ അവിടെ കറങ്ങിക്കൊണ്ടിരുന്ന സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ ആണേ. ഇനി അതിനെ യൂണിഫോം ഡീസലറേഷനിലേക്ക് കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു എന്ന് പറയുന്നു? അത് നിന്നു എന്ന് പറയുന്നു. അപ്പൊ അത് 0 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. എത്ര സമയം എടുത്താണ് നിന്നത്? 2 മിനിറ്റ് എടുത്തിട്ടാണ് അത് നിന്നേക്കുന്നത്. 2 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര സെക്കൻഡ് വരും? 120 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്തത്? അത് കറങ്ങി നിന്നത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ആംഗുലർ ആക്സിലറേഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോറി, ആംഗുലർ ഡീസലറേഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കിയത് നമ്മൾ കമ്പയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ആരാ? ഇതെന്ന് പറയുന്നത് യു ആണ്, ഇയാൾ ആരാണ്? വി ആണ്. ഇത് നമ്മുടെ ടൈം ആണ്, ഇത് നമ്മുടെ ആക്സലറേഷൻ ആണ്. ഇതെല്ലാം കൂടെ ചേർന്ന ഇക്വേഷൻ നമുക്ക് അറിഞ്ഞൂടെ? ഏതാ ഇക്വേഷൻ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ ഡീസലറേഷൻ ആയതുകൊണ്ട് യു മൈനസ് എ ടി എന്ന് എടുക്കാം. ഈ ഫൈനൽ വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കുന്നത് എത്രയാ? 0 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു. യുവിന് ഇവിടെ തന്നേക്കുന്നത് എത്രയാണ്? 20π ആണ്. സോ 20π മൈനസ് ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ടൈം ഉണ്ട് എത്രയാണ്? 120. സോ നമുക്ക് എന്ത് എഴുതാം? 20π ഈസ് ഈക്വൽ ടു 120 ആൽഫ എന്ന് എഴുതാം. ഈ 0യും 0യും ക്യാൻസൽ ആയി പോകും. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 6 എന്ന് കിട്ടും. അപ്പൊ ആൽഫയുടെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? π/6 എന്ന് എനിക്ക് അവിടെ ആൻസർ കിട്ടും. ഓപ്ഷൻ ഇല്ലേ? ഓപ്ഷൻ എയില്
5/6 എന്ന ആൻസർ കിടപ്പുണ്ട്. സോ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി ഓൺ എ സർക്കിൾ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലർ ആക്സിലറേഷൻ ഈസ്. ഒരു ബോഡി കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റിയിൽ കറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗുലർ ആക്സിലറേഷന്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയായിരിക്കും അവിടുത്തെ ആംഗുലർ ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡിന്റെ വാല്യൂ വരുന്നത്? 0 ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്കാണ്. നോക്കിയേ. എ ബോൾ ഈസ് ത്രോൺ ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ വിത്ത് ആൻ ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടവറിന്റെ മുകളിൽ നിന്ന്, ഇതാ നമ്മുടെ ടവർ ആണെന്ന് വെച്ചോ, ആ ടവറിന്റെ മുകളിൽ നിന്ന് ഇനിഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് കൊടുത്തിട്ട് ഒരു ബോൾ ത്രോ ചെയ്യുവാണ്. അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. അപ്പൊ അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി എന്ന് പറയുന്നു. ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ടുള്ള വെലോസിറ്റി എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്കറിയാം. ഓക്കെ ആണ്. ഇഫ് ഇറ്റ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 17.3 മീറ്റർ. ഇത് ഇങ്ങനെ എറിഞ്ഞ് പ്രൊജക്ടൈൽ ആയി പോയിട്ട് എന്ത് ചെയ്തു? ഈ 17.3 മീറ്റർ മാറിയിട്ടാണ് എന്ത് ചെയ്തത്? താഴേക്ക് വന്ന് ഹിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ടവറിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാലോ? എളുപ്പമാണ്, നമുക്ക് കണ്ടുപിടിക്കാം. ഇങ്ങോട്ട് 10 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് നമുക്ക് എന്തുണ്ടാവും? യു കോസ് തീറ്റ ഉണ്ടാവും. താഴത്തേക്ക് എന്തുണ്ടാവും? യു സൈൻ തീറ്റ ഉണ്ടാവും. ഓക്കെ ആണ്. ഇനി നമുക്ക് ഇവിടുന്ന് ടൈം കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ലേ? ടൈം കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ഈ ഹൊറിസോണ്ടലിന്റെ ആ ഒരു ഹൊറിസോണ്ടലിൽ പോകുന്ന മോഷനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവിടുന്ന് ടൈം കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ മാസ്റ്റർ ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്ന കണക്ക് ഹൊറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒറ്റ ഒരാളാണ് ആര്? ടൈം എന്ന് പറയുന്നത്. സോ ടൈം ഹൊറിസോണ്ടൽ കണ്ടുപിടിച്ചാലും വെർട്ടിക്കൽ കണ്ടുപിടിച്ചാലും ഈക്വൽ ആണ്. ഹൊറിസോണ്ടൽ ടൈം വരുന്നത് എന്തായിരിക്കും? ആർ ഡിവൈഡഡ് ബൈ ഇതിന്റെ അങ്ങോട്ടേക്കുള്ള വെലോസിറ്റി എത്രയാ? യു കോസ് തീറ്റ ആണ്. ഓക്കെ അല്ലേ? യു കോസ് തീറ്റ ആണ്. ആർ എന്ന് പറയുന്നത് എത്രയാണ്? 17.3 ആണ് റേഞ്ച് വരുന്നത്. യു എന്ന് പറയുന്നത് 10 ആണ്. കോസ് 30 എന്ന് പറയുമ്പോൾ എത്ര വരും? കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. സോ √3 അപ്പോൾ 2 എന്ന് വരും. ഈ √3യുടെ വാല്യൂ എത്രയാണ്? 1.73 ആണ്. അപ്പൊ ഇതും കൂടെ ചേരുമ്പോഴത്തേന് 17.3 ആവും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? ഇത് ക്യാൻസൽ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടുന്ന് ടൈം കിട്ടും. എത്രയാണ്? 2 സെക്കൻഡ് ആണ് എനിക്ക് അവിടുത്തെ ടൈം എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? S is equal to ut plus half at² കൊടുക്കാം. അതിന്റെ അകത്ത് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. യു എന്ന് പറയുന്നത് എത്രയാ? യു എന്ന് പറയുന്നത് നമുക്ക് ഏത് ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ഹൈറ്റ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കേണ്ട മോഷൻ ഏതാണ്? ഈ വെർട്ടിക്കൽ മോഷൻ ആണ് എടുക്കേണ്ടത്. അപ്പൊ അവിടുത്തെ യു എന്ന് പറയുന്നത് യു സൈൻ 30 ആണ്. യു സൈൻ 30 എന്ന് പറയുന്നത് u/2 എന്ന് വരും. അപ്പം യു എന്ന് പറയുന്നത് 10 ആണ്. 10/2 എന്ന് പറയുന്നത് എത്ര വരും? 10/2 എന്ന് പറയുന്നത് 5 വരും. 5 ഇൻറ്റു ടൈം എത്രയാടാ? 2 സെക്കൻഡ് മൈനസ് എന്താ മൈനസ് എടുത്തത്? താഴേക്കാണ്, ആക്സിലറേഷൻ നെഗറ്റീവ് ആണ്. സോ ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 ഇൻറ്റു t² എന്ന് പറയുന്നത് എത്രയാ? 4 വരും. സോ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 2 10 മൈനസ് 20 എന്ന് വരും. അവിടെ നിന്ന് എനിക്ക് ഹൈറ്റ് കിട്ടും എത്രയെന്ന്? -10 എന്ന് കിട്ടും. -10 എന്ന് എടുത്താൽ എന്താ? ഞാൻ ഇവിടുന്ന് മേലോട്ടേക്കുള്ളതെല്ലാം എനിക്ക് പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കുമല്ലോ എനിക്ക് മൈനസ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ -10 എടുത്താൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാം. 10 മീറ്റർ എന്ന് വരുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇതോടുകൂടി നമുക്ക് മൈനർ എക്സാമിന്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഐ ഹോപ്പ് ഒരുവിധം അത്യാവശ്യം നമ്മളെല്ലാം എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ.